ഓക്കെ, വൺസ് അഗെയിൻ ഗുഡ് ഈവനിങ്. ഓക്കെ, യെസ്. ഫസ്റ്റ് തന്നെ പറയാതെ തന്നെ 2 ക്യാമറ ഓൺ ആയിട്ടുണ്ട്. ബാക്കിയുള്ളവരുടെ അവിടെ വേഗം. ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ 2 പേരെ നമുക്ക് കാണുന്നുള്ളത്. എവിടെ ബാക്കിയുള്ളവരെല്ലാവരും? പെട്ടെന്ന് ക്യാമറ ഓൺ ചെയ്യ്. പ്രിപ്പയർഡ് അല്ല എല്ലാവരും? യെസ്, ഗ്രേറ്റ്. ബാക്കിയുള്ളവർ എവിടെ? ഇനിയാരുള്ളത്? ഓക്കെ ഓക്കെ ഓക്കെ, ഷുവർ. നസൽ കുഴപ്പമില്ല. യെസ്, നോ സീൻ. പ്രശ്നമുള്ളവർക്ക് കുഴപ്പമില്ല. സോ അല്ലാത്തവരൊക്കെ മാക്സിമം എന്താക്കുക, ക്യാമറ ഓൺ ചെയ്തിട്ട് ഇരിക്കുക. ഓക്കെ, ഇനി ആരെങ്കിലും ഉണ്ടോ? സോ നിങ്ങൾ എല്ലാവരും സെറ്റായിട്ട് വേണം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ. റെഡി അല്ലേ? ഓക്കെ, സോ എല്ലാവരും നല്ലൊരു ഹാപ്പി ഫേസിൽ ഗുഡ് ഈവനിങ് പറഞ്ഞിട്ട് നമുക്ക് എന്താക്കാം, സ്റ്റാർട്ട് ചെയ്യാം. റെഡി അല്ല എല്ലാവരും? റെഡി ആണെങ്കിൽ പെട്ടെന്നൊന്ന് യെസ് എന്ന് കമൻറ്റ് ചെയ്തേ വേഗം, എന്നിട്ട് വേണം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ. യെസ്, റെഡി. യെസ് യെസ് യെസ്, ഓക്കെ, ഷുവർ. എല്ലാവരും റെഡിയാണ്, സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? സോ നമ്മൾ ഇന്നലെ ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്ന ടാസ്ക് കാര്യങ്ങളൊക്കെ എല്ലാവരും കംപ്ലീറ്റ് ചെയ്തോ? ഇനി ആരെങ്കിലും കംപ്ലീറ്റ് ചെയ്യാൻ ബാലൻസ് ഉണ്ടോ? ഒരുപാട് പേരുടെ ടാസ്ക് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് ഗ്രൂപ്പിലിട്ടു, ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് എല്ലാവരുടേതും. എല്ലാവർക്കും ലൈക്ക് അടിച്ചിട്ടുണ്ടോ എന്നുള്ളത് ചിലപ്പോൾ വിട്ടുപോയിട്ടുണ്ടാവും. എന്നാലും ഞാൻ എല്ലാവരുടെ കമൻസും എല്ലാവരുടെ ചാറ്റും ഞാൻ എന്താക്കിയിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. ഓൾമോസ്റ്റ് എല്ലാവരും കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നോ? ഇനി ആരെങ്കിലും ബാലൻസ് ഉള്ളതുണ്ടോ? ആരെങ്കിലും ഡൈ പൊളിച്ച് മുങ്ങിയുണ്ടോ? ഐ തിങ്ക് എല്ലാവരും ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നല്ലേ? അത്യാവശ്യം ഒരുപാട് മെസ്സേജസ് കണ്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, യെസ്. സോ ഇനി ആരെങ്കിലും ക്യാമറ ഓൺ ആക്കാനുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ക്യാമറ ഓൺ ആക്കാം. എന്നിട്ട് നമുക്ക് എന്താക്കാം, സ്റ്റാർട്ട് ചെയ്യാം. സോ ഇപ്പം തന്നെ ഒന്നുകൂടി നമുക്ക് തന്നെ കാണാൻ ഒരു സുഖമല്ലേ? വെറുതെ ഞാനിങ്ങനെ സ്ക്രീനിൽ പോയി പറയുന്നതിനപ്പുറമായിട്ട് നിങ്ങളുടെ ഫേസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോയെന്നും ഒക്കെ എനിക്ക് എന്താക്കാൻ പറ്റും, നിങ്ങളുടെ ഫേസ് നോക്കിയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ആരെങ്കിലും ഉറങ്ങുന്നുണ്ടോയെന്നൊക്കെ എന്താക്കാം, ക്യാമറ ഓൺ ആണെങ്കിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ നമുക്ക് എന്താക്കാം, നേരെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മളുടെ ഡേ 2 ആണ് ഇന്ന്. സോ നമ്മൾ ലാസ്റ്റ് സെഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കുറച്ച് ബേസിക് സാധനങ്ങളും, പിന്നെ അതേപോലെ തന്നെ എന്താണ് നമ്മളുടെ പ്രോഗ്രാം എന്നതും, എന്താണ് നോട്ട് ചെയ്യുക എന്നുള്ളതും, and അതേപോലെ തന്നെ എന്താണ് നമ്മൾ ഈ 10 ഡേയ്സ് കൊണ്ട് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ എന്താക്കിയിട്ടുണ്ട്, നമ്മളുടെ ലാസ്റ്റ് സെഷനിൽ, ഫസ്റ്റ് സെഷനിൽ നമ്മൾ എന്താക്കി, കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അതിൽ നമ്മൾ എന്താക്കി, ലാസ്റ്റിൽ ഒരു ടാസ്കും നിങ്ങളെല്ലാവർക്കും ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ടാസ്ക് നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാവരും അടിപൊളിയായിട്ട് കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ നല്ല രീതിയിലുള്ള റെസ്പോൺസ് വരുന്നുണ്ട്. സോ എനിക്കും ഇപ്പോൾ ഒന്നുകൂടി മോട്ടിവേറ്റ് ആയിട്ടുണ്ട്, നിങ്ങൾ നല്ല രീതിയിൽ എൻഗേജ് ചെയ്യുന്നുണ്ട്. സോ ഐ എം ബി ഹാപ്പി ദാറ്റ്. ആൻഡ് അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നത്തെ സെഷൻ ഒന്നുകൂടി അടിപൊളിയാക്കിയിട്ട് തന്നെ നമ്മൾ എന്താക്കും, സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും. സോ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും എന്താക്കുക, ചോദിക്കുക. ആരും ഒന്നും വിചാരിച്ച് ബാക്ക് അടിക്കാൻ നിൽക്കരുത്. സോ ശ്രദ്ധിച്ചിരിക്കുക. സോ എവിടെയെങ്കിലും നിങ്ങൾ വെറുതെ റഷായിട്ട് ഇരിക്കുകയാണെങ്കിൽ ഒന്ന് മാറി ഇരുന്നിട്ട് എന്താക്കുക, ക്ലാസ് കേൾക്കാനായിട്ട് ശ്രദ്ധിക്കാനായിട്ട് ഒരു സ്പേസിലേക്ക് മാറി ഇരുന്നിട്ട് എന്താക്കുക, നമ്മുടെ ക്ലാസ് ശ്രദ്ധിക്കുക. ഓക്കെ, റെഡി അല്ലേ? അപ്പോൾ നമ്മളുടെ AI മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോവല്ലേ ഇന്ന് മുതൽ? റെഡി അല്ലേ? യെസ് 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 യെസ്, ഷുവർ. ഓക്കെ, നമുക്ക് എന്താക്കാം, ഞാൻ നേരെ എൻ്റെ സ്ക്രീന് ഷെയർ ചെയ്യാം. ഓക്കെ, സോ അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ എന്താക്കാം, പറയാം. ഓക്കെ, അങ്ങനെ എന്തെങ്കിലും ചേഞ്ചസോ അങ്ങനെ എന്തെങ്കിലും സെഷൻസോ അങ്ങനെ എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ എന്താക്കാം, നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ എന്താക്കാം, മൈക്ക് ഓപ്പൺ ചെയ്തിട്ട് പറയാം. സൗണ്ട് കാര്യങ്ങളൊക്കെ ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. ഓക്കെ, താങ്ക് യു. യെസ്, നമ്മുടെ ടീം മെമ്പേഴ്സ് ബാക്കിയുള്ളവരൊന്ന് നോട്ട് ചെയ്യണം കേട്ടോ, ബാക്കി കാര്യങ്ങൾ. സോ നിങ്ങൾ ഞാൻ ലാസ്റ്റ് പറഞ്ഞതുപോലെ തന്നെ ക്യാമറ റൺ ചെയ്ത ഒരുപാട് പേരുണ്ടല്ലോ, അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു ഡിഫറൻസ് കാര്യങ്ങളൊക്കെ വേണ്ടേ? അപ്പോൾ അവരെയൊക്കെ ബാക്കി നമ്മളുടെ ടീം നിങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഓക്കെ, ഷുവർ. യെസ്, സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ നേരെ എടുക്കാൻ പോകുന്നുള്ളത്, ഓക്കെ, ChatGPT-യിലേക്ക് വരാം. നമ്മളുടെ ഓക്കെ, യെസ്, 1 മിനിറ്റ്. ഇതിന് മുന്നായിട്ട് നമ്മൾ എന്താക്കാൻ പോവാണ്, ഇന്ന് മുതൽ
എന്താ പഠിച്ചു കൊടുക്കാൻ പോകുന്നുള്ളത്? എ ആണ്. സോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമ്മൾ ഇന്ന് എന്താക്കാൻ പോവാണ്. സോ നമ്മൾ ഒരുപാട് പേര് അല്ലെങ്കിൽ ഇതിലുള്ള ഓൾമോസ്റ്റ് എല്ലാവരും എന്താണ് AI യൂസ് ചെയ്തിട്ടുണ്ട്. AI യൂസ് ചെയ്തവർ മാത്രമേ എന്താക്കൂ നമ്മളുടെ കോഴ്സിലേക്ക് എത്തിയിട്ടുള്ളതും എനിക്കറിയാം. ബിക്കോസ് അത് യൂസ് ചെയ്തിട്ട് അതിന്റെ മാക്സിമം പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ അതിന് അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കിയവർ മാത്രമായിരിക്കാം നമ്മുടെ ഈ ഒരു സെഷനിലേക്ക് എത്തിയിട്ടുള്ളത്. കറക്റ്റ് അല്ലേ? ഇതിലാരും AI യൂസ് ചെയ്യാത്തവരെന്തായാലും ഇല്ല എന്നുള്ളത് കറക്റ്റ് ആണ്. യെസ്. അതിന്റെ മാക്സിമം പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ അതിന്റെ മാക്സിമം ഇതിനെ ഒന്നുകൂടിയും പൊട്ടൻഷ്യലി യൂസ് ചെയ്യണം എന്ന് ആഗ്രഹിച്ചിട്ടാണ് നിങ്ങളൊക്കെ ഇവിടെ വന്നിരിക്കുന്നുള്ളത് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ നമ്മൾ കുറേ കാര്യങ്ങൾ ഇന്ന് എന്താക്കിയിട്ടുണ്ട്. ChatGPT ആയാലും ഗാമയിലായാലും മറ്റ് പല ടൂൾസുകൾ നിങ്ങൾ ഒരുപാട് ടൂൾസുകൾ നിങ്ങൾ ഗ്രൂപ്പിൽ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൊക്കെ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? യൂസ് ചെയ്തിട്ടുണ്ട്. എനിക്കറിയാം. നിങ്ങൾ ഒരുപാട് ടൂൾസുകൾ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിന്റെ മാക്സിമം പൊട്ടൻഷ്യൽ ഒരുപക്ഷെ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടാവില്ല. നമ്മൾ എന്തൊക്കെയോ ആക്കിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ട്. പക്ഷെ നമ്മൾ വിചാരിച്ചൊരു രീതിയിലുള്ള മാക്സിമം റിസൾട്ട് ഒരുപക്ഷെ നമുക്ക് ആ ടൂളിനെ കൊണ്ട് കിട്ടുന്നുണ്ടാവില്ല. അല്ലെങ്കിൽ കിട്ടുന്നുണ്ടാവാം. അല്ലെങ്കിൽ ഒന്നുകൂടിയും അതിന് അതിന്റേക്കാൾ ഡബിൾ പവർ അതിനുണ്ട്. പക്ഷെ അതിന്റെ മാക്സിമം പവർ നമുക്ക് എടുക്കാൻ വേണ്ടി സാധിച്ചില്ല എന്നതായിരിക്കാം ഒരു അല്ലെങ്കിൽ ഒരു കറക്റ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. സോ ഇന്ന് മുതൽ നമ്മൾ എന്താക്കാൻ പോവാണ്? ഒരു AI ഒരു ഗൈഡൻസ് എടുത്തുകൊണ്ട് ChatGPT ആയാലും മറ്റ് ടൂൾസുകളൊക്കെ എങ്ങനെ മാക്സിമം അടിപൊളിയായിട്ട് യൂസ് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി പോവാണ്. സോ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നുള്ളത് അല്ലെങ്കിൽ AI എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമ്മളുടെ മൈൻഡിലേക്ക് ഓർമ്മ വരുന്നുള്ള ടൂളാണ് ഇത്. ഏതാണ്? ChatGPT. യെസ്. ഓൾമോസ്റ്റ് ആരെടുത്ത് ചോദിച്ചു കഴിഞ്ഞാലും അല്ലെങ്കിൽ ഇന്ന് വേൾഡിൽ ഏറ്റവും കൂടുതൽ ആളുകൾ യൂസ് ചെയ്യുന്നുള്ള AI സിസ്റ്റം ഏതാണെന്ന് വെച്ച് ചോദിച്ചു കഴിഞ്ഞാലും അത് ChatGPT തന്നെയാണ്. ഗൂഗിളിനേക്കാൾ അപ്പുറമായിട്ട് ഇന്ന് ഒരുപക്ഷെ ഡെയിലി യൂസസ് വരുന്നുള്ളത് ChatGPT ഒക്കെയാണ്. സോ നമ്മളൊക്കെ ഇന്ന് നമ്മൾ തന്നെ ശ്രദ്ധിച്ചാൽ മതി. നമ്മുടെ ലൈഫിലേക്ക് നമ്മൾ ഇന്ന് എന്ത് ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിലും അല്ലെങ്കിൽ എന്ത് ഡൗട്ട്സ് വരികയാണെങ്കിലും ആദ്യം കയറി ChatGPTയിലേക്കാണ് നമ്മൾ പോയിട്ട് ചോദിക്കുന്നുള്ളത്. സോ അതുകൊണ്ട് തന്നെ ChatGPT ഇപ്പൊ എന്താണ്? ഒരു സെർച്ച് എഞ്ചിൻ ആയിട്ട് മാറിയിട്ടുണ്ട്. അത് നിങ്ങൾക്കറിയോ? ഗൂഗിളിനെ പോലെ തന്നെ ChatGPTയും ഒരു സെർച്ച് എഞ്ചിനാണ്. എത്ര പേർക്ക് അറിയാം അത്? അറിയോ? യെസ്. ChatGPT എന്താണ്? ഇന്ന് ഒരു സെർച്ച് എഞ്ചിൻ ആയിട്ട് മാറിയിട്ടുണ്ട്. നമ്മൾ ഗൂഗിൾ യൂസ് ചെയ്യുന്ന പോലെ തന്നെ ഇനി സെർച്ച് എഞ്ചിന്റെ എവിടെയെങ്കിലും ക്വിസിലോ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ക്വിസിലോ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ ഓപ്പൺ എയുടെ ChatGPTയും ഇന്ന് എന്താണ്? ഒരു സെർച്ച് എഞ്ചിൻ ആയിട്ട് മാറിയിട്ടുണ്ട്. സോ അറൗണ്ട് chat.com എന്നുള്ള സൈറ്റിലേക്ക് നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെർച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നേരെ എത്തുണ്ടാവുക ChatGPTയിലേക്കായിരിക്കും. അറൗണ്ട് 140 കോടി രൂപ കൊടുത്തിട്ടാണ് chat.com എന്നുള്ള ഡൊമെയിന് ഓപ്പൺ AI കഴിഞ്ഞ മാസങ്ങളിൽ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ഇന്ത്യയിൽ നിന്നുള്ള ഒരാളടുത്ത് നിന്നൊക്കെയായിരുന്നു അതിന്റെ ഡൊമൈൻസ് പർച്ചേസിങ് കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നത്. അറൗണ്ട് 140 കോടി രൂപയോളാണ് അതിന് വേണ്ടിയിട്ട് അവർ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ആ പർച്ചേസ് ചെയ്ത ടൈമിന് സാം ആൾട്ട്മാൻ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു. സ്റ്റേറ്റ്മെന്റ് ലൈക്ക് എന്തായിരുന്നു അന്ന് പറഞ്ഞത് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ആളുകളെ സിംപ്ലിഫൈ ചെയ്തിട്ട് ഏറ്റവും ഷോർട്ട് ആയിട്ട് അല്ലെങ്കിൽ എത്രയും ഫാസ്റ്റ് ആയിട്ട് ആളുകൾക്ക് എന്താക്കണം ChatGPT യൂസ് ചെയ്യാൻ വേണം. അതുകൊണ്ടാണ് chat.com എന്നുള്ള 4 അക്ഷരത്തിൽ അവരെന്താക്കിയിട്ടുള്ളത് അവരെ സിസ്റ്റം കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. സോ മാക്സിമം അപ്ഡേറ്റുകൾ കൊണ്ടുവന്ന് അല്ലെങ്കിൽ അത്രയും മാറ്റങ്ങളാണ് എന്താക്കിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് ChatGPTയിലായാലും അല്ലെങ്കിൽ മറ്റു ടൂൾസുകളൊക്കെ വരുന്നുള്ളത്. പക്ഷേ അതിൽ ഏറ്റവും കൂടുതൽ അപ്ഡേറ്റ് വരുന്ന ഒരു സിസ്റ്റമാണ് ഇത് ChatGPT. നമ്മളൊക്കെ യൂസ് ചെയ്യുന്ന നമ്മുടെയൊക്കെ കയ്യിലുള്ള ChatGPT. ഇതിൽ നിങ്ങളൊക്കെ ChatGPT യൂസ് ചെയ്യാൻ തുടങ്ങിയത് ഏത് കാലഘട്ടം മുതലായിരിക്കും? അല്ലെങ്കിൽ ഒരു 1 ഇയർ ആയവരുണ്ട്. അല്ലെങ്കിൽ ഇത്ര മാസം മുതലാണ് നമ്മളൊരു ലൈക്ക് ഒരു 2 മന്തായി അല്ലെങ്കിൽ 3 മന്തായി അല്ലെങ്കിൽ ഞാൻ 1 ഇയർ ആയി ChatGPT സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് എന്ന് നിങ്ങളൊന്ന് ജസ്റ്റ് ഏത് ടൈമിനാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത്? ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്ത് എല്ലാവരും. 2022 യെസ്. ബാക്കിയുള്ളവര് 2022, 23 2 മന്ത്സ്, 23, 24 യെസ്. 23, 24, 22 അങ്ങനെയൊക്കെ ആയിട്ട് പല രീതിയിൽ യെസ് 1 മന്ത് ആയിട്ടുള്ളവരുണ്ട്, 2 മന്ത് ആയിട്ടുള്ളവരുണ്ട്, ഓൾമോസ്റ്റ് 1 ഇയർ ആയിട്ട് യൂസ് ചെയ്യുന്നവരുണ്ട് 2022 യെസ്. ഇതിൽ തുടക്കം മുതലേ ഇതിന്റെ ബാക്കിൽ പോകുന്നവരും ഇതിലുണ്ട്. 3 മന്ത്സ് ആയിട്ട് യൂസ് ചെയ്യുന്നവരുണ്ട്. അങ്ങനെ പല രീതിയിലായിട്ട് ഇതിനെ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരുപാട് പേരുണ്ട്. യെസ് 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 2024ഉം 3യിലും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് എക്സ്പേർട്സ് ഇതിലുണ്ട് എനിക്കറിയാം. സോ നമ്മൾ 2022 അല്ലെങ്കിൽ 2023 അല്ലെങ്കിൽ 2 മാസം 3 മാസം മുന്നേ യൂസ് ചെയ്തവരും ഇന്ന് ChatGPT എടുത്ത് യൂസ് ചെയ്യുന്ന സമയത്തിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ടോ? ഫീൽ ചെയ്തിട്ടില്ലേ? 2022 ഉണ്ടായിരുന്ന അല്ലെങ്കിൽ 2023 ഉണ്ടായിരുന്ന ChatGPT ആണോ ഇന്ന് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഉള്ളത്? ആണോ? അല്ല. അതിലെന്താക്കിയിട്ടുണ്ട് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നമ്മളൊന്ന് ഫസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് റീതിങ്ക് ചെയ്ത് നോക്കി അല്ലെങ്കിൽ അങ്ങനെ ബാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കറിയാം 2022 ChatGPT ലോഞ്ച് ചെയ്ത ടൈമിൽ എന്തായിരുന്നു നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്?
അല്ലെങ്കിൽ ചാറ്റ് ജി പി ടി എന്തുകൊണ്ടാണ് ഇത്രയും സിമ്പിൾ അല്ലെങ്കിൽ ഇത്രയും ആളുകൾ യൂസ് ചെയ്യാനുള്ള കാരണം? നമുക്ക് ഗൂഗിൾ എടുത്തിട്ട് ഞാനിപ്പം ഞാൻ നിങ്ങൾക്ക് എക്സാമ്പിൾ കാണിച്ചു തരാം. ഞാൻ എൻ്റെ ഗൂഗിൾ എടുത്തു. സോ ദെൻ ഞാൻ ജസ്റ്റ് നോട്ട് എന്ന് വേണ്ടിയിട്ട് സെർച്ച് ചെയ്യാണ്. ഒരാൾക്ക് എന്താക്കണം, നോട്ട് എയിൻ്റെ ഡീറ്റെയിൽസ് കിട്ടണം, അല്ലെങ്കിൽ എന്നെ കുറിച്ച് എന്താക്കണം ഒരാൾക്ക് ഹു ഈസ് ദ ഫൗണ്ടർ അല്ലെങ്കിൽ സിഇഒ. ഒരാൾക്ക് എന്താക്കണം, എന്നെക്കുറിച്ചും അല്ലെങ്കിൽ എൻ്റെ കമ്പനീനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ എന്താക്കണം, കിട്ടണം എന്നുണ്ടെങ്കിൽ വിചാരിക്കാം. ഇങ്ങനെ പോയിട്ട് ഒരാൾ എന്താക്കുക, ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്നുണ്ടാവുമോ? അല്ലെങ്കിൽ അയാൾ പോയിട്ട് എന്താക്കുക, ജസ്റ്റ് നോട്ട് ചെയ്യുന്ന അടിക്കാൻ വിചാരിക്കുക. നോട്ട് ചെയ്യുന്ന അടിച്ചു കഴിഞ്ഞാൽ എന്താ അവിടെ കാണുന്നുള്ളത്? ഇവിടെ ഒരുപാട് എന്തുണ്ട്, ലിങ്കുകളുണ്ട്, അങ്ങനത്തെ കുറേ സാധനങ്ങളായിരിക്കും എന്താക്കുക ഇവിടെ കാണിക്കുന്നുണ്ടാവുക. അല്ലെങ്കിൽ അയാൾ പോയിട്ട് എൻ്റെ പേര് അടിച്ചു നോക്കാന്ന് വിചാരിക്കുക. അൻസാർ നോട്ടേന്ന് അടിക്കുമ്പോൾ യെസ് അൻസാർ നോട്ടേൻ്റെ പ്രൊഫൈൽസ് ഉണ്ട്, അൻസാർ നോട്ടേൻ്റെ ഇൻസ്റ്റഗ്രാം ഉണ്ട്, വെബ്സൈറ്റ് ഉണ്ട്, യൂട്യൂബിലുള്ള വീഡിയോസുകളുണ്ട്, ആൻഡ് കുറേ ആർട്ടിക്കിൾസ് സാധനങ്ങളുണ്ട്, ആൻഡ് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ പോസ്റ്റേഴ്സ് കാണിക്കുന്നുണ്ട്. ഞാൻ ഇവിടെ ചിത്രങ്ങളിലേക്ക് ഇമേജസ് വന്നു കഴിഞ്ഞാൽ എൻ്റെ കുറേ ഫോട്ടോസും കുറേ ലിങ്കുകളും അങ്ങനത്തെ കുറേ വീഡിയോസ് കാര്യങ്ങളായിട്ട് എന്താക്കുന്നുണ്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. വീഡിയോയിലേക്ക് വരുമ്പോൾ വീഡിയോസിലായിട്ട് എന്നെക്കുറിച്ചുള്ള കുറേ വീഡിയോസും കുറേ സാധനങ്ങൾ എന്താക്കുന്നുണ്ട് കാണിക്കുന്നുണ്ട്. ആൻഡ് ഈ ഒരു രീതിയിലാണ് ഒരാൾക്ക് ഡാറ്റ കിട്ടുന്നുണ്ടെങ്കിൽ, ഞാനിപ്പോൾ പെട്ടെന്ന് ഒരാളെ കുറിച്ച് സെർച്ച് ചെയ്യാനുണ്ടെങ്കിൽ അയാൾ എന്തൊക്കെ ചെയ്യേണ്ടി വരും? ഈ കാര്യങ്ങളിലൊക്കെ പോയിട്ട് സെർച്ച് ചെയ്തെടുത്താൽ മാത്രമേ അയാൾക്ക് എന്താക്കാൻ പറ്റുള്ളൂ, അയാൾ വിചാരിച്ച രീതിയിലുള്ള റിസൾട്ട് അയാൾക്ക് കിട്ടുന്നുണ്ടാവുള്ളൂ. ആൻഡ് അതേ സാധനം ഞാൻ എന്താക്കുകയാണ്, ചാറ്റ് ജി പി ടി പോയിട്ട് ഞാൻ എന്താക്കുക ചോദിക്കുകയാണ്, ചാറ്റ് ജി പി ടി എങ്ങനെ ഏത് രീതിയിലായിരിക്കും നമുക്ക് ആൻസർ തരാൻ നോക്കാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഒരുപാട് ലിങ്കുകളായിട്ട് മെൻറ്റർ നോട്ട് ചെയ്യുന്നുണ്ട്. സോ അതെടുത്ത് കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് ഡീറ്റെയിൽസ് ഇവിടെ കാണാം. ആൻഡ് ബാക്കി ഡീറ്റെയിൽസ് അവിടെ കിട്ടുന്നുണ്ടാവില്ല. ഞാൻ പിന്നെ എന്താക്കും, ഞാൻ ലിങ്ക്ഡിൻ എടുത്ത് നോക്കും. ലിങ്ക്ഡിൻ എടുത്ത് നോക്കുമ്പോൾ എനിക്ക് എന്താക്കാം, ഇവിടെ കുറേ ഡീറ്റെയിൽസുകൾ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. സോ ഇവിടെ ആയിട്ട് കുറേ ഡീറ്റെയിൽസുകൾ കാണാം. ആൻഡ് ചിലപ്പം അതിലും ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവില്ല. ഒരു പക്ഷേ അതിൽ ഞാൻ എന്തൊക്കെ പ്രൊഫഷണൽ കാര്യങ്ങൾ മാത്രമായിരിക്കും അതിൽ ചെയ്തിട്ടുണ്ടാവുക. ഞാൻ അതെടുത്ത് കഴിഞ്ഞാൽ അടുത്തെന്താക്കും, അവർ ഇൻസ്റ്റഗ്രാം എടുത്ത് നോക്കും. ഇൻസ്റ്റഗ്രാം ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്താക്കും, കുറേ കാര്യങ്ങൾ നോട്ട് ചെയ്യതിൻ്റെ ബന്ധപ്പെട്ട് എന്താക്കുന്നുണ്ടാവും, കാണുന്നുണ്ടാവും. അല്ലെങ്കിൽ എൻ്റെ പേഴ്സണൽ പ്രൊഫൈൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണുന്നുണ്ടാവും. ആൻഡ് അടുത്തൊരാൾ വന്നിട്ട് അയാൾ നേരെ ചാറ്റ് ജി പി ടി എടുത്തിട്ടാണ് ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുള്ളത്. ദ ഫൗണ്ടർ ആൻഡ് സിഇഒ ഓഫ് നോട്ട് എ ഐ ഈസ് അൻസാർ എം പി, സ്റ്റുഡൻറ് ഓണ്ടർപ്രണർ ഫ്രം കേരള, ഇന്ത്യ. ഹീസ് എസ്റ്റാബ്ലിഷ് ഇൻ നോട്ട് ഇൻ 2022 and was yes, Kerala's first student AI tech startup ആണ്. The company headquarters in Calicut, operating with a small team, 2 to 10 employees. And nowadays focusing making artificial intelligence education access for including the land. Yes എന്നൊക്കെ പറഞ്ഞിട്ട് എന്താക്കി, നമ്മളുടെ ആപ്ലിക്കേഷനിലെ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എന്താക്കി, വേരിയസ് ട്രെയിനിങ് സെഷൻസ് കാര്യങ്ങളുണ്ട്, വെബിനാറുകൾ ഉണ്ടാക്കാറുണ്ട്, ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടാക്കി കറക്റ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് എന്താക്കി ഇവിടെ കിട്ടി. ഈ രീതിയിൽ കിട്ടുന്നതാണോ അല്ലെങ്കിൽ ഇവിടെ പോയിട്ട് ഈ രീതിയിൽ കിട്ടുന്നതാണോ ബെറ്റർ? ഏതാണ്? ഇവിടെ ഞാൻ സെയിം ക്വസ്റ്റ്യൻ കൊടുത്തപ്പോൾ എന്താക്കി, എനിക്ക് ഒരുപാട് ലിങ്കുകളാണ് തന്നിട്ടുള്ളത്. എനിക്ക് പേഴ്സണലൈസ്ഡ് ആയിട്ടാണോ ഇവിടെ എനിക്ക് റെസ്പോൺസ് തന്നിട്ടുള്ളത്? അല്ല. പക്ഷെ ഇവിടെ എന്താക്കി, ഞാൻ ചാറ്റ് ജി പി ടിയിൽ വന്നപ്പോൾ ഞാൻ എൻ്റെ ക്വസ്റ്റ്യൻസ് കൊടുത്തു, ഞാൻ എൻ്റെ നീഡ് മാത്രം കൊടുത്തു. അപ്പോൾ ചാറ്റ് ജി പി ടി എങ്ങനെ എനിക്ക് തന്നിട്ടുള്ളത്? എനിക്കിപ്പോൾ ഞാനൊരു ഒരു ബ്രൗസർ ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ ഒരു ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യാൻ വിചാരിക്കുക. സോ അദ്ദേഹത്തിന് അല്ലെങ്കിൽ ആ ചെയ്യുന്ന ആൾക്ക് ഡീറ്റെയിൽസ് കിട്ടാണ്ടെങ്കിൽ ജസ്റ്റ് ചാറ്റ് ജി പി ടിയോട് പോയി ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം എന്താണോ എന്തിനാണോ അയാൾ ചോദിച്ചിട്ടുള്ള ആ കാര്യങ്ങൾ മാത്രം എന്താക്കി ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ ആൻസർ കിട്ടി. ഈ രീതിയിലാണ് ആൻസർ കിട്ടുന്നുണ്ടെങ്കിൽ എന്താണ്, അവർക്ക് അവിടെ ക്ലിയർ ആണ് ആ ക്വസ്റ്റ്യനുള്ള ആൻസർ. അല്ലേ? ക്ലിയർ ആണോ? എനിക്ക് ആവശ്യമുള്ള കാര്യം ഇവിടുന്ന് കിട്ടിയില്ലേ? യെസ്. മറ്റേ നമ്മൾ കുറേ ടൈം എടുത്ത് സ്പെൻഡ് ചെയ്തതിനപ്പുറമായിട്ട് ഇവിടെ നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ മൊത്തം എന്താക്കി കിട്ടി. ഇതന്നായിരുന്നു ചാറ്റ് ജി പി ടിയിൽ ആദ്യം വന്ന നമ്മളൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്ന മാറ്റവും. സോ അതിനുശേഷം എന്താക്കി, നമ്മൾ ആദ്യം വന്നിട്ടുണ്ടായിരുന്നത് ടെക്സ്റ്റ് ടു ടെക്സ്റ്റ് മോഡൽ ആയിട്ടായിരുന്നു ചാറ്റ് ജി പി ടി ആദ്യം ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് നമ്മളൊരു ടെക്സ്റ്റ് കൊടുക്കുന്നു, സോ അതിനുള്ള ആൻസർ ആയിട്ട് ടെക്സ്റ്റ് ഫോർമാറ്റിൽ നമുക്ക് എന്താക്കും, ഇൻപുട്ട് അല്ലെങ്കിൽ ഔട്ട്പുട്ട് തരുന്നുണ്ടാവും. അങ്ങനെയല്ലായിരുന്നു ആദ്യം കിട്ടിയിട്ടുണ്ടായിരുന്നത്. വെറും ടെക്സ്റ്റ് മാത്രമായിരുന്നു നമുക്ക് ആദ്യം പറ്റിയിട്ടുണ്ടായിരുന്നു, ജസ്റ്റ് ഇംഗ്ലീഷിലുള്ള ടെക്സ്റ്റുകൾ മാത്രം. പക്ഷെ ഇന്ന് എന്തൊക്കെ നമുക്ക് പറ്റും, നമ്മൾ ഇന്ന് മംഗ്ലീഷിൽ കൊടുത്താൽ പോലും ചാറ്റ് ജി പി ടിക്ക് മനസ്സിലാവും. ട്രൈ ഔട്ട് ചെയ്തിട്ടുണ്ടോ?
നിങ്ങൾക്ക് ഇനി ഇംഗ്ലീഷ് പോലും അറിയേണ്ട ആവശ്യമില്ല. ജസ്റ്റ് മംഗ്ലീഷിൽ കൊടുത്താൽ മതി. മലയാളം അറിയേണ്ട ആവശ്യമില്ല. മംഗ്ലീഷിൽ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ പോലും ഇന്ന് എന്താക്കാൻ പറ്റും, ചാറ്റ് ജി പി ടിക്ക് ആൻസറുകൾ കൊടുക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ അതിനുശേഷം എന്ത് വന്നു, ചാറ്റ് ജി പി ടിയിൽ നമുക്ക് PDF-കളായിട്ടും ഫയലുകളായിട്ടൊക്കെ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് വന്നു. ആൻഡ് ഇന്റർനെറ്റ് ആക്സസ് ചാറ്റ് ജി പി ടിക്ക് വന്നു. അതിനുശേഷം O1 O3 മോഡലുകൾ വന്നു, 4 വന്നു. ആൻഡ് ലേറ്റസ്റ്റ് ആയിട്ട് O4 എന്നുള്ള മോഡലുകൾ വന്നു. ഓക്കെ, ലേറ്റസ്റ്റ് ആയിട്ടുള്ള O4 എന്ന മോഡലുകളിലേക്ക് എത്തി. അങ്ങനെ അത്രയും അപ്ഡേറ്റഡ് ആണ് എന്താക്കിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ഡെയിലി ബേസിസിലും ഇത് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ അതിനുശേഷം ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡീപ്പ് റിസർച്ച്, അതായത് നമ്മളൊരു ടോപ്പിക്കിനെ കുറിച്ച് സെർച്ച് ചെയ്യുകയാണെങ്കിൽ വേൾഡിൽ ഇന്റർനെറ്റിൽ എവിടൊക്കെ ആ ഡാറ്റ ഉണ്ടോ ആ ഡാറ്റ മൊത്തം അതെടുത്തിട്ട് നമുക്ക് ഏറ്റവും ലിസ്റ്റ് ആയിട്ട് ഇങ്ങ് കൊണ്ടുതരും. സോ ഒരു റിസർച്ചിങ് പർപ്പസ് ഒക്കെ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ടോപ്പിക്കിനെ കുറിച്ച് സ്റ്റഡി ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിലൊക്കെ, സോ ആ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൊടുത്തു കഴിഞ്ഞാൽ മതി. സഞ്ചാർ നോട്ടയിനെ കുറിച്ചാണ് ഒരാൾക്ക് അറിയേണ്ടതുണ്ടെങ്കിൽ, ഞാൻ ഇന്റർനെറ്റിലല്ല എൻ്റെ സോഷ്യൽ മീഡിയയിൽ എന്തൊക്കെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടോ അത് മൊത്തം അതെടുത്തിട്ട് കൊണ്ടുവരും. ഡീപ്പ് റിസർച്ചും റിസർച്ചും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് മോഡൽസുകൾ എന്താക്കിയിട്ടുണ്ട്, വന്നിട്ടുണ്ട്. സോ ഡീപ്പ് സെർച്ച് അല്ല, ഡീപ്പ് റിസർച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു, ഡീപ് സീക്ക് അല്ല, ചാറ്റ് ജി പി ടിന്റെ ഉള്ളിൽ വന്നിട്ടുള്ള മാറ്റങ്ങളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഡീപ്പ് റിസർച്ച് ഉണ്ട്, സെർച്ച് ഉണ്ട്, അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ, ഒരുപാട് ഓപ്ഷൻസുകൾ ഉണ്ട്. സോ നമുക്ക് അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് A to Z കാര്യങ്ങൾ എന്താക്കാം, നമുക്ക് പരിചയപ്പെടാം. ഓക്കെ, ഞാൻ അതിന്റെ മുന്നായിട്ട് ഞാൻ എൻ്റെ സ്ക്രീനിലേക്ക് തന്നെ വരാം. യെസ്, നിങ്ങൾക്ക് സ്ക്രീൻ വിസിബിൾ ആണല്ലോ, വിസിബിൾ ആണല്ലോ. Yes. യെസ്. സോ എവല്യൂഷൻ ഓഫ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നുള്ള ടോപ്പിക്കിലൂടെ നമ്മൾ എന്തായാലും എന്താക്കണം, ഒന്ന് ഓടിച്ചു പോലും നിർബന്ധമാണ്. അറൗണ്ട് 1940-കളിൽ മുതലേ കമ്പ്യൂട്ടറുകളിൽ മാറ്റം വരുത്തി കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹത്തിന്റെ പുറത്തായിട്ട് ഇതിന്റെ റിസർച്ചുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഫസ്റ്റ്. എന്നാലും ആദ്യത്തെ AI പ്രോഗ്രാമിംഗ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് 1956-ലാണ്. ഈ ഒരു 1956 മുതലാണ് എന്താക്കിയുള്ളത്, ചാറ്റ് ജി പി ടി അല്ലെങ്കിൽ ചാറ്റ് ജി പി ടി അല്ല, സോറി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നുള്ള ടേമും അല്ലെങ്കിൽ അതിനോടുള്ള ടെക്നോളജി വളർന്നു വന്നിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ അതിന്റെ കാര്യങ്ങളെക്കുറിച്ച് റിസർച്ച് ചെയ്ത് അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന എപ്പോഴായിരുന്നു, 1956 മുതലായിരുന്നു. പക്ഷെ നമ്മൾ ഈ ഒരു അറിയാൻ തുടങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ 21st സെഞ്ചുറി മുതലാണ് നമ്മൾ എന്താക്കാൻ തുടങ്ങിയിട്ടുള്ളത്, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. സോ ഒരുപാട് ഡാറ്റ വെച്ച് കമ്പ്യൂട്ടറിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടായിരുന്നു ഫസ്റ്റിൽ ഇതിന്റെ പ്രാരംഭഘട്ടം എന്നുണ്ടായിരുന്നത്. സോ വൈ AI ബിക്കം എ റവല്യൂഷൻ, എന്തുകൊണ്ടാണ് AI റവല്യൂഷൻ ആയിട്ട് മാറിയിട്ടുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇൻക്രീസിങ് കമ്പ്യൂട്ടർ പവർ, അതായത് AI വന്നോട് കൂടിയിട്ട് തന്നെ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിന് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അതായത് വലിയൊരു സിസ്റ്റം, അല്ലെങ്കിൽ നമുക്ക് ഒരു മുൻപ് കാലങ്ങളിലൊക്കെ നമുക്കൊരു എന്താ പറയുക, ഒരു പ്രൊജക്റ്റ് അല്ലെങ്കിൽ പുതിയൊരു സാധനം നമ്മൾ റൺ ചെയ്യണം, അല്ലെങ്കിൽ ഒരു സിസ്റ്റം യൂസ് ചെയ്യാനുണ്ടെങ്കിൽ നമ്മൾ തന്നെ ആലോചിച്ചാൽ മതി. ഗെയിമുകൾ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആദ്യം എന്താക്കേണ്ടി വരും, നമ്മൾ ആദ്യം ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിലായിരുന്നു നമ്മൾ എന്താക്കുക, ഒരു കമ്പ്യൂട്ടറിലായിരുന്നു ചെയ്യുക. ആ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ ഭയങ്കര പവർഫുൾ ആയിരിക്കണം, അതിന് ഒരുപാട് ഡാറ്റ വേണ്ടി വരും, അല്ലെങ്കിൽ നല്ല റാം വേണ്ടി വരും, നല്ല സ്റ്റോറേജ് വേണ്ടി വരും. യെസ്, നോട്ട്സ് കാര്യങ്ങളൊക്കെ ഞാൻ വാട്സപ്പിൽ ഷെയർ ചെയ്യും. ഈ കാര്യങ്ങളൊക്കെ വേണ്ടി വരുന്ന ഒരു കാലഘട്ടമായിരുന്നു. അതായത് ഭയങ്കര സിസ്റ്റം, അല്ലെങ്കിൽ അത്രയും ഹൈ എൻഡ് സിസ്റ്റം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെയൊക്കെ മാക്സിമം പവർ എടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇന്ന് ചാറ്റ് ജി പി ടി ഏതൊരാളുടെ കയ്യിലും ഏതൊരു ഫോണിലുള്ള ആൾക്കും യൂസ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഇന്റർനെറ്റ് ആക്സസ് ഉണ്ടായാൽ മാത്രം മതി. ഏത് ക്രോമിലാണെങ്കിൽ അല്ലെങ്കിൽ ഏത് ബ്രൗസറിലാണെങ്കിലും എന്താക്കാൻ വേണ്ടി പറ്റും, ഇന്ന് ചാറ്റ് ജി പി ടി നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതിന് ഏത് ഫോണാണ്, ഇതിന് ഐഫോൺ വേണമെന്ന് തന്നെ നിർബന്ധമുണ്ട്, അല്ലെങ്കിൽ നല്ല പവർഫുൾ ഫോൺ വേണം നിർബന്ധമുണ്ടോ? ഇല്ല. ഏത് ഫോൺ ഉണ്ടെങ്കിലും എന്താക്കുക, ഇന്റർനെറ്റ് ഉള്ള ഒരാൾക്ക് അതിനെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന രീതിയിലേക്ക് മാറ്റിയാൽ. ആൻഡ് മാസീവ് ഡാറ്റ അവൈലബിലിറ്റി, ഈ AI കാര്യങ്ങളൊക്കെ വന്നോട് കൂടിയിട്ട് നമുക്ക് ഡാറ്റയ്ക്ക് ഒരു ലിമിറ്റേഷൻ ഇല്ലാത്ത അവസ്ഥയിലേക്ക് എന്താക്കി മാറി. അതായത് നമുക്ക് എന്ത് കാര്യങ്ങൾ റിസർച്ച് ചെയ്യണമെങ്കിലും എന്ത് ഡാറ്റ കിട്ടണമെങ്കിലും നമുക്ക് ജസ്റ്റ് AI സിസ്റ്റത്തിൽ നിന്ന് കിട്ടാൻ പറ്റുന്ന രീതിയിലേക്ക് എന്താക്കി മാറ്റിയിട്ടുണ്ട്. ആൻഡ് മെഷീൻ ലേണിംഗിന്റെ കാപ്പബിലിറ്റി കൂടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഡീപ്പ് ലേണിംഗ് എന്നുള്ള സിസ്റ്റത്തിലേക്ക് നമുക്ക് എന്താക്കി ആഫ്റ്റർ 2010 ശേഷം അതിൻ്റെ ഒരു മാറ്റങ്ങളിലേക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. സോ അതിനുശേഷമാണ് 2022 മുതലാണ് നമ്മൾ ചാറ്റ് ജി പി ടിനെ കുറിച്ച് നമ്മൾ എന്താക്കാൻ വേണ്ടി പോകുന്നുള്ളത്, കേൾക്കാൻ വേണ്ടി പോകുന്നുള്ളത്. സോ ചാറ്റ് ജി പി ടി എന്ന് പറഞ്ഞാൽ എന്താ, ചാറ്റ് ജി പി ടി സ്റ്റാൻഡ് ഫോർ ചാറ്റ് ജനറേറ്റീവ് പ്രീ ട്രെയിൻ ട്രാൻസ്ഫോമർ. ചാറ്റ് ജി പി ടി എന്ന് പറഞ്ഞാൽ എന്താ, സോ ചാറ്റ് ജി പി ടി ചാറ്റ് ജനറേറ്റീവ് പ്രീ ട്രെയിൻഡ് ട്രാൻസ്ഫോമർ. പ്രീ ട്രെയിൻഡ് ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ എന്താ, ഓൾറെഡി ട്രെയിൻ ചെയ്തിട്ടുള്ള ഡാറ്റാസിൽ നിന്ന് നമുക്ക് എന്താക്കുക, ഡാറ്റ നമ്മളൊരു ക്വസ്റ്റ്യൻസ് കൊടുക്കുന്ന ടൈമിൽ നമുക്ക് റിസൾട്ട് ആയിട്ട് തരികയാണ് ചെയ്യുന്നത്. ആൻഡ് ഐ ടൂൾ ദാറ്റ് ആൻസർ ക്വസ്റ്റ്യൻ ആൻഡ് കംപ്ലീറ്റ് ദ ടാസ്ക്. സോ നമ്മൾ ചാറ്റ് ജി പി ടി അല്ലെങ്കിൽ മറ്റൊന്നിനോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ടൈമിൽ അത് അതിൻ്റെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് എന്താക്കും, റെസ്പോൺസ് തരുന്നുണ്ടാവും. ആൻഡ് നമ്മൾ പഠിക്കാൻ പോകുന്ന ചാറ്റ് ജി പി ടി എന്ന ടൂൾ ആരാ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്, ആരാണ്, ഏത് കമ്പനീൻ്റെ ആണ് ചാറ്റ് ജി പി ടി എന്നുള്ള ടൂള്, അറിയോ? കമ്പനിയുടെ പേര് ജസ്റ്റ് എല്ലാവരും ഒന്ന് പെട്ടെന്ന് കമന്റ് ചെയ്തേ, അറിയുന്നവരുണ്ടോ? എനിവൺ? OpenAI. യെസ്, കറക്റ്റ്. യെസ്, ഓപ്പൺ എ എന്ന് പറഞ്ഞ കമ്പനിയുടേതാണ് ചാറ്റ് ജി പി ടിയുടെ
അല്ലെങ്കിൽ ചാറ്റ് ജി പി ടി എന്ന ടൂള്. ഈ ഓപ്പൺ എയുടെ ഒറ്റ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഓപ്പൺ എയ്ക്ക് ഒരു പ്രൊഡക്റ്റ് മാത്രമല്ല ഉള്ളത്, ചാറ്റ് ജി പി ടി മാത്രമല്ല ഉള്ളത്. സൊറ എന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് ടൂൾസുകൾ എന്തിനുണ്ട് ഈ ഓപ്പൺ എ എന്ന് പറഞ്ഞ കമ്പനിയുടെ അണ്ടറിലായിട്ടുണ്ട്. സോ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് എന്താക്കാം, നമുക്ക് വരുന്ന ഡേയ്സിലായിട്ട് പഠിക്കാം. സോ അതിനുശേഷമാണ് നമുക്ക് എന്താക്കിയിട്ടുള്ളത്, ഇപ്പം 2022 ശേഷം നവംബറിൽ ചാറ്റ് ജി പി ടി ലോഞ്ച് ചെയ്തു. അതിനുശേഷമാണ് ഈ ചാറ്റ് ജി പി ടിയിലുള്ള ടെക്നോളജി ഇത്രയും മാറ്റങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത്. സോ എങ്ങനെയാണ് ഈ ചാറ്റ് ജി പി ടിയിൽ നമുക്ക് വരുന്നുള്ളത്, സോ നമ്മൾ ഒരുപാട് ടെക്സ്റ്റുകൾ കൊടുക്കും, അതിൻ്റെ ടെക്സ്റ്റ് ഇത് പ്രോസസ്സ് ചെയ്തിട്ടുള്ള ആൻസറുകൾ നമുക്ക് എന്താക്കി തരുന്നുണ്ടാവും, റിസൾട്ടായിട്ട് ചാറ്റ് ജി പി ടി തന്നുകൊണ്ടിരിക്കുകയുണ്ട്. സോ ചാറ്റ് ജി പി ടിയിൽ ഒരുപാട് ഡാറ്റാസ് വെച്ചിട്ടാണ് നമുക്ക് ആൻസറുകൾ തരുന്നുള്ളത് ഞാൻ പറഞ്ഞു. യൂസിങ് ലാർജ് ലാംഗ്വേജ് മോഡലുകൾ യൂസ് ചെയ്തിട്ടാണ് എന്താക്കുന്നത് ചാറ്റ് ജി പി ടിന്ന് നമുക്ക് റെസ്പോൺസുകൾ തരുന്നുള്ളത്. സോ നമ്മളൊരു ഡാറ്റ കൊടുക്കുന്നു അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ കൊടുക്കുന്നു, അതിൻ്റെ അടുത്തുള്ള ഡാറ്റയിൽ നിന്ന് അത് ടോക്കൺസ് കണക്ട് ചെയ്തിട്ട് നമുക്ക് എന്താക്കും റിസൾട്ടുകൾ തരുന്നുണ്ടാവും. സോ ലേൺസ് ഫ്രം ദി വാസ്റ്റ് എമൗണ്ട്സ് ഓഫ് ഡാറ്റ. സോ അതിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു ഈ ലോകത്തുള്ള എല്ലാ ഡാറ്റയും ഇന്ന് ആരെടുത്തുണ്ട്, ചാറ്റ് ജി പി ടിയുടെ അടുത്തുണ്ട്. അത്രയും എമൗണ്ട്സ് ഓഫ് ടൈമും അല്ലെങ്കിൽ മണിയും അവരെന്തിനു വേണ്ടി സ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഈ ഡാറ്റ ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും അത് സ്റ്റോർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടും അവരെന്താക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, സ്പെൻഡ് ചെയ്തുകൊണ്ട് ഇരിക്കുന്നുണ്ട്. സോ നമുക്ക് ഇന്ന് എന്തൊക്കെയാണ് പറ്റുന്നുള്ളത്, ഹൗ ചാറ്റ് ജി പി ടി വർക്ക്സ് എന്നുള്ള രീതിയിലേക്ക് വരാൻ തന്നെ ജനറേറ്റിംഗ് റെസ്പോൺസ് ബേസ്ഡ് ഓൺ ദി ലേൺഡ് പാറ്റേൺസ്. സോ നമുക്ക് ഇന്ന് ചാറ്റ് ജി പി ടി എന്താക്കാൻ വേണ്ടി പറ്റും, ഇന്ന് നമുക്ക് ട്രെയിൻ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ അത് മനസ്സിലാക്കിയെടുത്തുന്ന റെസ്പോൺസുകൾ വെച്ചിട്ട് നമുക്ക് എന്താക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. സോ ചാറ്റ് ജി പി ടി ഇന്ന് റെസ്പോൺസ് തന്നുകൊണ്ടിരിക്കുകയാണ്. സോ ചാറ്റ് ജി പി ടിയുടെ ഒരു മോഡൽ, ചാറ്റ് ജി പി ടിയുടെ മോഡൽസുകൾക്ക് വരികയാണെങ്കിൽ ഞാൻ അതിൻ്റെ ഒരു അടുത്തൊരു ഇത് ഞാൻ ടേബിൾ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഞാൻ അതിലേക്ക് വരാം. ആൻഡ് അതിൻ്റെ അപ്പുറത്തന്നായിട്ട് പിന്നെ നമുക്ക് വരുന്നത് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് ബേസിക്സ് മുതലാണ്. സോ ചാറ്റ് ജി പി ടി എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതും എന്തൊക്കെ രീതിയിൽ നമ്മൾ എന്താക്കണം കൊടുക്കണം എന്നുള്ള കാര്യങ്ങളിലേക്കൊക്കെയാണ് നമുക്ക് അടുത്തത് പോകേണ്ടത്. സോ ചാറ്റ് ജി പി ടി നമ്മളൊക്കെ ഒരു പക്ഷേ അറിയാൻ തുടങ്ങിയ കുറച്ച് മോഡലുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 3.5 ഉണ്ടാവും, 4 ഉണ്ടാവും, ഇതൊക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ 4.0 ഈ മോഡലുകളൊക്കെ ആയിരിക്കാം നമ്മൾ ഒരു പക്ഷേ കണ്ട് കേട്ടി തുടങ്ങിയിട്ടുണ്ടാവുക. പക്ഷേ ചാറ്റ് ജി പി ടിയുടെ ഫസ്റ്റ് മോഡൽ അവർ ലോഞ്ച് ചെയ്തുള്ളത് GPT-1 എന്നുള്ള രീതിയിൽ 2018 അവരുടെ ഫസ്റ്റ് മോഡൽ അവരെന്താക്കിയിട്ടുള്ളത് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ആൻഡ് GPT-2 വന്നു 2019, GPT-3 2020 വന്നു. ആൻഡ് അതിനുശേഷം 2022 GPT-3 എന്നുള്ള മോഡൽ അവരെന്താക്കിയിട്ടുള്ളത് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അതിനുശേഷമാണ് 3.5 എന്നുള്ള മോഡലാണ് ഫസ്റ്റ് അവർ പബ്ലിക്കിന് അനൗൺസ് ചെയ്തിട്ട് എന്താക്കി, അല്ലെങ്കിൽ അത്രയും വാസ്റ്റ് ആയിട്ട് വൈറലായിട്ട് അത്രയും യൂസ് കേസ് വന്നിട്ടുണ്ടായിരുന്ന ടൂളാണ് ഇത് 3.5 എന്നുള്ളത്, നമ്മളൊക്കെ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ അതിനുശേഷം എന്താക്കി 3.5ൻ്റെ ടെർബോ വന്നു, ആൻഡ് O3 വന്നു, O1 മോഡലുകൾ വന്നു, O മിനി, ഹൈ, O മിനി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് മോഡൽസുകൾ വന്നു. ആൻഡ് 4 വന്നു, 4O വന്നു, 4O ഷെഡ്യൂളിംഗ് ടാസ്കുകൾ വന്നു. ആൻഡ് അതേപോലെ തന്നെ 4O മിനി ഹൈ എന്നുള്ള ലേറ്റസ്റ്റ് ഓപ്ഷൻസ് വന്നു. ആൻഡ് അതേപോലെ തന്നെ 4O വിത്ത് ടാസ്ക് എന്നുള്ള ഓപ്ഷൻസ് വന്നു, ഷെഡ്യൂളിംഗ് ടാസ്ക് എന്നുള്ള. അങ്ങനെ ഒരുപാട് മോഡൽസുകൾ എന്താക്കി അവർ ലോഞ്ച് ചെയ്തു. അതിൻ്റെ അടുക്കായിട്ട് തന്നെ എന്തൊക്കെ മാറ്റങ്ങൾ വന്നു, ചാറ്റ് ജി പി ടിയിൽ നമുക്ക് ഇമേജസുകൾ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ് വന്നു, വീഡിയോസ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന സോറ ലോഞ്ച് ചെയ്തു, ക്യാൻവാസ് എന്നുള്ള ഓപ്ഷൻസ് വന്നു, സ്റ്റോർ എന്നുള്ള ഓപ്ഷൻസ് വന്നു. അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് മാറ്റങ്ങൾ ഇന്ന് എന്താക്കിക്കൊണ്ടിരിക്കുകയാണ്, ചാറ്റ് ജി പി ടിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. സോ നമ്മൾ മുന്നേ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ചാറ്റ് ജി പി ടിയെ അല്ലാത്ത രീതിയിലേക്ക് എന്താക്കി ചാറ്റ് ജി പി ടിയിൽ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരുന്നു. അത് നമ്മൾ കൊടുക്കുന്ന ഓരോ റെസ്പോണ്ടുകൾ അല്ലെങ്കിൽ നമ്മൾ അത്രയും സിംപ്ലിഫൈ ചെയ്തിട്ട് മടിയന്മാരാക്കുന്ന രൂപത്തിലേക്ക് എ ഐയിൽ എന്ത് മാറ്റങ്ങൾ എന്താക്കി കൊണ്ട് വരൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. സോ ഇനി ആ എ ഐയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത് എന്ന് എന്താക്കാം നമുക്കൊന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. എല്ലാവരും ചാറ്റ് ജി പി ടി അക്കൗണ്ട് ഉണ്ട് എന്ന് എനിക്കറിയാം. എന്നാലും നിങ്ങളെല്ലാവരും ലോഗിൻ ചെയ്തിട്ടാണോ യൂസ് ചെയ്യാറുള്ളത്? ആപ്പിലാണോ വെബ്സൈറ്റിലാണോ? അതായത് നിങ്ങൾ ആപ്ലിക്കേഷനിലാണോ അല്ലെങ്കിൽ ഫോണിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വെബ് ബ്രൗസറിലാണോ ചാറ്റ് ജി പി ടി യൂസ് ചെയ്യാറുള്ളത്? ഒന്ന് കമൻറ്റ് ചെയ്യോ. ആപ്പിലാണ് യൂസ് ചെയ്യാറ്. യെസ്, ഓൾമോസ്റ്റ് എല്ലാവരും ആപ്ലിക്കേഷൻ ആയിരിക്കാം യൂസ് ചെയ്യുന്നുണ്ടാവുക. സിസ്റ്റം ഉള്ളവർ നിങ്ങൾ ക്രോമിലായിരിക്കും യൂസ് ചെയ്യുക, വെബ്സൈറ്റ്. യെസ്, ഓക്കെ. നിങ്ങൾ എല്ലാവരും ലോഗിൻ ചെയ്തിട്ടുണ്ടോ ചാറ്റ് ജി പി ടി? ലോഗിൻ ആണോ എല്ലാവരും? ഉണ്ടെങ്കിൽ യെസ്, എല്ലാവരും ലോഗിൻ ചെയ്തിട്ടാണ് യൂസ് ചെയ്യാറുള്ളത്. അല്ലെങ്കിൽ ചാറ്റ് ജി പി ടി ഞാൻ കാണിച്ചു തരാം. ചാറ്റ് ജി പി ടി ഇതേ രീതിയിൽ ലൈക്ക് നമ്മൾ ഓപ്പൺ ചെയ്യുന്ന ടൈമിൽ ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് ലോഗിൻ എന്നുള്ള ഓപ്ഷൻസ് കാണിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ എല്ലാവരും ലോഗിൻ ചെയ്തതിന് ശേഷമല്ലേ നിങ്ങൾ യൂസ് ചെയ്യുന്നുള്ളത്? നിങ്ങളുടെ ഒരു മെയിൽ ഐ ഡിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണല്ലോ നിങ്ങൾ യൂസ് ചെയ്യുന്നുള്ളത്, ആണല്ലോ.
പലരും ഞാൻ കണ്ടിട്ടുണ്ട് ക്ലാസ് എടുക്കുന്ന ടൈമിലായാലും പല ആളുകളും എന്താക്കുന്നുണ്ടാവും, ഒരുപക്ഷെ ചിലപ്പോൾ ചാറ്റ് ജി പി ടി ലോഗിൻ ചെയ്യാതായിരിക്കും അവരെന്താക്കുക യൂസ് ചെയ്യുന്നുണ്ടാവുക. ഒരുപക്ഷെ ചിലപ്പോൾ നേരെ ക്രോമിൽ എടുക്കും, അല്ലെങ്കിൽ ലോഗിൻ ചെയ്യാതെ തന്നെ എന്താക്കുക അവർക്ക് വേണ്ടിയ കാര്യങ്ങൾ സെർച്ച് ചെയ്യും ആൻഡ് അതിനുള്ള റെസ്പോൺസ് എടുക്കും. പക്ഷെ പിന്നീട് അവർ ചോദിക്കുന്ന ആ ടോപ്പിക് റിലേറ്റഡ് ചോദിക്കാൻ ടൈമിൽ അവർ പറയുണ്ടാവും, എനിക്ക് ഞാൻ വിചാരിച്ച രീതിയിലുള്ള റെസ്പോൺസ് അല്ല തരുന്നത്, അല്ലെങ്കിൽ ആദ്യം എനിക്കൊരു ഡാറ്റ തന്നു പിന്നെ മറ്റൊരു ഡാറ്റയാണ് എനിക്ക് തരുന്നുള്ളത് എന്ന്. ഈ രീതിയിൽ പലർക്കും എന്താക്കാറുണ്ട്, ഫേസ് ചെയ്യാറുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യേണ്ടത്, ഇതിലേക്ക് എൻ്റർ ആവാൻ വേണ്ടി നമ്മൾ എന്താക്കണം, ചാറ്റ് ജി പി ടി ലോഗിൻ ചെയ്തിട്ടായിരിക്കണം നമ്മൾ എന്താക്കേണ്ടത്, നമ്മൾ ആദ്യം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഫസ്റ്റ് കടമ എന്നുള്ളത്. സോ അതിനുശേഷം ഞാൻ ചാറ്റ് ജി പി ടിയുടെ ഫ്രീ വേർഷൻസ് വെച്ചിട്ട് ഞാൻ എന്താക്കാം കാണിച്ചു തരാം. ഓക്കെ, യെസ്. നമ്മൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേ ഒരു ഇന്റർഫേസ് ആയിരിക്കും എന്താക്കുക നമുക്ക് കാണുന്നുണ്ടാവുക. ഇവിടെ ആയിട്ട് ആസ്ക് എനിത്തിങ് എന്നുള്ളിടത്ത് നമുക്ക് എന്താക്കുക ചാറ്റുകൾ കൊടുക്കാൻ വേണ്ടി പറ്റും. സോ അവിടേക്കാണ് നമ്മൾ പ്രോംപ്റ്റുകൾ കൊടുക്കുന്നുണ്ടാവുക. ചാറ്റ് എന്നുള്ള രീതിയിൽ എന്താക്കുക നമുക്ക് ഇൻപുട്സ് കൊടുക്കാൻ വേണ്ടി പറ്റും. എനിക്കൊരു ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഞാൻ അവിടെ കൊടുക്കുക, ഇവിടെയാണ് കൊടുക്കുന്നുണ്ടാവുക. പിന്നെ അതിൻ്റെ നേരെ അടിയിലായിട്ട് പ്ലസ് എന്നുള്ള ഐക്കൺ കാണാം. ഈ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്ലോഡ് ഫ്രം ദി കമ്പ്യൂട്ടർ, കണക്ട് ടു മൈക്രോസോഫ്റ്റ് ഡ്രൈവ് ആൻഡ് കണക്ട് ടു ഗൂഗിൾ ഡ്രൈവ് എന്നുള്ള ഓപ്ഷൻസുകൾ കാണാം. അതിൽ അപ്ലോഡ് ഫ്രം ദ കമ്പ്യൂട്ടർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്താക്കുക എൻ്റെ അടുത്തുള്ള ഡാറ്റാസ് എനിക്ക് എന്താക്കാൻ വേണ്ടി പറ്റും, ചാറ്റ് ജി പി ടിക്ക് അങ്ങോട്ട് കൊടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ എനിക്ക് എന്താക്കാം, ഇവിടെ PDF അപ്ലോഡ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻസ് എനേബിൾ ആയിട്ടുണ്ട്. സോ എൻ്റെ കയ്യിൽ എനിക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടെന്ന് വിചാരിക്കുക, നിങ്ങളൊക്കെ സ്റ്റുഡൻസ് ഉണ്ടല്ലോ ഒരുപാട് പേര്, നിങ്ങളുടെ അടുത്തുള്ള PDF അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ പേപ്പർ എനിക്ക് എന്താക്കാം ചാറ്റ് ജി പി ടി ഇട്ട് കൊടുത്തിട്ട് ചാറ്റ് ജി പി ടിയോട് പറയാൻ എന്താക്കുക, എനിക്ക് അതിനുള്ള ആൻസറുകൾ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിനുള്ള ആൻസർ ക്രിയേറ്റ് ചെയ്ത് തരാൻ വേണ്ടി ചാറ്റ് ജി പി ടിയോട് പറയാം. ആൻഡ് നിങ്ങൾ ഇനിയിപ്പം ഒരു റിസർച്ച് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് ആ ടോപ്പിക് കൊടുത്തിട്ട് ഇതിനനുസരിച്ച് നിങ്ങളുടെ ടോൺസിലേക്കോ മറ്റു കാര്യങ്ങളിലേക്കൊക്കെ മാറ്റിയിട്ട് എഴുതിപ്പിക്കാൻ വേണ്ടി പറ്റും. സോ ഇതിനെതിരാണ് നമ്മൾ പ്രോംപ്റ്റിംഗ് എന്ന് പറയാറുള്ളത്. പ്രോംപ്റ്റ് എങ്ങനെ കൊടുക്കേണ്ടതെന്നുള്ളത് ഞാൻ അടുത്ത ഭാഗങ്ങളായിട്ട് കവർ ചെയ്യുന്നുണ്ട്. യെസ്, ആൻഡ് ദെൻ പിന്നെ വരുന്നുള്ളതാണ് സെർച്ച് എന്നുള്ളത്. സോ സെർച്ച് ഓപ്ഷൻ ഞാൻ പറഞ്ഞു, ഗൂഗിൾ ഒരു സെർച്ച് എഞ്ചിനായിട്ട് മാറിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്റർനെറ്റ് ആക്സസ് നമുക്ക് എന്താണ് ഇന്ന് ചാറ്റ് ജി പി ടിയിൽ നമുക്ക് എന്താണ് അവൈലബിൾ ആണ്. സോ ഈ സെർച്ച് ഓപ്ഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ റെക്കോർഡ് ക്ലാസ്, റെക്കോർഡ് നമ്മൾ ക്ലാസ് റെക്കോർഡ് റെക്കോർഡ് ക്ലാസ് ഇട്ടിട്ടുണ്ട്. പക്ഷെ മാക്സിമം നിങ്ങൾ എന്താക്കുക ലൈവിൽ തന്നെ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക, അതായിരിക്കും ഒന്നുകൂടി ബെറ്റർ. പിന്നെ നിങ്ങൾ ഒരു പക്ഷേ ചിലപ്പം റെക്കോർഡ് ക്ലാസ് കേൾക്കുക എന്നുള്ളത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടായിരിക്കും. ലൈവ് ആകുമ്പോൾ ഇതിങ്ങനെ കേട്ട് പോകാൻ ചാൻസ് കൂടുതലാണ്. മറ്റേ നിങ്ങൾ ചിലപ്പം ബെറ്റർ നിങ്ങൾ ലൈവ് കേൾക്കുന്നതാണ്. ഓക്കെ, സോ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് റെക്കോർഡ്സ് പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, സോ റെക്കോർഡ് കേൾക്കുന്നവരാണെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സ് വരികയാണെങ്കിൽ എന്താക്കാം നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ചോദിക്കാം, അത് നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, ഒരു മടിയും വേണ്ട. സോ നിങ്ങൾക്ക് എന്താക്കാം ഗ്രൂപ്പിലെ ഡൗട്ട്സ് കാര്യങ്ങൾ ചോദിക്കാം. ഓക്കെ, സോ ഇതിനെ വരുന്നുള്ളതാണ് സെർച്ച്. സോ സെർച്ച് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കുന്ന സാധനങ്ങൾ എന്താക്കും ഇന്റർനെറ്റ് പോയിട്ടായിരിക്കും നമുക്ക് റെസ്പോൺസ് തരുന്നുണ്ടാവുക. സോ ഇത് കോഴിക്കോട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സോ അതെന്താക്കേണ്ട ഇന്റർനെറ്റ് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കറണ്ട് വെതർ എന്താണ് എന്നുള്ളത് ഇപ്പം എന്താക്കും അത് പറഞ്ഞ് തരും. സോ ഇപ്പോഴത്തെ ടുഡേയിലത്തെ വെതർ എന്താണ് എന്നുള്ളത് എന്താക്കിയിട്ടുണ്ട്, അത് പറഞ്ഞ് തന്നിട്ടുണ്ട്. സോ ഏതായിരിക്കും ടുഡേയിലത്തെ എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ എന്താക്കിയിട്ടുണ്ട്, അത് ഷെയർ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ പിന്നെ നമുക്ക് വരുന്നുള്ളതാണ് റീസണിങ് എന്നുള്ളത്. സോ റീസണിങ് എന്നുള്ള എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താക്കും, നമ്മൾ കൊടുക്കുന്നത് തിങ്ക് ചെയ്തിട്ടായിരിക്കും നമുക്ക് റെസ്പോൺസ് വരുന്നുണ്ടാവുക. ഈ റീസൺ നിങ്ങളുടെ ഫസ്റ്റിൽ മോഡൽ നമ്മൾ ഒരു പക്ഷേ കണ്ടിട്ടുണ്ടാവുക ഡീപ് സീക്കിലായിരിക്കാം. ഡീപ് സീക്ക് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഡീപ് സീക്കിൽ നമുക്ക് കാണാം, നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്താക്കും നമുക്കത് ഡീപ് തിങ്ക് ചെയ്തിട്ടായിരിക്കും റെസ്പോൺസ് തരുന്നുണ്ടാവുക. നമ്മൾ ഒരു പക്ഷേ അത് കണ്ടിട്ടുണ്ടാവും. അതിനുശേഷമാണ് എന്താക്കിയുള്ളത് ഈ ഡീപ് തിങ്ക് എന്നുള്ള ഓപ്ഷൻസിലൂടെ ആയിരിക്കും ഫസ്റ്റ് നമ്മൾ ഈ തിങ്കിങ് എന്നുള്ള ഓപ്ഷൻസ് ഒരു പക്ഷേ കണ്ടിട്ടുണ്ടാവാം. അതിനുശേഷമാണ് ചാറ്റ് ജി പി ടി സത്യത്തിൽ ഈ തിങ്കിങ് എന്നുള്ള മോഡൽ എന്താക്കിയിട്ടുണ്ടായിരുന്നത് ആദ്യം റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ദെൻ വരുന്നുള്ളതാണ് ക്രിയേറ്റ് ഇമേജ് എന്നുള്ളത്. സോ ഈ ക്രിയേറ്റ് ഇമേജ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താക്കുക ഇമേജസുകൾ ജനറേറ്റ് ചെയ്യാം. അതേപോലെ തന്നെ ഇവിടെ ക്യാൻവാസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ ക്യാൻവാസ് എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്യുന്നുള്ളത് മെയിനായിട്ട് ഡെവലപ്പേഴ്സിന് വേണ്ടിയിട്ടാണ്. സോ അവിടെ ഒരു ക്യാൻവാസ് ഓപ്പൺ ചെയ്യും, നമുക്ക് അതിൽ എന്താക്കുക നമ്മളുടെ കോഡ് കാര്യങ്ങളൊക്കെ എനിക്ക് എന്താക്കാൻ വേണ്ടി പറ്റും, ഇവിടുന്ന് എഴുതിയെടുക്കാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ ഇവിടെ എന്തുണ്ട്, മൈക്കിൻ്റെ ഓപ്ഷൻ അനേബിൾ ആണ്. സോ മൈക്കിൽ വെച്ചിട്ട് നമുക്ക് എന്താക്കാം, നമ്മൾ ടൈപ്പ് ചെയ്യാൻ ഇനി ടൈം ഇല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് വോയിസ് രീതിയിൽ എന്താക്കാം നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഇംഗ്ലീഷിലാണെങ്കിലാണ് ഒന്നുകൂടിയും ക്യാച്ച് ചെയ്തിട്ട് റെസ്പോൺസ് തരുന്നുണ്ടാവുക. ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് അതെന്തെങ്കിലും
ഡിറ്റക്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. യെസ് മൈക്ക് ഓപ്ഷൻ ഈസ് എനേബിൾ, യു ഡോണ്ട് ഹാവ് എനി ടൈം ടു ടൈപ്പ്. യെസ്, ഞാൻ ഇപ്പോൾ മലയാളത്തിൽ പറഞ്ഞ കാര്യങ്ങൾ എന്താക്കിയിട്ടുണ്ട്, അത് ക്യാച്ച് ചെയ്തിട്ട് ഇംഗ്ലീഷിലാക്കിയിട്ട് റെസ്പോൺസ് ചെയ്തിട്ടുണ്ട്. സോ അത് ഒന്നുകൂടിയും അപ്ഡേറ്റഡ് ആയിട്ടുണ്ട്. ഒരു പക്ഷേ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്തെടുക്കാനുള്ള ടൈം ഇല്ലാന്ന് വിചാരിക്കുക, വെറുതെ എന്താക്കിയത് ജസ്റ്റ് മൈക്ക് ഓപ്പൺ ആക്കിയിട്ട് എന്താക്കുക, നിങ്ങൾക്ക് ചോദിക്കാനുള്ള കാര്യങ്ങൾ മൊത്തം ഡീറ്റെയിൽ ആയിട്ട് എന്താക്കിയാൽ മതി, ഒന്ന് റെക്കോർഡ് ചെയ്ത് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ എന്താക്കും, ദെൻ ജസ്റ്റ് സെൻഡ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള റെസ്പോൺസ് ഇവിടെ എന്താക്കും, തരുന്നുണ്ടാവും. ആൻഡ് ഇവിടെ റെസ്പോൺസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള ഓപ്ഷൻസുകൾ കാണാം. ഇവിടുന്ന് ഡയറക്റ്റ്ലി നിങ്ങൾക്ക് കോപ്പി ചെയ്യാൻ വേണ്ടി പറ്റും. ആൻഡ് ഗുഡ് റെസ്പോൺസ് ഓർ ബാഡ് റെസ്പോൺസ് എന്നുള്ള ഓപ്ഷൻസ് കാണും. ഒരു പക്ഷേ ഇതൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് കണ്ടതാ. ഇപ്പം നിങ്ങൾ വിചാരിക്കേണ്ടാവും ഇവനെന്തിനാ ഇത്രയും ബേസിക് മുതലുള്ള കാര്യങ്ങൾ പറയുന്നത് എന്നുള്ളത്. ഈ ഓരോ ബേസിക് കാര്യങ്ങളും ഒരുപാട് എവിടെയെങ്കിലും ലൈക്ക് നിങ്ങൾ എന്തെങ്കിലും ചെറിയ ചെറിയ ചേഞ്ചസ് ഞാൻ പറയുന്ന കാര്യങ്ങൾ വരുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റും. സോ ബേസിക് മുതലുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ കാരണം ഒരുപാട് പേര് ബേസ് മുതലുള്ള ആളുകൾ ഉണ്ടെന്ന് അറിയാം. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ബേസ് മുതൽ പറയുന്നുള്ളത്. ഇവിടെ ആയിട്ട് ഗുഡ് റെസ്പോൺസ് ആൻഡ് ബാഡ് റെസ്പോൺസ് ഉള്ള ഓപ്ഷൻ ആണല്ലേ. ഇത് ആരെങ്കിലും കൊടുക്കാറുണ്ടോ? നിങ്ങൾക്ക് വരുന്ന റെസ്പോൺസിനെ ബേസ് ചെയ്തിട്ട് ഗുഡ് ഓർ ബാഡ് എന്നുള്ളത് കൊടുക്കാറുണ്ട് ആരെങ്കിലും? എനിവൺ കൊടുക്കാറുണ്ട്? യെസ് യെസ് കൊടുക്കാറുണ്ട്. ഓക്കെ, കുറച്ച് പേര് കൊടുക്കാറുണ്ട്. യെസ്, ഓക്കെ, താങ്ക് യു. നിങ്ങൾ ഇവിടെ കൊടുക്കുന്ന ഓരോ കാര്യങ്ങൾക്കും, അതായത് ലൈക്ക് ജസ്റ്റ് ഞാൻ ഒരു റിയൽ സിനാരിയോ വെച്ച് പറയാണ്. ഞാൻ നിങ്ങൾക്ക് എന്താക്കി ഒരു ടോപ്പിക്കിനെ കുറിച്ച് അല്ലെങ്കിൽ ക്ലാസ് എടുത്തു വിചാരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഒരാൾക്ക് വേണ്ടി ക്ലാസ് എടുത്തു. ആ ക്ലാസ് എടുത്തതിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരാൾ ഫീഡ്ബാക്ക് തന്നെന്ന് വിചാരിക്കുക. ഞാനിപ്പോൾ ക്ലാസ് എടുത്തു, നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് വിചാരിക്കുക. ആ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എന്ത് ആക്കാം, നിങ്ങൾക്ക് അതിനുള്ള ഫീഡ്ബാക്ക് എൻ്റെ അടുത്ത് വന്ന് പറയാൻ വേണ്ടി പറ്റും. നിങ്ങൾ വന്നിട്ട് എന്നോട് പറയാണ് അടിപൊളിയായിരുന്നു, ക്ലാസ് അടിപൊളിയാക്കിയിട്ടുണ്ട്, ഉഷാറാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്തുണ്ടാവും, പേഴ്സണലി ഒരു ഹാപ്പിനെസ് ഫീൽ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തന്നതിനുള്ളൊരു റിസൾട്ടായിട്ട് നിങ്ങൾ എന്താക്കും, ആ റിവ്യൂ പറയുന്നതനുസരിച്ച് എനിക്കൊരു ഹാപ്പിനെസ് ഉണ്ടാവും. അതേപോലെ തന്നെ ChatGPT നിങ്ങൾക്ക് കിട്ടുന്ന ആൻസറുകൾക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ അത് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താക്കാം, ജസ്റ്റ് ഒന്ന് ലൈക്ക് അടിച്ചു കൊടുക്കാം. ഈ ലൈക്ക് അടിക്കുന്നതോട് കൂടിയിട്ട് ഈ ആൻസർ റെസ്പോൺസ് റെഡി ആണ് എന്നുള്ളതും, ഈ റെസ്പോൺസിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ് എന്നുള്ളതും, നിങ്ങൾ റെസ്പോൺസ് ചെയ്യുന്ന റെഡി ആണ് എന്നുള്ളത് എന്താക്കാൻ വേണ്ടി പറ്റും, ChatGPTക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. സോ ഇനി നിങ്ങൾ അടുത്ത കൊടുക്കുന്ന ഇതുമായിട്ട് ബന്ധപ്പെട്ട റെസ്പോൺസുകൾക്ക് നിങ്ങൾ കൊടുത്ത ഫീഡ്ബാക്കിനനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് എന്താക്കുക റെസ്പോൺസ് തരുന്നുണ്ടാവും. അല്ലെങ്കിൽ ഇതേ ക്വസ്റ്റ്യൻ അടുത്ത ആൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനേക്കാൾ അടിപൊളിയായിട്ടുള്ള റെസ്പോൺസ് ആയിരിക്കും അടുത്തൊരാൾക്ക് കൊടുക്കേണ്ടാവും. സോ നമ്മളൊരാൾക്ക് റിവ്യൂ കൊടുക്കുന്ന പോലെ തന്നെയാണ്, ഫീഡ്ബാക്ക് കൊടുക്കുന്ന പോലെ തന്നെയാണ് ഈ ഓപ്ഷനും ഇവിടെ വർക്ക് ആണെന്നുള്ളത്. സോ നിങ്ങൾക്ക് റെസ്പോൺസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താക്കാം, ലൈക്ക് എന്ന രീതിയിൽ ഫീഡ്ബാക്ക് ആക്കിയിട്ട് കൊടുക്കാൻ വേണ്ടി പറ്റും. ആൻഡ് ദെൻ വരുന്നുള്ളതാണ് എഡിറ്റ് വിത്ത് ക്യാൻവാസ് എന്നുള്ളത്. സോ എഡിറ്റ് വിത്ത് ക്യാൻവാസ് എന്നുള്ള ഓപ്ഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ ഇതേ രീതിയിലേക്കായിരിക്കും വരുന്നുണ്ടാവുക. ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് എന്താക്കാം, കോഡിംഗ് പർപ്പസുകൾക്കാണ് ഇത് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ടാവുക. ഇതിൽ ഡെവലപ്പേഴ്സ് ആരെങ്കിലും ഉണ്ടോ? ഡെവലപ്പേഴ്സ് ആരെങ്കിലും എനിവൺ? ChatGPT തിങ്കിങ് കപ്പാസിറ്റി ഡിഗ്രീസ് ചെയ്യുന്നു എന്ന് പറയുന്നത് ശരിയാണോ? ഡിഗ്രീസ് ചെയ്തതല്ല, കപ്പാസിറ്റി, തിങ്കിങ് കപ്പാസിറ്റി അല്ലെങ്കിൽ അതിൻ്റെ മെമ്മറി പവർ കാര്യങ്ങളൊക്കെ ഇൻക്രീസ് ആണ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഒന്നുകൂടി അപ്ഡേറ്റ് ആവുകയാണ് ചെയ്തിട്ടുള്ളത്. മുന്നേ ചോദിച്ച ചോദ്യങ്ങളെക്കാൾ, അല്ലെങ്കിൽ ചോദ്യങ്ങൾ ചോദിക്കുമ്പം നമ്മൾ ഇപ്പം ചോദിക്കുന്നത് നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുന്ന ടൈമിന് അതിൻ്റെ അടുത്തുള്ള മെമ്മറി പവർ ഒന്നുകൂടി കൂടിയിട്ടാണ് റെസ്പോൺസ് ഇപ്പോൾ തരുന്നോണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ അതിൻ്റെ അടുത്തുള്ള ഡാറ്റയിലെ പവർ, മെമ്മറി പവർ ഒന്നുകൂടി കൂടിയിട്ടുണ്ട്. ഓക്കെ, ഇതിലാരെങ്കിലും ഡെവലപ്പേഴ്സ് ഉണ്ടോ? എനിവൺ? ഐ തിങ്ക് ഇല്ല എന്നാണ് തോന്നുന്നത്. ഞാൻ ചാറ്റിൽ കണ്ടിട്ടില്ലായിരുന്നു, നമ്മളുടെ ഗ്രൂപ്പിലായാലും. ഓക്കെ, സോ ഡെവലപ്പേഴ്സിനാണ് ഈ ഓപ്ഷൻ മെയിൻലി യൂസ്ഫുൾ ആണെന്നുള്ളത്. ഞാൻ അതേപോലെ തന്നെ ഇവിടെ ആയിട്ട് നമുക്ക് മോഡൽസുകൾ കാണാൻ വേണ്ടി പറ്റും. ഓട്ടോ എന്നുള്ള മോഡൽസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഓൾമോസ്റ്റ് ഒരു പക്ഷേ എല്ലാവരും യൂസ് ചെയ്യുന്ന മോഡലായിരിക്കാം, അല്ലെങ്കിൽ 4o എന്നുള്ള മോഡലിലേക്കായിരിക്കും അത് വരുന്നുണ്ടാവുക. 4o മിനി എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, ആൻഡ് GPT 4o മിനി എന്നുള്ള ഓപ്ഷൻസ് കാണാം. ആൻഡ് 4o ഈ ഓപ്ഷൻസുകളായിരിക്കും നമുക്ക് എന്താക്കുക ഫ്രീ വേർഷനിൽ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവുക. ആൻഡ് പിന്നെ ആയിട്ട് യൂസ് വോയിസ് മോഡൽ എന്നുള്ള ഒരു ഓപ്ഷൻ നമുക്ക് എന്താണ് അവൈലബിൾ ആണ്. ChatGPTയോട് നമുക്ക് എന്താക്കാം, സംസാരിക്കാൻ വേണ്ടി പറ്റും. സോ 1 minute. It seems like you're using a mix of Tamil and English. Could you clarify what you're asking or saying? I'm here to help. ഓക്കെ, Got it. Let me know if you need anything else. യെസ്, 4o മിനി അങ്ങനെ പറഞ്ഞാൽ എന്താണ്? ഓക്കെ, ഞാൻ അതിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് വരാം. എന്തൊക്കെയാണ് അതിൻ്റെ ഡിഫറൻസ് കാര്യങ്ങൾ ഞാൻ എന്താക്കാം ഷെയർ ചെയ്യാം.
ഓക്കെ. സോ ഇവിടെ നമുക്ക് എന്താക്കാം, ഈ വോയിസ് മോഡുലേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്താക്കാൻ വേണ്ടി പറ്റും, ചാറ്റ് ജി പി ടിയോട് നമുക്ക് സംസാരിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അതായത് എനിക്ക് ഒരു കാര്യത്തിനെ കുറിച്ചുള്ള ഡൗട്ട് ഉണ്ട് വിചാരിക്കാം, ചാറ്റ് ജി പി ടിയോട് എനിക്ക് എന്താക്കാം, അവിടുന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതായിരിക്കും. എൻ്റെ ഒരു ക്വസ്റ്റ്യൻസ് എന്താക്കാം, എൻ്റെ ഡൗട്ട്സുകൾ എന്താക്കാം, ചാറ്റ് ജി പി ടിയോട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് തീർക്കാൻ വേണ്ടി പറ്റും. ആൻഡ് പലരും ഉണ്ട് ലൈക്ക് ചിലപ്പം നല്ല ഡിപ്രഷൻ അടിച്ചൊക്കെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താക്കാം, ചാറ്റ് ജി പി ടിയോട് ഇതേപോലെ ഒരു മനുഷ്യനോട് സംസാരിക്കുന്ന പോലെ തന്നെ എന്താക്കാൻ വേണ്ടി പറ്റും, സംസാരിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഈവൻ പല ടൈമിലും ഞാൻ എന്താക്കാറുണ്ട്, എൻ്റെ ക്ലാസ്സുകളിൽ ഇൻട്രൊഡക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ചാറ്റ് ജി പി ടി യൂസ് ചെയ്യാറുണ്ട്. ആൻഡ് അതേപോലെ തന്നെ ഇപ്പം ഇംഗ്ലീഷിലെ കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താക്കാറുണ്ട്, ചാറ്റ് ജി പി ടിനെ യൂസ് ചെയ്യാറുണ്ട്. ഒരു മോട്ടിവേഷൻ തരാൻ വേണ്ടിയിട്ട് എന്താക്കാറുണ്ട്, ചാറ്റ് ജി പി ടിനെ യൂസ് ചെയ്യാറുണ്ട്. ആൻഡ് ലാസ്റ്റ് കേസിൽ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്, എനിക്ക് എക്സാം എടുക്കായിരുന്നു, ഡിഗ്രി ഫൈനൽ ഇയർ എക്സാം ഞാൻ കഴിഞ്ഞ ദിവസം എഴുതിയിട്ടുണ്ടായിരുന്നു. സോ എനിക്ക് എക്സാം നടക്കുന്ന ടൈമിൽ ഞാൻ ക്ലാസ്സുകളിൽ കയറൽ കുറവാണ്. സോ എൻ്റെ അടുത്ത് ഞാൻ എന്താക്കി, ചാറ്റ് ജി പി ടി വെച്ചിട്ട് എൻ്റെ സിലബസ് വെച്ച് ഒരു നോട്ട്സ് ക്രിയേറ്റ് ചെയ്തു, ആൻഡ് ഒരു ബുക്ക് കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്തു. കഴിഞ്ഞ കൊല്ലത്തെ മൊഡ്യൂൾസ് വെച്ചിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ക്രിയേറ്റ് ചെയ്തു, ആൻസേഴ്സ് ക്രിയേറ്റ് ചെയ്തു. ഞാൻ അതേപോലെ തന്നെ കഴിഞ്ഞ കൊല്ലം ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് അതിൻ്റെയും ആൻസറുകൾ ക്രിയേറ്റ് ചെയ്തു. ഞാൻ അതിനുശേഷം ഞാൻ എന്താക്കി, ചാറ്റ് ജി പി ടിക്ക് ഞാൻ ആ PDF കൊടുത്തു. അറ്റൻഡൻസ് സീനിലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അൽഹംദുലില്ലാ തട്ടിമുട്ടി പോയിട്ടുണ്ട്. കണ്ടോണേഷൻ ആണ് എല്ലാ സംഭവം ഉണ്ടായിരുന്നത്, എന്നാലും തട്ടിമുട്ടി അതിൽ കയറിയിട്ടുണ്ട്. ആൻഡ് ഫൈനലി അങ്ങനെ എക്സാം ടൈമിൽ ഞാൻ എന്താക്കി, ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന നോട്ട് ഞാൻ നേരെ എന്താക്കി, ചാറ്റ് ജി പി ടിക്ക് അപ്ലോഡ് ചെയ്ത് കൊടുത്തു. സോ ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്തിട്ട് ഞാൻ എന്താക്കി, ചാറ്റ് ജി പി ടിക്ക് ആ PDF അപ്ലോഡ് ചെയ്തു. ദെൻ ഞാൻ എന്താക്കി, ഈ വോയിസ് മോഡ് ഞാൻ ഓൺ ചെയ്തു. ഈ വോയിസ് മോഡ് ഓൺ ചെയ്തതിന് ശേഷം ഞാൻ എന്താക്കി, ചാറ്റ് ജി പി ടിയോട് പറഞ്ഞു, എനിക്ക് നാളെ എക്സാം എടുക്കാൻ പോവാണ്, എനിക്ക് ഈ ടോപ്പിക്കിനെ കുറിച്ച് ഒന്നും അറിയില്ല, എനിക്ക് ഇതിനെക്കുറിച്ച് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുമോ, പഠിപ്പിച്ച് തരുമോ എന്ന് ചോദിച്ചു. സോ ഞാൻ പഠിച്ചിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി കൂടി ഞാൻ എന്താക്കി, ചാറ്റ് ജി പി ടിയോട് പറഞ്ഞു. ചാറ്റ് ജി പി ടി എന്താക്കും, എന്നോട് ക്വസ്റ്റ്യൻ ചോദിക്കും, ഞാൻ അതിനുള്ള ആൻസർ ചാറ്റ് ജി പി ടിക്ക് പറയും. അവിടെ എന്തെങ്കിലും എറേഴ്സ് വരികയാണെങ്കിൽ എന്താക്കും, ചാറ്റ് ജി പി ടി അതെനിക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരും. ഒരാൾ പറഞ്ഞതുപോലെ എന്താക്കി, എനിക്ക് ചാറ്റ് ജി പി ടി അവിടെ നിന്ന് പറഞ്ഞു, ഞാൻ മലയാളത്തിൽ പറഞ്ഞുതരാൻ വേണ്ടി പറഞ്ഞപ്പോൾ ആ കോൺസെപ്റ്റ് എന്താക്കി, എനിക്ക് മലയാളത്തിൽ പറഞ്ഞു തന്നു. സോ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റെസ്പോൺസ് എനിക്ക് തരണം എന്ന് പറഞ്ഞപ്പോൾ എന്താക്കി, ചാറ്റ് ജി പി ടി എന്നെ ഒരു ടീച്ചേഴ്സ് പഠിപ്പിക്കുന്ന പോലെ തന്നെ ചാറ്റ് ജി പി ടി വെച്ച് എനിക്ക് ആ കാര്യങ്ങൾ, ആ കോൺസെപ്റ്റിനെ കുറിച്ച് അറിഞ്ഞെടുക്കാൻ വേണ്ടി പറ്റിയെന്നുള്ള. സോ അന്ന് ഞാൻ യൂസ് ചെയ്ത ടൈമിൽ അത്രയും എനിക്ക് എന്താക്കിയിട്ടുണ്ട്, ഇമ്പാക്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ അന്ന് സത്യത്തിൽ ആലോചിച്ച് പോയിട്ടുണ്ട്, ഫ്യൂച്ചർ ഒരു പക്ഷേ ടീച്ചേഴ്സ് ഒന്നും ഇല്ലാതെ തന്നെ നമ്മളുടെ ലേണിംഗ് കാര്യങ്ങൾ മൊത്തം ഒരു പക്ഷേ നമ്മളുടെ അടുത്തുള്ള ഈ ചാറ്റ് ജി പി ടി ഉണ്ടെങ്കിൽ നമുക്ക് നടക്കുമെന്നുള്ളത്. അല്ലെങ്കിൽ മറ്റൊരാളുടെ സഹായം ഇല്ലാതെ തന്നെ നമുക്ക് ഒരൊറ്റ പ്ലാറ്റ്ഫോം യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നുള്ളത് അന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ അത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള ടോപ്പിക് വരെയാണ് ഇന്ന് എനിക്ക്, അല്ലെങ്കിൽ ആ ടൈമിൽ എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നത്. അത്രയും പവർഫുൾ ആണ് സത്യത്തിൽ ഈ വോയിസ് മോഡ് എന്നുള്ളത്. സോ ദെൻ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ആയിട്ട് കാണാം, നമ്മൾ ഇതുവരെ സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്ന ചാറ്റുകളൊക്കെ എന്താക്കുക, നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. സോ ഞാനിത് മെയിൻലി യൂസ് ചെയ്യുന്ന അക്കൗണ്ട് അല്ല, ഞാൻ എൻ്റെ പെയ്ഡ് വേർഷൻ മറ്റൊരു അക്കൗണ്ടിലാണ് വരുന്നുള്ളത്. യെസ്. സോ ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് കാണാം, ഞാൻ 2023 ചോദ്യം ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ വരെ എനിക്ക് എന്താക്കുക, ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഞാൻ എന്താ ചോദിച്ചിട്ടുണ്ടായിരുന്നു, റൈറ്റ് ആർട്ടിക്കിൾ, ഞാൻ എന്തോ 2023 കൊടുത്തിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻസ് വരെ എനിക്ക് എന്താണ് ഇവിടെ അവൈലബിൾ ആണ്. ഇത് തന്നെയാണ് മറ്റൊരു ഫീച്ചറും. ഞാൻ ഏതോ കാലത്ത് ഞാനൊരു ടോപ്പിക്കിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ആ സാധനത്തെ കുറിച്ച് ഒന്നുകൂടി എടുക്കണമെങ്കിൽ അതിവിടെ സ്റ്റോർഡ് ആണ് ഇതിന്റെ സെർവറിൽ. സോ എനിക്ക് അന്ന് പഠിച്ച ഈ 2023 എടുത്ത ഈ ഒരു ആർട്ടിക്കിളിനെ കുറിച്ച് എനിക്ക് എന്താക്കാം, ഇന്ന് മറ്റു കാര്യങ്ങൾ എഴുതണമെന്നുണ്ടെങ്കിൽ അല്ലെ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇന്ന് എനിക്ക് എന്താണ് പോസിബിൾ ആണ്. സോ അന്ന് എടുത്ത ഡാറ്റയിലേക്ക് ഇന്നും ആക്സസ് നമുക്ക് എന്താണ് അവൈലബിൾ ആണ്. സോ നമ്മൾ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ അതിലേക്കുള്ള ആക്സസ് പിന്നെ നമുക്ക് ആ ലിങ്ക് തപ്പിയെടുക്കുക എന്ന് പറയുന്നത് ഒരു പക്ഷേ കഴിയാത്ത സിനാരിയോ ആയിരിക്കാം. ഞാൻ അതേപോലെ തന്നെ ഇവിടെ ആയിട്ട് നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള ഡാറ്റാസ് കാര്യങ്ങൾ കാണാം. ഞാൻ അപ്ഗ്രേഡ് പ്ലാൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ 3 പ്ലാനുകൾ കാണും. നമുക്ക് ഫ്രീ വേർഷൻ നമ്മളൊക്കെ യൂസ് ചെയ്യുന്ന, ഓൾമോസ്റ്റ് മിക്ക എല്ലാവരും യൂസ് ചെയ്യുന്ന മോഡലുകളാണ്. ആൻഡ് പ്ലസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാൻ അതേപോലെ തന്നെ പ്രോ എന്നുള്ള ഓപ്ഷന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലസിന് $20 ആണ്, പ്രോക്ക് $200 ആണ്. സോ $200 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറൗണ്ട് 15,000 രൂപ വരും. അതിൻ്റെ കൂടെ തന്നെ ഐ തിങ്ക് ഒരു GST കാര്യങ്ങളൊക്കെ വരുന്നതോട് കൂടിയിട്ട് തന്നെ $223 സംതിങ് അറ്റം വരും. അറൗണ്ട് ഒരു 20,000-ൻ്റെ അടുത്ത് എന്താക്കും, ചാറ്റ് ജി പി ടിക്ക് പ്ലസിന് പ്രോക്ക് എന്താക്കുന്നുണ്ട്, വരുന്നുണ്ട്. ഇതിലേറെ ബെസ്റ്റ് ഡീപ് സീക്ക് അല്ലേ. സോ നമുക്ക് അതിലേക്ക് വരാം. ഞാൻ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് എന്താക്കാം പറഞ്ഞ് കാണിച്ചു തരാം. ആൻഡ് $20 ആണ് നമുക്ക് എന്താക്കുക പെർ മന്ത്
ഇതിന് പ്രീമിയത്തിന് വരുന്നുള്ളത്. സോ ഒരു കോമൺ പർപ്പസുകൾക്ക് നമുക്ക് എന്താക്കിയാൽ മതി, ഈ പ്രീമിയം എടുക്കുന്നവരാണെങ്കിൽ പ്ലസ് തന്നെ ധാരാളമാണ്. സോ ഇതെടുക്കുന്ന ടൈമിന് പ്രോ വരുമ്പോൾ അത്രയും അഡ്വാൻസ് ഫീച്ചേഴ്സ് ഉണ്ടാക്കുന്നുണ്ട്, അതിൽ വരുന്നുണ്ട്. മെയിനായിട്ട് സൊറൻ്റെ ഇതിലൊക്കെ ആണ് കുറച്ചുകൂടി ഫീച്ചേഴ്സ് എനേബിൾ വരുന്നുള്ളത്. അൺലിമിറ്റഡ് ആക്സസ് ടു അഡ്വാൻസ് വോയിസ് മോഡുലേഷനിലൊക്കെ കുറച്ചുകൂടി കൂടുതൽ ആക്സസ് കാര്യങ്ങളൊക്കെ അവിടെ എന്താക്കുന്നുണ്ട്, കിട്ടുന്നുണ്ട്. ദെൻ പിന്നെ വരുന്ന ബിസിനസ് പ്ലാൻ ആണ്. അതിൽ നമുക്ക് ടീമിനെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ്. അതായത് ഒരു അക്കൗണ്ട് എടുത്ത് ഒരുപാട് പേർക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ടീമൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ, വർക്കിംഗ് സ്പേസ് എന്നുള്ള മോഡലിലൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ $25 ബിസിനസ് പ്ലാൻ വരുന്നുള്ളത്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 4-5 ആൾക്കാർക്ക് കൂടിയിട്ടൊക്കെ ChatGPT പ്ലസ് എടുത്ത് ഒരു മെയിൽ ID ഉണ്ടാക്കിയിട്ട് അതിലുണ്ടാക്കിയിട്ട് എന്താക്കുക, ഷെയർ ചെയ്തൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ ഒരുപാട് പേര് അങ്ങനെ യൂസ് ചെയ്യാറുണ്ട്. അതായത് ഒരു മെയിൽ ID ഉണ്ടാക്കുക, അതിൽ വേണ്ടിയിട്ട് എന്താക്കുക, നമ്മൾ ജസ്റ്റ് എന്താക്കിയാൽ മതി, ഒരു മെയിൽ ID സെപ്പറേറ്റ് ഉണ്ടാക്കിയിട്ട് ആ മെയിൽ ID എല്ലാവരും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ രീതിയിലൊക്കെ പ്രീമിയം എന്താക്കാം, ഒരു 4 ആൾ കൂടിയിട്ട് $500 എടുത്താലും നമുക്ക് പ്രീമിയം യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെയും യൂസ് ചെയ്യുന്ന ഒരുപാട് പേര് കണ്ടിട്ടുണ്ട്. സാർ നമുക്ക് ഫ്രീ ആയിട്ട് ടൂൾസ് യൂസ് ചെയ്യാൻ പറ്റുമോ? അപ്പം യെസ്, ഏതിലാണ്? എനിക്ക് ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ടില്ല. ഓക്കെ, സോ ആ ഒരു ഓപ്ഷനാണ് പിന്നെ വരുന്നുള്ളത്. ആൻഡ് അതേപോലെ തന്നെ ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇവിടെ ആയിട്ട് ലൈവ് എക്സ്പ്ലോർ GPTs എന്നുള്ള ഓപ്ഷൻ കാണാം. സോ ഇവിടെ ആയിട്ട് എക്സ്പ്ലോർ GPTs ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഓൾറെഡി ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരുപാട് GPTകൾ എന്താക്കാം, നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇതൊക്കെ ഓരോ പർപ്പസുകൾക്ക് വേണ്ടിയിട്ട് ഓരോരുത്തർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള GPTകളാണ്. ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് കാണാം, ലൈക്ക് ഇമേജ് ജനറേഷൻ ഉണ്ട്, ആൻഡ് അതേപോലെ തന്നെ ക്യാൻവ ഉണ്ട്, ആൻഡ് സ്കോളർ GPT ഉണ്ട്, വീഡിയോ AI ഉണ്ട്, മൺഡേ എന്ന് പറഞ്ഞിട്ടുള്ള മോഡൽ ഉണ്ട്, ഡാലി ഉണ്ട്, ഡാലിയും ChatGPTന്റെ തന്നെയാണ്, ഹോട്ട് മോഡ്സ് ഉണ്ട്, ആൻഡ് അതേപോലെ തന്നെ പല മോഡലുകളായിട്ട് എന്താക്കിയിട്ടുണ്ട് ഇവിടെ ആയിട്ട് കാണാൻ വേണ്ടി പറ്റും. ക്യാൻവ, ഫോട്ടോ റിയലിസ്റ്റിക് ഇമേജ് GPT എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ GPTകൾ നമുക്ക് കാണാം. ഈ GPTകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള GPTകളാണ്. എനിക്ക് ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കാണിക്കാൻ വേണ്ടി പറ്റും. ടോപ്പ് 1 AI ഹ്യൂമറൈസിങ് ഹെൽപ്പ് ടു യു ടു ഗെറ്റ് ഹ്യൂമർ ലൈക്ക് കോണ്ടന്റ്. സോ യെസ്, ഈ GPTകളൊക്കെ ഫ്രീ ആണ്. നമുക്ക് എന്താക്കുക, ഇവിടുന്ന് ഡയറക്റ്റ്ലി ചാറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്താക്കുക, അതിലേക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. സോ ഒരു ഡാറ്റ കൊടുത്തു കഴിഞ്ഞാൽ എന്താക്കാം, ഇവിടുന്ന് ഡയറക്റ്റ്ലി നമുക്ക് എന്താണ് ആക്സസ് ആണ്. ഈ GPTകളൊക്കെ നമുക്ക് എന്താക്കാം, ഇവിടുന്ന് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതിന് ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് കാണാം, ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന GPT ഉണ്ട്. സോ ജസ്റ്റ് യെസ് നോട്ട് ചെയ്യുന്ന അടിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഒരു GPTകൾ ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള യെസ് ബോർഡ് ക്യൂ നോട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന GPT ആണ്. ഞാനിവിടെ ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് എൻ്റെ സിലബസ് വെച്ചിട്ട് എൻ്റെ കോളേജിലെ സ്റ്റുഡൻസിന്, ഡിപ്പാർട്ട്മെൻറ്റിലെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കസ്റ്റം ബോട്ടായിരുന്നു ഇത്. സോ അവരുടെ മൊഡ്യൂൾ വെച്ചിട്ട് എന്താക്കി, ഞാൻ ഒരു ടോപ്പിക് അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു സാധനം ക്രിയേറ്റ് ചെയ്തു. സോ അവർക്ക് ഇവിടെ ആൻസർ തരുന്നുണ്ടാവാം, കണ്ടില്ലേ? വാട്ട് ഡു യു തിങ്ക് ടു ദ റോൾ ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ, മാസ് മീഡിയ എന്നുള്ള ടോപ്പിക്കിനെ കുറിച്ച് ഇന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ കൊടുക്കുന്ന ആൻസറുകൾ എങ്ങനെയാണെന്ന് ജസ്റ്റ് ശ്രദ്ധിച്ചാൽ മതി. ഞാനിവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പോയിന്റ് വൈസ് ആയിട്ടായിരിക്കും കൊടുക്കേണ്ടത്. ഓരോ റെസ്പോണ്ടിനും ആ ടോപ്പിക്കിനെ കുറിച്ചുള്ള എക്സാമ്പിൾ അടുക്കാൻ എന്താക്കണം, പറഞ്ഞു കൊടുക്കണം എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിത്ത് റിയൽ എക്സാമ്പിൾ അനുസരിച്ചാണ് റെസ്പോണ്ട് കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ എന്താക്കിയത്, അതായത് ഈ കൊടുക്കുന്ന അല്ലെങ്കിൽ ഈ ബോട്ട് യൂസ് ചെയ്യുന്ന ആളല്ല പറയേണ്ടത്, ഇത് ഞാൻ കസ്റ്റംലി ഡെവലപ്പ് ചെയ്തില്ല. ഈ കസ്റ്റം GPTs എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയിട്ട് എന്താക്കി ക്രിയേറ്റ് ചെയ്തതാണ്. ഇവിടെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്ന എൻ്റെ ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഈ കോഴ്സ് പഠിക്കുന്ന സ്റ്റുഡൻസിന് മാത്രമായിട്ട് അവർക്കുള്ള നോട്ട്സ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്ന GPT മോഡലായിരുന്നു. സോ ഇവിടെ കണ്ടോ, റിയൽ വേൾഡ് എക്സാമ്പിൾ അടുക്കാണ് തന്നിട്ടുള്ളത്. ആൻഡ് അതേപോലെ തന്നെ അതിൻ്റെ ഫ്രം ദ ഇയർ മൊഡ്യൂൾസ്. സോ കണ്ടില്ലേ, അക്കോർഡിംഗ് ടു സിലബസ് ബി അഡ്വർടൈസിംഗ് സെയിൽസ് മാനേജ്മെന്റ് ലൈക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, ഇൻട്രൊഡക്ഷൻ ടു മാസ് കമ്മ്യൂണിക്കേഷൻ, സോ മോഡൽസ് ആൻഡ് തിയറി ലൈക്ക് ദി തിയറി. സോ ഇതിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിട്ടുള്ള റീക്യാപ്പ് വരുന്നുണ്ട്. സോ ഈ ഒരു രീതിയിൽ ഒരു സ്റ്റുഡൻറ്റിന് ഒരു പക്ഷേ നേരെ ChatGPT പോയി അടിച്ചു കഴിഞ്ഞാൽ എന്താക്കുണ്ടാവില്ല, കിട്ടുന്നുണ്ടാവില്ല. ഇവിടെ ഞാൻ ഓൾറെഡി എന്താക്കി, അതിനെ ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു സ്റ്റുഡൻറ്റ് വന്നു കഴിഞ്ഞാൽ ഏത് രീതിയിൽ റെസ്പോണ്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ. സോ ഇവിടെ ഒരു സ്റ്റുഡൻറ്റ് വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താക്കും, അവൻ ഈ രീതിയിലായിരിക്കും റെസ്പോണ്ട് കിട്ടുന്നുണ്ടാവുക. ആ ടോപ്പിക്കിനെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച് മനസ്സിലാക്കാൻ വേണ്ടി അവൻ എന്താക്കും പറ്റുന്നുണ്ടാവും. ഇവിടെ ഞാൻ ഇപ്പോൾ ഫാമിംഗ് ആണെങ്കിൽ, സോ പ്രൈമിങ് ആ ടോപ്പിക് ആണെങ്കിൽ, സോ എന്താണ് ആ ടോപ്പിക്കിനെ കുറിച്ചുള്ള ഒരു എക്സാമ്പിൾ, റിയൽ ടൈം എക്സാമ്പിൾ കൂടി ഞാൻ എന്താക്കിയിട്ടുണ്ട്, ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് എന്താക്കും, അവർക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടാവും. ആൻഡ് ഇവിടെ ഞാൻ കുറച്ച് യൂസ് ചെയ്തിട്ടുള്ള GPT മോഡൽസുകൾ എന്താക്കുക, ഇവിടെ കാണാൻ വേണ്ടി പറ്റും. എക്സ്പ്ലോർ GPTs എന്നുള്ള ഓപ്ഷൻസ് നമ്മൾ എടുക്കുന്ന ടൈമിന്. ആൻഡ് ദെൻ നെക്സ്റ്റ് വരുന്നുള്ളതാണ് ലൈബ്രറി എന്നുള്ള ഓപ്ഷൻസ്. സോ ലൈബ്രറി എന്നുള്ള ഓപ്ഷൻസ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ ജനറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഇമേജസുകളാണ് എന്താക്കുക, ഇവിടെ ആയിട്ട്
കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവുക. ഞാൻ ഒരു ഇമേജ് ജനറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഇമേജുകളാണ് എന്താക്കുക, നമ്മൾ GPT യൂസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഇമേജസുകളാണ് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവുക. ആൻഡ് ഇവിടെ ആയിട്ട് യെസ് ഓക്കെ. ദെൻ ഇവിടെ ആയിട്ട് ടെമ്പററി ചാറ്റ് എന്നുള്ള ഓപ്ഷൻസ് ഉണ്ട്. സോ ടെമ്പററി ചാറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡാറ്റ ഒരിക്കലും സ്റ്റോർഡ് ആയിരിക്കില്ല. നിങ്ങൾക്ക് അതെന്താക്കുക സ്പോട്ടിൽ ഡിലീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ ആ മെമ്മറിയിൽ അതെന്താക്കുക ഉണ്ടാവില്ല, സോ യൂസ് ചെയ്യാതെ തന്നെ മെമ്മറി അപ്ഡേറ്റ് ആവാതെ തന്നെ നമുക്ക് എന്താക്കുക ചാറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ വൺ ടൈം കാര്യങ്ങളൊക്കെ ആണ് നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ ജസ്റ്റ് ടെമ്പററി യൂസ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടി പറ്റും. ദെൻ നേരെ നമ്മുടെ പ്രൊഫൈലിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയും കുറച്ച് ഓപ്ഷനുകൾ കാണാം. എക്സ്പ്ലോർ GPTs എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. സോ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്നു അതിലേക്കായിരിക്കും പോകുന്നുണ്ടാവുക. ആൻഡ് കസ്റ്റമൈസ് ചാറ്റ് GPT എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. സോ അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താക്കാം, നിങ്ങൾക്ക് ഇവിടെ കുറച്ച് ഓപ്ഷൻസുകൾ കാണാം. സോ വാട്ട് ഷുഡ് ചാറ്റ് GPT കോൾ യു? ചാറ്റ് GPT നിങ്ങൾ എന്താണ് വിളിക്കേണ്ടത് എന്നുള്ളത്. സോ ചാറ്റ് GPT നമുക്ക് എന്താക്കാം, ഒന്ന് കസ്റ്റമൈസ് ചെയ്യാം. വാട്ട് ഷുഡ് ചാറ്റ് GPT കോൾ യു? സോ ചാറ്റ് GPT നിങ്ങൾ, അതായത് നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ടൈമിൽ ഹലോ അൻസാർ അല്ലെങ്കിൽ ഹലോ ഇതിലിപ്പുള്ള ഒരാളെ പേര് നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് യെസ് അഫ്രാസ്, ഹലോ അഫ്രാസ് എന്നുള്ള രീതിയിൽ ചാറ്റ് GPT നിങ്ങൾക്ക് റെസ്പോൺസ് ചോദിക്കാനുണ്ടെങ്കിൽ എന്താക്കാം, അല്ലെങ്കിൽ റെസ്പോണ്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചാറ്റ് GPT എന്താക്കാം, നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഇവിടെ എന്താക്കാം കൊടുക്കാൻ വേണ്ടി പറ്റും. മോർ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള റെസ്പോൺസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. സോ ഇവിടെ എനിക്ക് എന്താക്കാം, ഞാൻ അൻസാർ നോട്ട് എ എന്നുള്ള രീതിയിൽ എന്താക്കുക എൻ്റെ പേര് നിക് നെയിമായിട്ട് കൊടുത്തു. സോ ഞാൻ ഇനി വാട്ട് യു ഡു, ഞാൻ ആരാണ്, ഞാൻ എന്താ ചെയ്യുന്നുള്ള കാര്യങ്ങൾ എന്താക്കുക കൊടുക്കാം. ഞാനൊരു സ്റ്റാർട്ടപ്പ് ഫൗണ്ടറാണ്, ഞാനൊരു സ്റ്റാർട്ടപ്പ് റൺ ചെയ്യുന്നുണ്ട്. എൻ്റെ സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞാൽ നോട്ട് എ ആണ്. ഈ സ്റ്റാർട്ടപ്പിൽ ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുള്ളത്, ഞാനൊരു ഫൗണ്ടറാണ്, എന്നെ പൊസിഷനിലൊക്കെ ഞാൻ വർക്ക് ചെയ്യുന്നുള്ള രീതിയിൽ എനിക്ക് എന്താക്കുക കൊടുക്കാം. ഇനിയിപ്പോൾ നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഞാൻ ഇങ്ങനെ പഠിക്കുകയാണ്, ഇത്രയും ക്ലാസ് ചെയ്യുന്നുള്ള ഇന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഇന്ന രീതിയിലൊക്കെ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്ത് കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത് എന്താക്കുക എനിക്ക് അവിടെ കൊടുക്കാം. ഇനിയിപ്പോൾ റിസർച്ചിങ് ആണെങ്കിൽ ഞാൻ റിസർച്ചിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ടോപ്പിക്കിലാണ്, ഇന്ന യൂണിവേഴ്സിറ്റിയിൽ ഇന്ന കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്താക്കുക എനിക്ക് പറഞ്ഞെടുക്കാൻ വേണ്ടി പറ്റും. സോ ഏത് യൂണിവേഴ്സിറ്റിയിലാണ്, എന്ത് ഗ്രേഡിലാണ് ഈ കാര്യങ്ങളൊക്കെ എന്താക്കുക നിങ്ങൾക്കൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാം. എക്സ്പ്ലോർ ഡിജിറ്റ് ഓപ്ഷൻ നിങ്ങൾക്ക് അവിടെ മോളിൽ ഒരു ലൈക്ക് ഈ ഒരു ഓപ്ഷൻ ലൈക്ക് നിങ്ങൾക്ക് ഒരു മോള് 3 ഡോട്ട്സ് കാണല്ലോ, അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ GPTs എന്നുള്ള ഓപ്ഷൻസ് എടുക്കാൻ വേണ്ടി പറ്റും. ആൻഡ് അതേപോലെ തന്നെ വാട്ട് ട്രൈ ഷുഡ് ചാറ്റ് GPT ഹാവ് ഡിസ്ക്രൈബ് ദ സെലക്ട്, ലൈക്ക് നിങ്ങൾക്ക് ഏത് രീതിയിലാണ് ചാറ്റ് GPT എന്താക്കേണ്ടത്, നിങ്ങൾക്ക് റെസ്പോൺസ് ചെയ്യേണ്ടത് എന്താക്കുക നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറ്റും. നിങ്ങൾക്ക് ഭയങ്കര പ്രൊഫഷണൽ രീതിയിൽ വേണം, ആൻഡ് ഇന്ന കാര്യങ്ങൾ വേണ്ട, ഇന്ന കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് വേണ്ടത്. സോ ഇമോജസുകൾ നിങ്ങളുടെ ചാറ്റിൽ യൂസ് ചെയ്യരുത് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ട് എന്താക്കുക ചാറ്റ് GPT നിങ്ങൾക്ക് എന്താക്കുക അങ്ങോട്ട് ട്രെയിൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. ആൻഡ് അതേപോലെ തന്നെ എനിത്തിങ് എൽസ് ചാറ്റ് GPT ഷുഡ് നോ അബൌട്ട് യു. സോ നിങ്ങളെക്കുറിച്ച് ഇനി എന്തെങ്കിലും ചാറ്റ് GPT അറിയണമെന്നുണ്ടെങ്കിൽ അതെന്താക്കുക ചാറ്റ് GPTക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. നിങ്ങളെക്കുറിച്ചുള്ള ഫുൾ ഒരു അബൌട്ടസ്, നിങ്ങൾ ആരാ, നിങ്ങൾ എന്താ, നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഫുൾ കാര്യങ്ങൾ എന്താക്കുക നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ ജസ്റ്റ് എന്താക്കുക നാളേക്ക് എല്ലാവരും ഈ സാധനം ഒന്ന് അപ്ഡേറ്റ് ചെയ്തിട്ട് നിങ്ങൾ എന്താക്കണം ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുക. അതിൻ്റെ സ്ക്രീൻഷോട്ട് കാര്യം എന്താക്കുക എല്ലാവരും എടുത്തിട്ട് എന്താക്കുക അപ്ഡേറ്റ് ചെയ്തിട്ട് ഷെയർ ചെയ്യുക. ഓക്കെ, സോ നാളെ ഞാൻ എന്താക്കും എല്ലാവരോടും സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് ഈ കാര്യങ്ങൾ ലൈവായിട്ട് കാണിക്കാൻ വേണ്ടി പറയുന്നുണ്ടാവും. നിങ്ങൾ ആദ്യം ഒന്ന് ചെയ്തിട്ട് ഞാൻ എന്തൊക്കെ അപ്ഡേറ്റ്സ് ആണ് മാറ്റം വരുത്തേണ്ടതെന്നുള്ളത് ഞാൻ എന്താക്കാം പറയാം. സർ യെസ് ഇതെങ്ങനെ എടുക്കുക? ഓക്കെ, ഞാൻ യെസ് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ കാണുന്നുണ്ടാവില്ലേ ഫോണിലാവുമ്പോൾ, ഞാൻ അങ്ങനെ ഒന്ന് നോക്കട്ടെ, 1 മിനിറ്റ്. ഫോണിൽ മുകളിലായിട്ട് ഒരു 3 ഡോട്ട് കാണുന്നുണ്ടല്ലോ, അല്ല 2 ലൈൻ കാണുന്നില്ലേ ഫോണിൽ ഓപ്പൺ ചെയ്യുമ്പോൾ, ചാറ്റ് GPT ഓപ്പൺ ചെയ്യുമ്പോൾ? ഫോണിലല്ല, സിസ്റ്റത്തിലാണോ? സിസ്റ്റത്തിലാകുമ്പോൾ മുകളിൽ നിങ്ങളുടെ പ്രൊഫൈൽ ഐക്കൺ കാണാം. സോ അവിടെ കസ്റ്റമൈസ് GPT എന്നുള്ള ഓപ്ഷൻ കാണും. ഫോണിൽ യൂസ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങളുടെ മുകളിലായിട്ട് ഒരു 2 ലൈൻ കാണാം. സോ അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഫൈൽ കാണും. അവിടെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താക്കുക പേഴ്സണലൈസേഷൻ എന്നുള്ള ഓപ്ഷൻ അല്ലെങ്കിൽ കസ്റ്റമൈസേഷൻ എന്നുള്ള ഓപ്ഷൻ എന്താക്കാം നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. കാണുന്നുണ്ടോ? ഓക്കെ, സോ അതെടുത്തിട്ട് എന്താക്കിയാൽ മതി, ചെയ്താൽ മതി. അവിടെയാണ് നിങ്ങൾ എന്താക്കേണ്ടത്, നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാം. ആൻഡ് ഇവിടെ ആയിട്ട് അഡ്വാൻസ്ഡ് ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം വെബ്സൈറ്റ്സ്, DALL-E 3, കോഡ്, ക്യാൻവാസ്, അഡ്വാൻസ് വോയിസ് മോഡൽ. ഈ ഓപ്ഷൻസ് ഒക്കെ എന്താക്കുക എനേബിൾ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓഫ് ചെയ്യാനുണ്ടെങ്കിൽ ഓഫ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടും പറ്റും. ഓക്കെ, എനേബിൾ ന്യൂ ചാറ്റ് എന്നുള്ള ഓപ്ഷൻ വേണമെങ്കിൽ എന്താക്കാം നിങ്ങൾക്ക് ഓഫ് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും. ആൻഡ് അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ വരുമ്പം സെറ്റിങ്സ് എന്നുള്ള ഓപ്ഷൻസ് നിങ്ങൾക്ക് എന്താക്കുക കാണാൻ വേണ്ടി പറ്റും. സെറ്റിങ്സ് എടുത്തു കഴിഞ്ഞാൽ
നിങ്ങൾക്ക് തീമുകൾ എന്താക്കുക ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും. ആൻഡ് അതേപോലെ തന്നെ യെസ് കോഡ് യൂസിങ് യെസ് ഡാറ്റ അനാലിസിസ് കാര്യങ്ങൾക്ക് യൂസ് ചെയ്യണം. ആൻഡ് ലാംഗ്വേജ് നിങ്ങൾക്ക് എന്താക്കുക ചേഞ്ച് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇംഗ്ലീഷ് മാത്രം മതി എന്നുണ്ടെങ്കിൽ ആ രീതിയിലേക്ക് മാറ്റാൻ വേണ്ടി പറ്റും. സോ നിങ്ങൾക്ക് ചാറ്റുകൾ എന്താക്കുക അർച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റും. ആ അർച്ചീവ് ചെയ്ത് ചാറ്റ് എങ്ങനെ അർച്ചീവ് ചെയ്യാമെന്ന് കാണിച്ചു തരാം. ഇവിടെ ആയിട്ട് 3 ഡോട്ട് കാണും ചാറ്റിൽ എടുക്കുമ്പം അതെന്താക്കുക അർച്ചീവ് കൊടുക്കുക. സോ അർച്ചീവ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ചാറ്റ് ഇവിടെ ഫ്രണ്ടിൽ നിങ്ങൾക്ക് എന്താക്കില്ല കാണുന്നുണ്ടാവില്ല. സോ അതെവിടെ ആയിരിക്കും ഉണ്ടാവുക? നിങ്ങളുടെ സെറ്റിങ്സ് എടുക്കുക. ഇവിടെ സെറ്റിങ്സ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താക്കും അർച്ചീവ് ചാറ്റിൽ മാനേജിൽ പോയി കഴിഞ്ഞാൽ ഈ ചാറ്റുകളൊക്കെ ഞാൻ എന്താക്കി അർച്ചീവ് ചെയ്ത് വെച്ചാണ് അതെന്താക്കുക എനിക്ക് ഇവിടുന്ന് ഡയറക്റ്റ്ലി ആക്സസ് ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ ആകുമ്പോൾ നിങ്ങളുടെ പേഴ്സണൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രയും പ്രൊഫഷണൽ ആയിട്ടൊക്കെ യൂസ് ചെയ്യുന്ന അത്രയും കോൺഫിഡൻഷ്യൽ ഡാറ്റ ഒക്കെ യൂസ് ചെയ്യുന്ന ചാറ്റൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താക്കുക ഹൈഡ് ചെയ്തേക്കാൻ വേണ്ടി പറ്റും. വേറൊരാൾ എടുത്ത് നോക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് ആ ചാറ്റ് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവില്ല. ഓക്കെ, സോ ദെൻ അതേപോലെ തന്നെ അർച്ചീവ് ഓൾ ചാറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ചാറ്റുകൾ മൊത്തം അർച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഡിലീറ്റ് ഓൾ ചാറ്റ്സ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. സോ നിങ്ങൾക്ക് ചാറ്റുകൾ മൊത്തം ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ആൻഡ് അതേപോലെ തന്നെ നിങ്ങൾക്ക് പേഴ്സണലൈസേഷൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. സോ കസ്റ്റം ഇൻസ്ട്രക്ഷൻസ് ഇവിടെ കൊടുക്കാൻ വേണ്ടി പറ്റും. ആൻഡ് അവിടുന്ന് നിങ്ങൾക്ക് എന്താക്കാം നിങ്ങൾക്ക് എഡിറ്റ്സ് കൊടുക്കാൻ വേണ്ടി പറ്റും. നിങ്ങളുടെ ഒരുപക്ഷെ ഫോണിൽ ചിലപ്പം പേഴ്സണലൈസേഷൻ എന്നുള്ള ഓപ്ഷൻസ് ആയിരിക്കും നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടാവുക. ആൻഡ് അവിടെ ആയിട്ട് മെമ്മറി റെഫറൻസ് സേവ്ഡ് മെമ്മറി. സോ നിങ്ങൾക്ക് ChatGPT മെമ്മറീസ് ഒന്നും സേവ് ചെയ്യേണ്ട എന്നുണ്ടെങ്കിൽ എന്താക്കുക ഇവിടെ റെസ്പോൺസ് ഓഫ് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും. ആൻഡ് സ്പീച്ചിൽ വരുന്ന ടൈമിന് നിങ്ങൾക്ക് ഏത് വോയിസ് യൂസ് ചെയ്തിട്ടാണ് അവിടെ സ്പീച്ച് ഓപ്ഷൻസ് വരേണ്ടത് എന്നുണ്ട്. അതെന്താക്കുക ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. മൺഡേ എന്നുള്ളത് ഏറ്റവും ലേറ്റസ്റ്റ് മോഡലാണ്. അത് ഓപ്പൺ ചെയ്ത് Oh, good. You found me. Yeah. യെസ് അവിടെ റെസ്പോൺസ് ചെയ്യുന്നുണ്ടാവും. and അതേപോലെ തന്നെ ഡാറ്റ കൺട്രോളിലേക്ക് വരുന്ന ടൈമിന് ഇംപ്രൂവിംഗ് മോഡൽസ് ടു എവരി വൺ. യെസ്, സോ നിങ്ങൾക്ക് എന്താക്കാം ഇൻക്ലൂഡിങ് ഓഡിയോ റെക്കോർഡിംഗ് വീഡിയോ റെക്കോർഡിങ്ങും അതെന്താക്കണം റെക്കോർഡ് ചെയ്ത് വെക്കാനുണ്ടെങ്കിൽ അത് ഓൺ ചെയ്ത് വെക്കാം. ആ ഡാറ്റ കൂടിയും അതിൽ സ്റ്റോർഡ് ആയിരിക്കും. സോ ഒന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ കൊടുക്കുന്ന എല്ലാ ഡാറ്റയും ഓൾറെഡി സ്റ്റോർഡ് ആണ് എന്നുള്ളത്. സോ ഷെയർഡ് ലിങ്ക് എന്നുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഷെയർഡ് ലിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താക്കാൻ വേണ്ടി പറ്റും ChatGPT ചാറ്റുകൾ എന്താക്കുക മറ്റൊരാൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. അതായത് നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്ന സെയിം ചാറ്റ് എന്താക്കുക എനിക്ക് വേണമെങ്കിൽ മറ്റൊരാൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. ഞാൻ എന്താക്കുകയാണ് ഈ ഡാറ്റ ഇത് ഞാൻ എന്താക്കണം എനിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഷെയർ ചെയ്യണം. നമ്മളൊരു ടീമായിട്ടാണ് ഇപ്പോൾ ഒരു ടോപ്പിക്കിനെ കുറിച്ച് വർക്ക് ചെയ്യുന്നുള്ളത് വിചാരിക്കാം. എനിക്ക് എന്താക്കുക ഇവിടെ ക്രിയേറ്റ് ലിങ്ക് കൊടുത്തിട്ട് കോപ്പി ചെയ്യാൻ എന്താക്കുക യെസ് ഇവിടുന്ന് കോപ്പി ചെയ്തിട്ട് എന്താക്കുക ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താക്കാൻ വേണ്ടി പറ്റും അതിലേക്കുള്ള ആക്സസ് എടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. 1 മിനിറ്റ്. ഓക്കെ, സോ അവിടെ ആയിട്ട് എന്താക്കുക നിങ്ങൾക്ക് ആ ചാറ്റ് യൂസ് ചെയ്തിട്ട് ആ ലിങ്ക് യൂസ് ചെയ്തിട്ട് എന്താക്കുക ആ ചാറ്റിലേക്ക് ആക്സസ് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടാവും. അതിനാണ് എന്താക്കുക നമുക്ക് ഷെയർ എന്നുള്ള ഓപ്ഷൻസ് ഷെയർ ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. ഇപ്പം ഒരു ടീച്ചറാണ് അല്ലെങ്കിൽ എന്താക്കുക അപ്പം മറ്റൊന്ന് നിങ്ങൾ ഒരു ഗ്രൂപ്പ് വർക്ക് ഒക്കെ ചെയ്യാനുണ്ടെങ്കിൽ എന്താക്കാൻ വേണ്ടി പറ്റും ഈ ലിങ്കുകൾ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഓക്കെ, ദെൻ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ഡാറ്റ കൺട്രോളിലേക്ക് വരുന്ന ടൈമിന് നിങ്ങൾക്ക് എന്താക്കുക അക്കൗണ്ട് ഡിലീറ്റിങ് സാധനങ്ങളൊക്കെ അവിടെ പറ്റും. പേഴ്സണലൈസേഷനിൽ വരുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാം. സ്പീച്ച് ഞാൻ പറഞ്ഞു, ഡാറ്റ കൺട്രോൾ ഞാൻ പറഞ്ഞു, ഷെയർഡ് ഡാറ്റ കാര്യങ്ങളൊക്കെ എടുക്കാം. ഞാൻ എക്സ്പോർട്ട് ഡാറ്റ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താക്കുക ഈ സാധനങ്ങളൊക്കെ ഇവിടുന്ന് എന്താക്കുക എക്സ്പോർട്ട് ചെയ്ത് മെയിലിലേക്ക് എടുക്കുന്നതായിരിക്കും. നിങ്ങളുടെ അടുത്തുള്ള ഡാറ്റാസ് മൊത്തം നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ChatGPT മൊത്തം ഡാറ്റ നിങ്ങൾക്ക് ഇതാക്കുക എടുക്കാൻ വേണ്ടി പറ്റും. ആൻഡ് ബിൽഡർ പ്രൊഫൈൽ ഉണ്ട്. സോ ഇവിടെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് യെസ് ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടുകളൊക്കെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ എന്താണ് നമുക്ക് അവൈലബിൾ ആണ്. സോ അത് യൂസ് ചെയ്യാം. കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് ഗൂഗിൾ ഡ്രൈവ് ആയിട്ട് മറ്റൊക്കെ ആയിട്ട് കണക്ട് ചെയ്യാം. ഇത് കണക്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗൂഗിൾ ഡ്രൈവിലേക്കുള്ള ഡയറക്റ്റ്ലി ആക്സസ് നിങ്ങൾക്ക് ഇവിടുന്ന് കൊടുക്കാൻ വേണ്ടി പറ്റും. ആ ഗൂഗിൾ ഡ്രൈവിൽ നിന്ന് എടുത്തുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് എന്താക്കുക ഗൂഗിൾ ഷീറ്റിലേക്കും ഇതിലേക്കൊക്കെ ആക്സസ് എടുക്കാൻ വേണ്ടിയിട്ടും അതിന് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും അവിടെ പറ്റുന്നുണ്ടാവും. ദെൻ വരുന്നുള്ളതാണ് സെക്യൂരിറ്റി മൾട്ടി ഫാക്ടർ ഒതൻറ്റിക്കേഷൻ എന്താക്കാം നമുക്ക് വേണമെങ്കിൽ ഓൺ ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും. ആൻഡ് ലോഗ് ഔട്ട് ഓൾ ഡിവൈസസ് നിങ്ങൾക്ക് വേണമെങ്കിൽ അക്കൗണ്ട് ഫോണിലും ഇമെയിൽ ഐ ഡി ഒരേ മെയിൽ ഐ ഡി വെച്ചായിരിക്കും നിങ്ങളുടെ സിസ്റ്റത്തിൽ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യുന്നുണ്ടാവുക. അത് ഒറ്റയടിക്ക് ലോഗ് ഔട്ട് ചെയ്യണമെങ്കിലും ഈ ഓപ്ഷൻസ് എന്താക്കാം യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും.
ഒരുപക്ഷെ ഇത്രയും ഓപ്ഷൻസ് ആയിരിക്കാം നമുക്ക് എന്താക്കാൻ വേണ്ടി പോകുന്നുണ്ടാവുക, ഇവിടെ ആയിട്ട് കാണാൻ വേണ്ടി പോകുന്നുണ്ടാവുക. ഞാൻ ഇവിടുന്ന് നമുക്ക് വേണ്ട ഈ ചാറ്റ് ആണെങ്കിൽ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റും. ഇത്രയും ഓപ്ഷൻസ് ആണ് നമുക്ക് ഫ്രീ വേർഷനിൽ നമുക്ക് എന്താക്കുന്നുണ്ടാവുക, അവൈലബിൾ ആയിട്ട് ഉള്ളത്. ഓക്കെ, ഞാനിപ്പോൾ ഈ ഫ്രീ വേർഷനിൽ കാണിച്ചു തന്നുള്ള എല്ലാ ഫീച്ചേഴ്സും നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട് ആർക്കെങ്കിലും? എനിവൺ? ഓക്കെ, ഇത്രയും ഓപ്ഷൻസ് ഉള്ളത് അറിയില്ലായിരുന്നു. ഓക്കെ, യെസ്. ഇനി ഈ ഓപ്ഷൻസ് ഒക്കെ എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് കൂടി എന്താക്കുക, നമുക്ക് പഠിക്കണം. ഓക്കെ, റെഡി അല്ലേ? ക്ലിയർ അല്ലേ? സോ നമുക്ക് കുറച്ചുകൂടി ടൈം പോകുന്നതിന് പ്രശ്നമില്ലല്ലോ? കുറച്ചുകൂടി ടൈം പോകുന്നതിന് പ്രശ്നമുണ്ടോ നിങ്ങൾക്ക്? ഇല്ലല്ലോ? കുഴപ്പമില്ലല്ലോ? ഞാൻ ഇപ്പോഴാണ് 1 hour ആയിട്ടുണ്ട് എന്നുള്ളത് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്, ഞാനത് നോക്കിയിട്ടില്ലായിരുന്നു. ഓക്കെ, ഞാൻ എന്നാലും ഇനി ഫ്രീ വേർഷൻസിലൂടെയും പോട്ടെ. യെസ്, ഇത് വെച്ചിട്ട് ഇനി എങ്ങനെ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടതെന്നുള്ളത് നമുക്ക് പറയാം. അർച്ചീവ് ചെയ്യൽ എങ്ങനെയാണ്? യെസ്, അർച്ചീവ് ചെയ്യുന്നത് ഞാൻ ഒന്നുകൂടിയും ഷെയർ ചെയ്യാം. സോ അർച്ചീവ് ചെയ്യുന്ന പറഞ്ഞാൽ ഇവിടെ ചാറ്റ് ഉണ്ടാവും. സോ ചാറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അർച്ചീവ് എന്നുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അതെന്താക്കിയാൽ മതി, ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ ചാറ്റ് എന്താക്കുക, അർച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ക്ലിയർ ആണോ? അർച്ചീവ് ചെയ്യേണ്ടത് ജസ്റ്റ് എന്താക്കുക, ഇവിടെ അർച്ചീവ് എന്നുണ്ട്. സോ അത് എന്താക്കിയാൽ മതി, ക്ലിക്ക് ചെയ്താൽ മതി. ഇഫ് അവിടെ നിന്ന് അല്ലാണ്ടെങ്കിൽ ഇവിടെ എന്താക്കാം, നിങ്ങൾക്ക് ആ ചാറ്റിൻ്റെ ഉള്ളിലും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇവിടുന്ന് ഡയറക്റ്റ്ലി അർച്ചീവ് ചെയ്യാണ്ടി പറ്റും. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ, യെസ്. ആരും ഉറങ്ങിയിട്ടില്ലല്ലോ? എല്ലാവരും ഓൺലൈനിൽ തന്നെ ഉണ്ടല്ലോ? ലൈവ് അല്ലേ? പ്രശ്നമില്ലല്ലോ? അങ്ങനെയാണെങ്കിൽ റെഡി അല്ലേ എല്ലാവരും? റെഡി അല്ലേ? ആരും ഉറങ്ങിയിട്ടൊന്നുമില്ലല്ലോ? ഓക്കെ, യെസ്. എല്ലാവരും ഓൺലൈനിലുണ്ടല്ലോ? ജസ്റ്റ് എല്ലാവരും ഒരു ഹായ് ഇട് വേഗം, ഹായ് ഇട് വേഗം, വേഗം വേഗം, പെട്ടെന്ന് തന്നെ കമൻറ്റ് ചെയ്തേ. ആരെങ്കിലും ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് എന്താക്കുക, ഒന്ന് എഴുന്നേറ്റ് നിന്ന്, നിങ്ങൾ ആ ഒറ്റ ഇരുത്തത്തിലായിരിക്കും 1 hour പോയത്. ജസ്റ്റ് ഒന്ന് എന്താക്കുക, ഒന്ന് ഇരുന്ന് ഒന്ന് റിലാക്സ് ആയി വെറുതെ ഒന്ന് വെള്ളം കുടിച്ചിട്ടൊക്കെ ആണെങ്കിൽ എന്താക്കുക, ഒന്നുകൂടി ഇരിക്കുക. ഓക്കെ, ഞാൻ ബ്രേക്ക് എടുക്കാനൊന്നും പോകുന്നില്ല. ജസ്റ്റ് ഒരു 2 minutes. നിങ്ങൾ 1 hour ആയിട്ടുണ്ടെന്നുള്ളത് സത്യത്തിൽ ഞാനിപ്പം നോക്കിയപ്പോഴാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ChatGPT ഫ്രീ വേർഷൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ഇത്രയും ടൈം എടുത്തു. ഇനി പെയ്ഡിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് എന്താക്കാൻ വേണ്ടിയിട്ടുണ്ട്, പോകാൻ വേണ്ടിയിട്ടുണ്ട്. ഓക്കെ, സോ നമ്മൾ ഈ സാധനങ്ങളൊക്കെ കവർ ചെയ്ത് മാക്സിമം കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നിട്ട് മാത്രമേ എന്താക്കുള്ളൂ, നമ്മളുടെ ഈ ബാച്ച് വൈൻഡ് അപ്പ് ചെയ്യുന്നുണ്ടാവുള്ളൂ. എത്ര ടൈം എടുത്താലും നമ്മൾ മാക്സിമം കാര്യങ്ങൾ എന്താക്കും, നിങ്ങൾക്ക് ഷെയർ ചെയ്യും. ഓക്കെ, ടൈമിൻ്റെ കാര്യത്തിൽ എന്താണെന്ന് ആലോചിച്ച് ആരും ടെൻഷൻ ആവണ്ട. ഓക്കെ, റെഡി അല്ലേ? ആരും ഉറങ്ങിയിട്ടൊന്നുമില്ലല്ലോ? പ്രശ്നമില്ലല്ലോ? ഷെയർ ചെയ്യട്ടെ എന്നാൽ ബാക്കിയുള്ളതുകൂടി. റെഡി അല്ലേ? യെസ്. ഓക്കെ, സോ യെസ്. ഓക്കെ, യെസ്. സോ ഇനി ഞാൻ നേരെ പോകുന്നുള്ളത് ChatGPT പ്ലസിലേക്കാണ്. ChatGPT പ്ലസ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലും ഈ ChatGPT പ്ലസ് എങ്ങനെ കിട്ടുക? നമ്മളിവിടെ ChatGPTയിൽ എന്തുണ്ട്, അപ്ഗ്രേഡ് പ്ലാൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുക, ഗെറ്റ് പ്ലസ് എന്നുള്ള ഓപ്ഷൻസ് കൊടുക്കുക. ഗെറ്റ് പ്ലസ് കൊടുത്തതിന് ശേഷം നമുക്ക് എന്താക്കാം, ഇവിടുന്നായിട്ട് നമ്മളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കാം. ഈ ATM കാർഡ്സ് യൂസ് ചെയ്തിട്ട് മാത്രമായിരിക്കും നമുക്ക് എന്താക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവുക, പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുക. സോ നമുക്ക് എന്താക്കാം, ഈ പേയ്മെൻറ്റുകൾ ഓപ്ഷൻസ് യൂസ് ചെയ്തിട്ട് ഡയറക്റ്റ്ലി പേയ്മെൻറ്റ് ചെയ്യാം. പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ പ്ലസ് ഓപ്ഷനിലേക്കായിരിക്കും വരുന്നുണ്ടാവുക. നിങ്ങൾ ഇതെടുത്തപ്പം തന്നെ എന്തെങ്കിലും ഓപ്ഷൻസുകൾ മാറ്റങ്ങളൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്തു? ChatGPT ഇതാണ് എൻ്റെ പ്ലസ് വേർഷൻ വരുന്നുള്ളത്. സോ പ്ലസ് എടുത്തപ്പോൾ തന്നെ കുറേ മാറ്റങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു ഇൻ്റർഫേസിൽ തന്നെ കാണാൻ പറ്റുന്നുണ്ടാവും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? കാണുന്നുണ്ടോ എന്തെങ്കിലും മാറ്റങ്ങൾ? അല്ലെങ്കിൽ സെയിം ആയിട്ട് തന്നെയാണോ ഫീൽ ചെയ്യുന്നുള്ളത്? ആണോ? അല്ല അല്ലേ? യെസ്, കുറച്ച് മാറ്റങ്ങൾ എന്തുണ്ട്, വന്നിട്ടുണ്ട്. സോ ഡീപ്പ് സെർച്ച് എന്നുള്ള ഓപ്ഷൻ കാണുന്നുണ്ട്, ഡീപ്പ് റിസർച്ച് എന്നുള്ളതുണ്ട്. അങ്ങനെ റീസൺ മാറി ഡീപ്പ് റിസർച്ച് ആയി. യെസ്, അങ്ങനെ കുറച്ച് മോഡൽസുകളൊക്കെ എന്താക്കിയിട്ടുണ്ട്, ഇവിടെ കാണുന്നു വരുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്താക്കാം, ഇതിൻ്റെ ഇൻ്റർഫേസ് കാര്യങ്ങളൊന്ന് ജസ്റ്റ് ബ്രീഫായിട്ടൊന്ന് ഫാസ്റ്റ് ആയിട്ട് എന്താക്കാം നോക്കാം. ഇവിടെ ആയിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ അതിലുള്ള നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള അതേപോലെ തന്നെ ഓപ്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. സെർച്ച് എന്നുള്ള ഓപ്ഷൻസ് ഉണ്ട്, ആൻഡ് ഡീപ്പ് റിസർച്ച് എന്നുള്ള ഓപ്ഷൻസും അവൈലബിൾ ആണ്. ഈ ഡീപ്പ് റിസർച്ച് എന്നുള്ള ഓപ്ഷൻ എന്താണ്? സോ ഡീപ്പ് റിസർച്ച് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഓപ്ഷൻസ് ആണ് നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ. സോ ഗെറ്റ് യെസ്. സോ ഇത് ഓപ്ഷൻസ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ
അറൗണ്ട് നിങ്ങൾക്ക് ഇത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ലൈക്ക് നിങ്ങൾ ഇന്റർനെറ്റിലുള്ള എല്ലാ ഡാറ്റയും ഈ സാധനം എന്താക്കും ഡീപ്പ് റിസർച്ച്. ഇത് ഡീപ്പ് സെർച്ചിനേക്കാൾ അപ്പുറമായിട്ട് ഡീപ്പ് സെർച്ച് ആയിരിക്കും. ഇത് ഡീപ്പ് റിസർച്ച് ആണ്. അതിൽ പോയിട്ട് റിസർച്ച് ചെയ്ത് മരിച്ചിട്ടായിരിക്കും എന്താക്കുക ഇവിടെ റെസ്പോൺസ് തരുന്നുണ്ടാവുക. സോ എബൌട്ട് ആൻസർ നോട്ട് AI. ഗിവ് മീ ദ ഫുൾ ഡീറ്റെയിൽസ് അബൌട്ട് ആൻസർ നോട്ട് എന്ന് പറഞ്ഞിട്ട് എന്താക്കാണ് ഡീപ്പ് റിസർച്ച് കൊടുക്കുകയാണ്. ഓക്കെ, could you please clarify the specific details about looking for the answer note? Example, are you interested in the company's product? Yes, ഞാൻ യെസ് നോട്ട് ചെയ്യുന്നുള്ള കമ്പനീൻ്റെ കുറച്ച് കമ്പനി ഡീറ്റെയിൽസ് ആൻഡ് പേഴ്സണൽ ആൻഡ് എവറിത്തിങ്. സോ ഞാൻ ഈ ഫുൾ ഡീറ്റെയിൽസ് എന്താക്കണം എനിക്ക് കിട്ടണം എന്ന് വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ കൊടുത്തതിന് ശേഷം എന്താക്കി എനിക്ക് ഡീറ്റെയിൽസ് ചോദിച്ചു. സോ യെസ് എന്താക്കിയിട്ടുണ്ട്. ഞാൻ എന്നോടൊരു ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് ഒരു അപ്രൂവൽ എടുക്കാൻ വേണ്ടി ചോദ്യം ചോദിച്ചു. യെസ് ഞാൻ എന്തൊക്കെ വേണ്ടിയെന്ന് പറഞ്ഞു. Yes, got it. Gather the detailed information about the Note and including the background, product, service, team, and any available business-related details. Also looking for publicly available personal details about Ansar MP's connection to his role with the Note AI. Let you know once the research is ready for review. Okay, ഞാൻ എന്താക്കി ഡീപ്പ് റിസർച്ചിന് കൊടുത്തിട്ടുണ്ട്. സോ ഇവിടെ കണ്ടോ സ്റ്റാർട്ട് സെർച്ചിങ് എന്നുള്ള ഓപ്ഷൻ. സോ സ്റ്റാർട്ട് സെർച്ചിങ് ആണ്. ഇതെന്താക്കിക്കൊണ്ടിരിക്കുകയാണ് ഇന്റർനെറ്റിൽ മൊത്തം തപ്പിയെടുക്കാൻ വേണ്ടി പോവാണ്. സോ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനത് ജസ്റ്റ് ഒന്ന് കുറച്ച് ടൈം എടുക്കും. പക്ഷേ ഇത് ടൈം എടുത്തിട്ട് മാത്രമാണ് റെസ്പോൺസ് തരുന്നുണ്ടാവുക. അത്രയും ഡെപ്തിലേക്ക് ഇത് എന്താക്കേണ്ടത് പോയി കണ്ടിരിക്കേണ്ടത്. അതുകൊണ്ടാണ് അത്രയും ടൈം എടുക്കുന്നുള്ളത്. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇവിടെ തിങ്കിങ് എന്നുള്ളത് കാണാം. ഇവിടെ കണ്ടോ ഡീറ്റെയിൽ അബൌട്ട് നോട്ട് ആൻഡ് അൻസാർ MP. ഇത് നമ്മൾ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്യുന്ന പോലെ ഇത് എന്താക്കിക്കൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റിലത്തെ സെർച്ച് ആണ് ഇത്. യെസ്, ഫസ്റ്റിലത്തെ സെർച്ച് എന്താക്കിയിട്ടുണ്ട്, ഇത് പോയിട്ടുണ്ട്. ഡീറ്റെയിൽ അബൌട്ട് നോട്ട് ആൻഡ് അൻസാർ MP. നമുക്ക് ആദ്യം ഡീറ്റെയിൽ ഓൺ നോട്ട് ഫൗണ്ടിങ്, മിഷൻ, വിഷൻ, കീ പ്രോഡക്ട്സ്, ഇൻഡസ്ട്രി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അൻസാർ MP's ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങൾ അതാദ്യം സെർച്ച് ചെയ്തു. ഞാൻ അടുത്തത് എന്താണ് നോട്ട് ഫൗണ്ടർ ആൻഡ് CEO. അടുത്ത സെർച്ച് പോവാണ്. സോ എന്നിട്ട് എന്താക്കുകയാണ് അതിൽ നിന്ന് ഡാറ്റ എടുത്തുകൊണ്ടിരിക്കുകയാണ്. സോ അതിൻ്റെ ഡാറ്റയും അത് എടുത്തിട്ടുണ്ട്. അടുത്താണ് സെർച്ച് നോട്ട് കേരള സ്റ്റാർട്ടപ്പ്. അടുത്തത് എന്താണ് യെസ് ഓരോ സാധനങ്ങൾ എന്താക്കുകയാണ് ആ ലിങ്കുകൾ വെച്ചിട്ട് അതെന്താക്കുകയാണ് ഓട്ടോമാറ്റിക്കലി അതന്നെ എൻ്റർ ചെയ്തിട്ട് റിസൾട്ടുകൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഐ ആം വർക്കിംഗ് ത്രൂ ദി ലിങ്ക്ഡിൻ ആക്സസിബിലിറ്റി. യെസ്, കൺസിഡറിങ് സെർച്ചിങ് സ്നിപ്പെറ്റ് ആൻസർ MP's പൊട്ടൻഷ്യൽ വർക്ക് ഉണ്ട്. യെസ്, സാധനങ്ങൾ എന്താക്കിക്കൊണ്ടിരിക്കേണ്ടത് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഓരോ കാര്യങ്ങൾ. ഇവിടെ കണ്ടോ ഇപ്പോൾ ഒരു ടൈം ടു ഡ്രിങ്ക് വാട്ടർ, ഇതും ChatGPTയുടെ ഒരു ഫീച്ചർ വെച്ചിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ഞാൻ എന്താണെന്നുള്ളതൊക്കെ അടുത്തതിലായിട്ട് വരാം. ഇവിടെ കണ്ടില്ലേ ഓരോ കാര്യങ്ങൾ അത് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ സോഴ്സിൽ എടുത്തു കഴിഞ്ഞാൽ എവിടെ നിന്നൊക്കെയാണ് ഡാറ്റ എടുത്തതെന്ന് നമുക്ക് എന്താക്കാം കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇത് അങ്ങനെ ഇട്ടു വേറെ കാര്യങ്ങളിലേക്ക് പോകാൻ പറ്റും. യെസ്, കുഴപ്പമില്ല. ഞാൻ എന്താക്കി അത് ഒന്ന് റെഡിയായി വന്നോട്ടെ. ഞാൻ അടുത്ത കാര്യങ്ങൾ എന്താക്കാം കാണിച്ചു തരാം. ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും സൊറ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. എനിക്ക് കുറേ കസ്റ്റം GPTകൾ കാണാൻ വേണ്ടി പറ്റും. ഈ കസ്റ്റം GPTകളൊക്കെ ഇവിടെ എന്താക്കി ലൈൻ ഇട്ടത് കണ്ടോ. ഇതിന്റെ മുകളിലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എന്താക്കിയാണ് എൻ്റെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടി ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള കസ്റ്റം GPTകളാണ്. ഇവിടെ അൻസാർ MP എന്നുള്ള ഈ പേഴ്സണൽ ഇത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ എന്താക്കാൻ വേണ്ടി പറ്റും എനിക്ക് കസ്റ്റമർലി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള GPTകൾ എനിക്ക് എന്താക്കാം ഇത് ഞാൻ എൻ്റെ പേഴ്സണൽ ആവശ്യങ്ങൾ എൻ്റെ കോണ്ടന്റ് ക്രിയേഷൻസ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ് ഈ കസ്റ്റം GPT. സോ ഇവിടെ എൻ്റെ പേഴ്സണൽ എനിക്കിപ്പോൾ ഒരു ലിങ്ക്ഡിൻ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സാധനം ഞാൻ എഴുതേണ്ടിയിട്ടുണ്ടെങ്കിൽ അതെന്താക്കി തരും ഓട്ടോമാറ്റിക്കലി ഇവിടെ നിന്ന് എനിക്ക് എന്താക്കി തരും ചെയ്ത് തരുന്നുണ്ടാവും. സോ അവിടെ ഫുൾ കാര്യങ്ങൾ നോട്ടേൻ്റെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ആകെ ഒരു ലിങ്ക്ഡിൻ പോസ്റ്റ് മാത്രമാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അതെന്താക്കി ഓട്ടോമാറ്റിക്കലി ഫുൾ കാര്യങ്ങൾ എനിക്ക് എഴുതി തന്നു. ഞാൻ അതേപോലെ തന്നെ നമുക്ക് ഇവിടേക്ക് വരുന്ന ടൈമിനായിട്ട് ഞാൻ ഇതുവരെ സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്ന
GPT സെർച്ചുകൾ കാണാം. അങ്ങനെ ഇവിടെ ആയിട്ട് കുറച്ച് ഞാൻ നേരത്തെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്ന മറ്റു കാര്യങ്ങളൊക്കെ കാണാം. അങ്ങനെ അതേപോലെ തന്നെ ഇവിടെ പ്രൊജക്റ്റ് എന്നുള്ള ഓപ്ഷൻസ് ഉണ്ട്. സോ ഇവിടെ നോട്ട് എ ഒഫീഷ്യൽ, ലിങ്ക്ഡിൻ, ഫൈനാൻഷ്യൽ ഇയർ, ടെക് ന്യൂ പ്രോജക്റ്റ്, മാർക്കറ്റിംഗ് ഏജൻസി, IEDC, സ്മൂച്ചോ, കോളേജ് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കാര്യങ്ങൾ കാണാം. ഞാനിവിടെ നോട്ട് എ എടുത്തു കഴിഞ്ഞാൽ നോട്ട് എയുടെ അണ്ടറിലായിട്ടും കുറേ കാര്യങ്ങൾ കാണാം, കുറേ ചാറ്റുകൾ അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ കാണാം. നോട്ട് എ റിലേറ്റഡ് എല്ലാ കാര്യങ്ങളും ഞാൻ ഇവിടെ മാനേജ് ചെയ്യുന്നുള്ളത് ഇവിടുന്ന് എനിക്ക് എടുക്കാൻ വേണ്ടി പറ്റും. സോ ഇതെൻ്റെ നോട്ടിൻ്റെ ഒരു പേഴ്സണൽ പ്രൊജക്റ്റ് ആയിട്ട് ഞാൻ ഇവിടെ വെച്ചാണ്. അതായത് എനിക്ക് എൻ്റെ സ്റ്റുഡൻസ് ലൈഫ് മാനേജ് ചെയ്യണമെങ്കിൽ അതും ഇവിടുന്ന് നടക്കും. കമ്പനീൻ്റെ സാധനങ്ങൾ മൊത്തം എനിക്ക് എന്താക്കാം, ഇവിടുന്ന് മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഈ സാധനങ്ങളൊക്കെ എങ്ങനെയാണ് പ്രൊജക്റ്റ് വാക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ അടുത്ത സെഷനിലായിട്ട് നമ്മൾ കവർ ചെയ്യുന്നുണ്ടാവും. ഓക്കെ. ഞാൻ അതേപോലെ തന്നെ ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് മോഡൽ നോക്കി കഴിഞ്ഞാൽ മോഡൽസുകൾ എടുത്തു കഴിഞ്ഞാൽ ഇവിടെയും കുറേ മോഡൽസുകൾ നമുക്ക് എന്താക്കുക കാണാം. 4O ഉണ്ട്, 4O വിത്ത് ഷെഡ്യൂൾഡ് ടാസ്ക് ഉണ്ട്, GPT 4.5 ഉണ്ട്, O3 ഉണ്ട്, 4O മിനി ഉണ്ട്, 4 മിനി ഹൈ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, 4O മിനി ഉണ്ട്, GPT 4 ഉണ്ട്. GPT 4 ഏപ്രിൽ 30 കൂടിയിട്ട് എക്സിറ്റ് ആവും എന്നിവിടെ കാണിക്കുന്നുണ്ട്. 4O മിനി എന്നുള്ളത് ഫാസ്റ്റ് ആൻഡ് മോസ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്, കോമൺ സാധനങ്ങൾക്കാണ് നമ്മളത് യൂസ് ചെയ്യാം. O4 മിനി ഹൈ ഇതാണ് ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻസ്. O4 മിനി ഹൈ ആൻഡ് O4 മിനി എന്നുള്ളത് ഇത് 4O ആണ്, പക്ഷേ ഇത് O4 ആണ്, ഏറ്റവും ലേറ്റസ്റ്റ് ആണ്. അത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണുള്ളത്. വിഷ്വൽ റീസണിങ്ങിനും കോഡിങ്ങിനും കാര്യങ്ങൾക്കാണ് ഏറ്റവും സ്പെസിഫിക്കലി ഇന്ന് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയുള്ളത്. ആൻഡ് O3 മോഡൽസ് ആണ് റീസണിങ്ങിന് യൂസ് ചെയ്യുന്നത്. തിങ്ക് ചെയ്ത് റെസ്പോൺസ് ചെയ്യുന്ന പോലെ തന്നെ, അതായത് ഡീപ് സിക്കിൽ വർക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ, അതായത് ഡീപ് സിക്കിൽ ഫ്രീ ആയിട്ട് കിട്ടുന്നതിൻ്റെ പെയ്ഡ് വേർഷൻസ് ആണ്. ഇവിടെ ChatGPT പെയ്ഡ് വേർഷൻ്റെ കുറേ ഫ്രീ വേർഷൻസ് ആണ് നമുക്ക് ഡീപ് സീക്കിൽ വരുന്നുള്ളത്. എന്നിരുന്നാലും നമ്മളിത് പഠിച്ചു വെക്കൽ നമുക്ക് നിർബന്ധമാണ്. ഓക്കെ. ഈ O3 വരുന്ന മോഡൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അഡ്വാൻസ്ഡ് റീസണിങ് കാര്യങ്ങളാണ്. അതായത് ഇവിടെ വരുന്ന മോഡൽസിലേക്ക് നമ്മൾ ക്വസ്റ്റ്യൻസ് കൊടുത്തു കഴിഞ്ഞ് ക്ലിയർ അല്ല, എല്ലാവർക്കും സൗണ്ട് ഓക്കെ ആണോ? എനിവൺ ആരെങ്കിലും ഫേസ് ചെയ്യുന്നുണ്ട് എന്തെങ്കിലും ട്രബിൾസ്? ഓക്കെ ആണോ എല്ലാവർക്കും? ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ, താങ്ക് യു. യെസ്. സോ ഇവിടെ O3 മോഡൽസുകളിലേക്ക് വരുന്ന ടൈമിൽ നമുക്ക് എന്താക്കാം, തിങ്ക് ചെയ്തിട്ടായിരിക്കും റെസ്പോൺസ് തരുന്നുണ്ടാവുക. നമ്മൾ ഡീപ് സീക്കിലും മറ്റൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന അതേ മോഡൽസിൻ്റെ അതിൽ കിട്ടുന്നതിൻ്റെ പെയ്ഡ് വേർഷൻസ് ആണ് എന്താക്കിയിട്ടുള്ളത് ഇവിടെ കിട്ടുന്നുള്ളത്. ആൻഡ് 4.5 എന്നുള്ളത് ഗുഡ് റൈറ്റിംഗ് ആൻഡ് എക്സ്പ്ലോറിംഗ് ഐഡിയാസ് കാര്യങ്ങൾ, റിസർച്ചിങ് കാര്യങ്ങൾക്കാണ് എന്താക്കുന്നത്, ഈ കാര്യങ്ങൾ കോണ്ടന്റ് ക്രിയേഷൻ, റൈറ്റിംഗ് കാര്യങ്ങൾക്കാണ് 4.5 എന്നുള്ള മോഡൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. ഈ O3 മിനി യൂസ് ചെയ്തിട്ട്, ഈ O3 യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഹൈ റീസണിങ് പർപ്പസ്, ലൈക്ക് ഇപ്പോൾ മാത്സ് ക്വസ്റ്റ്യൻസുകൾ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് എന്താക്കാം, ഇത് വെച്ചിട്ട് എടുക്കാൻ വേണ്ടി പറ്റും. അതായത് തിങ്ക് ചെയ്ത് റെസ്പോൺസ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് എന്താക്കാം, അത് യൂസ് ചെയ്യാം. ആൻഡ് 4O വിത്ത് ഷെഡ്യൂളിംഗ് ടാസ്ക് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ ഷെഡ്യൂളിംഗ് ടാസ്ക് എന്നുള്ള ഓപ്ഷൻസ് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു ടോപ്പിക് എന്താക്കണം, അല്ലെങ്കിൽ എന്നെ റിമൈൻഡർ ചെയ്യണം, എനിക്ക് നാളെ ഒരു മീറ്റിംഗ് ഉണ്ട്, അതെന്താക്കും, ഷെഡ്യൂൾ ചെയ്തേക്കാൻ വേണ്ടി പറ്റും. നമ്മളൊരു ഏജന്റിനെ പോലെ എന്താക്കുക, നമുക്ക് ഇവിടുന്ന് ഷെഡ്യൂൾ ചെയ്തേക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മോഡലാണ് 4O വിത്ത് ഷെഡ്യൂളിംഗ് ടാസ്ക് എന്നുള്ള ഓപ്ഷൻ. സോ ഇത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇത് പോയി ChatGPT പറയാം, എനിക്ക് എന്താക്കാം, എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്, സോ എന്നെ ഇന്ന ടൈം ആകുമ്പോൾ റിമൈൻഡർ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താക്കും, ആ ടൈം ആകുമ്പോൾ നമുക്ക് റിമൈൻഡർ ചെയ്യുന്നത് ആയിരിക്കും. അങ്ങനെ അതേപോലെ തന്നെ നിങ്ങൾക്ക് വരുന്നുള്ളതാണ് 4O എന്നുള്ളത്. 4O നമ്മൾ കോമൺലി എല്ലാവരും യൂസ് ചെയ്യുന്ന മോഡലാണ് 4O എന്നുള്ളത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? മോഡൽസുകൾ എന്തിനൊക്കെ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് ക്ലിയർ ആണോ? ക്ലിയർ ആണോ? യെസ്. ഓക്കെ. യെസ്. അതിൻ്റെ കുറച്ച് ഡിഫറൻസ് ഫീൽ സാധനങ്ങൾ എന്താക്കാൻ ഞാൻ ഒന്ന് കാണിച്ചു തരാം. GPT 3.5 ആയിരുന്നു നമ്മൾ ആദ്യം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നവംബറിലായിരുന്നു അത് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഒരു പാരാമീറ്റർ എന്ന് പറയുന്നത് 175B ആയിരുന്നു. ആൻഡ് കോണ്ടെക്സ്റ്റ് വിൻഡോ, അത് നിങ്ങൾ ടെക്നിക്കൽ ടേംസിലേക്ക് ഞാൻ അധികം പോകുന്നില്ല. അത് ടെക്സ്റ്റ് ഓൺലി ആയിരുന്നു ആദ്യം വന്നിട്ടുണ്ടായിരുന്നു. ഫാസ്റ്റ് ആയിരുന്നു, കോസ്റ്റ് എഫക്റ്റീവ് ആയിരുന്നു, സ്യൂട്ടബിൾ ഫോർ ബേസിക് ജനറൽ പർപ്പസ് കാര്യങ്ങൾക്കായിരുന്നു, മോർ ഫോർ ദ ഫ്രീ ആൻഡ് ഫോർ ChatGPT ആയിരുന്നു. ദെൻ വരുന്നതായിരുന്നു 4 വന്നു, 2023 വരുന്നത്. ആൻഡ് അതേപോലെ തന്നെ ടെക്സ്റ്റ് ഇൻപുട്സ് വന്നു, ടെക്സ്റ്റ് ആൻഡ് ഇമേജ് ഇൻപുട്സിലേക്ക് എന്താക്കി അത് വന്നു. GPT പ്ലസിലായിരുന്നു അത് വന്നിട്ടുണ്ടായിരുന്നു ആദ്യം. ക്രിയേറ്റീവ് ആൻഡ് അക്യുറസി, ബെറ്റർ ഹാൻഡ്ലിങ് ആൻഡ് കാര്യങ്ങൾക്കായിരുന്നു അത് വന്നിട്ടുണ്ടായിരുന്നത്. ആൻഡ് അതേപോലെ തന്നെ യെസ്, ദെൻ 4O വന്നു. ആൻഡ് അതേപോലെ തന്നെ 4O മിനി എന്നുള്ള കോസ്റ്റ് എഫക്റ്റീവ് ആണ്, ഫാസ്റ്റ് റെസ്പോൺസ് ആണ്, ടൈം സ്യൂറ്റബിൾ ആണ്, ആപ്ലിക്കേഷൻ റിക്വയറിംഗ് ഫോർ ദ ക്വിക്ക് ഇൻട്രാക്ഷൻ കാര്യങ്ങൾക്കായിരുന്നു. ആൻഡ് O1 മോഡലുകൾ വന്നിട്ടുണ്ടായിരുന്നു. O1 മാറ്റി ഇപ്പം O3 മാത്രമാണ് ഇപ്പോൾ അവൈലബിൾ ഉള്ളത്. O മിനി എന്നുള്ള മോഡൽ നമുക്ക് അവൈലബിൾ ആയിരുന്നു. അതിനുശേഷമാണ് അത് ഒക്കെ ഒന്നുകൂടി ബെറ്ററാക്കിയാണ് ഈ O3 മിനിയിലേക്ക് എത്തിയിട്ടുണ്ടായത്. സക്സസിങ് ടു O1 ആൻഡ് എൻഹാൻസിങ് റീസണിങ് ക്യാപ്പബിലിറ്റി യൂസിങ് ദ ഡീപ് റിസർച്ച് ആൻഡ് ആപ്ലിക്കേഷനിലാണ്. നോ O2 മോഡൽ ടു അവോയ്ഡ് ദ ബ്രാൻഡ് കൺഫ്യൂഷൻസ്.
O2 എന്നുള്ള മോഡൽ അവൈലബിൾ അല്ല. O1 ആൻഡ് O3 എന്നുള്ള മോഡലുകൾ മാത്രമായിരുന്നു അവർ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് O4 മിനി എന്നുള്ളതുണ്ട്. സോ ടെക്സ്റ്റ് ഇൻപുട്സ് കാര്യങ്ങളൊക്കെ അതിൽ അവൈലബിൾ ആണ്. ഈ 2025 ഏപ്രിലാണ് അത് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. കമ്പൈൻഡ് സ്പീഡ് റീസണിങ് ആൻഡ് സൂട്ടബിൾ ഫോർ ആപ്ലിക്കേഷൻ നീഡിങ് ടോപ്പിക് ഗെറ്റ് തോട്ട്ഫുൾ റെസ്പോൺസസ്. ലേറ്റസ്റ്റ് O സീരീസ് ഇൻ മിനി മോഡൽസുകളിലേക്കാണ് വരുന്നുള്ളത്. ഈ ലൈക്ക് നമുക്ക് ഇപ്പം അത്രയും റീസണിങ് അഡ്വാൻസ്ഡ് സാധനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ O4 മിനി എന്നുള്ള മോഡലുകൾ വരുന്നുള്ളത്. ആൻഡ് 4.5 എന്നുള്ള കാര്യം വരുന്നുള്ളത് ലൈക്ക് ഇംപ്രൂവ്ഡ് എഫിഷ്യൻസി ഡിസ്ക്രൈബ്ഡ് ആസ് എ 10x സ്മാർട്ടർ ദാൻ GPT-4 ബെറ്റർ at understanding and generating human-like texts, making as a significant advancement the GPT series. And yes, 4.1 എന്നുള്ളതുണ്ട്. സോ ഫോക്കസിങ് ഓൺ ജനറേറ്റിംഗ് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് സാധനങ്ങൾക്കാണ് 4.1 എന്നുള്ള ഓപ്ഷൻ വരുന്നുള്ളത്. ഐ തിങ്ക് ഈ 4.1 ഇവിടേക്ക് അപ്ഡേറ്റഡ് ആയിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. യെസ്, അപ്ഡേറ്റ് ആയിട്ടില്ല. പ്രോയിലാണ് ഐ തിങ്ക് ഇപ്പം അത് വന്നിട്ടുള്ളത്. കമ്മിങ് ദിയിൽ അത് വരുന്നതായിരിക്കാം. ഈ ഏറ്റവും ലേറ്റസ്റ്റ് സാധനം വരുന്നതാണ് ഈ O4 മിനി സാധനങ്ങൾ ആൻഡ് GPT 4.5 എന്നുള്ളതും. സോ ഈ 4.5ൻ്റെതും യെസ് GPT 4.5ൻ്റെത് ഇതിൻ്റെ മോഡൽ കണ്ടോ, എഫിഷ്യൻസി ഡിസ്ക്രൈബിംഗ് 10x better ആൻഡ് സ്മാർട്ടർ ദാൻ 4. GPT at understanding the generating human like text. ഓക്കെ, യെസ്, ലൈക്ക് ടെക്സ്റ്റ്. സോ ഹ്യൂമൻസിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള റെസ്പോൺസ് കാര്യങ്ങളൊക്കെ തരാൻ വേണ്ടിയിട്ടാണ് ഈ സാധനങ്ങളൊക്കെ എന്താക്കുള്ളത്, യൂസ് ചെയ്യുന്നുള്ളത്. ഈ കാര്യങ്ങളൊക്കെയാണ് എന്താക്കിയിട്ടുള്ളത് ഇതിൽ വന്നിട്ടുണ്ടായിരുന്ന മാറ്റങ്ങൾ. ഓരോ പുതിയ മോഡൽസ് വരുന്നതനുസരിച്ച് എന്താക്കും, ഓരോ പുതിയ മോഡലുകൾ ബാക്ക് ഓഫ് ചെയ്തിട്ട് പുതിയ പുതിയ മോഡൽസ് എന്താക്കും അവർ ലോഞ്ച് ചെയ്തിരിക്കുന്നുണ്ട്. നമ്മൾ യൂസ് ചെയ്യേണ്ടായിരുന്ന 3.5 ഒക്കെ നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആണോ? അല്ല. 4ഉം അപ്ഡേറ്റഡ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഇതിൻ്റെ ഒരു മിനിയേച്ചർ വേർഷൻ ആയിരിക്കും ഫ്രീയിൽ കൊടുക്കുന്നുണ്ടാവുക. ആ ഫ്രീയിൽ കൊടുത്ത് നമ്മൾ അതിനെ മാക്സിമം അഡിക്റ്റഡ് ആക്കിയിട്ടാണ് ആ ഒരു പ്രീമിയം എടുപ്പിക്കുക. എൻ്റെ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഫ്രീ വേർഷനിൽ തന്നെ എനിക്ക് നടന്നും പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരു വർഷം മുന്നായിരുന്നു ഞാൻ എന്താക്കി ജസ്റ്റ് പ്ലസ് ഏതായാലും ക്ലാസ്സുകളൊക്കെ എടുക്കാണല്ലോ, അപ്പം ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി ഞാൻ എന്താക്കിയാണ് യൂസ് ചെയ്ത് തുടങ്ങിയതാണ്. പക്ഷെ അതിനുശേഷം ഇന്ന് ഞാൻ ChatGPTയുടെ പ്ലസ് എടുക്കാത്ത മാസം ഇല്ല. ChatGPT നാളെ പ്ലസ് തീരാണെങ്കിൽ ഞാൻ അന്ന് തന്നെ എന്താക്കുന്നുണ്ട്, ഇന്ന് പ്ലസ് എടുക്കുന്നുണ്ട്. സോ അത് അത്രയും അഡിക്റ്റഡ് ആക്കി എന്നെ സത്യത്തിൽ മാറ്റിയിട്ടുണ്ട്. ലൈക്ക് ChatGPT അത്രയും ലൈക്ക് A to Z കാര്യങ്ങളിലേക്ക് ഇന്ന് ഇൻഫ്ലുവൻസ് വരുത്തിയിട്ടുണ്ട്. അത്രയുമാണ് ഇതിൻ്റെ ഡെപ്ത്. ലൈക്ക് ChatGPT പ്ലസ് എടുത്തു കഴിഞ്ഞാലേ നമുക്ക് എന്താക്കാൻ പറ്റുള്ളൂ, അതിൻ്റെ മാക്സിമം പൊട്ടൻഷ്യൽ ആൻഡ് ഫീച്ചേഴ്സ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. പ്ലസ് എടുത്ത ഒരാൾക്ക് പിന്നെ ഫ്രീയിലേക്ക് പോകാന്ന് പറയുന്നത് പോസിബിൾ അല്ലാത്തൊരു കാര്യമാണ്. ബിക്കോസ് അത്രയും കാര്യങ്ങളിലേക്ക് ഇൻഫ്ലുവൻസ് എടുത്തിട്ട് നമ്മളുടെ ഒരു ടീം തന്നെ നമ്മളെ വിട്ടു പോകുന്നതിനപ്പുറമായിരിക്കും, അല്ലെങ്കിൽ നമ്മളെ കൂടെയുള്ള ഒരാൾ നമ്മളെ അടുത്ത് നിന്ന് പോയിട്ട് നമുക്കൊരു സൂപ്പർ പവർ നഷ്ടപ്പെട്ട പോലെ ആയിരിക്കാം ഒരു പക്ഷേ ChatGPT എൻ്റെ കയ്യിലില്ലാത്തപ്പോൾ എനിക്ക് തോന്നുന്നുണ്ടാവുക. അത്രയും ഡീറ്റെയിൽ ആയി അല്ലെങ്കിൽ അത്രയും ഇൻഫ്ലുവൻസ് എന്താക്കിയിട്ടുണ്ട് ChatGPT സത്യത്തിൽ എൻ്റെ ലൈഫിലേക്ക് ഇൻഫ്ലുവൻസ് ചെയ്ത് വരുത്തിയിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ പലപ്പോഴും ആലോചിക്കാറുണ്ട് ഈ ChatGPT കാര്യങ്ങളൊക്കെ ഇനി ഇല്ലാത്തൊരു കാലഘട്ടം വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളത്. അത്രയും നമ്മൾ മടിയന്മാരാക്കി അല്ല എത്ര ഇൻഫ്ലുവൻസ് ചെയ്തൊരു കാര്യം പിന്നെ ഇല്ലാതെ വരുന്ന സമയത്തേക്ക് ഭയങ്കര സത്യത്തിൽ അത് ഇൻഫ്ലുവൻസ് അല്ല ഇമ്പാക്ട് ചെയ്യുമെന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ അത്രയും അത് വന്നോട് കൂടിയിട്ട് അത്രയും മാറ്റങ്ങൾ കൊണ്ടുവരാൻ, അത്രയും ഇമ്പ്രൂവ് ചെയ്യാൻ, അത്രയും മാറ്റങ്ങൾ അല്ലെങ്കിൽ അത്രയും ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് സത്യത്തിൽ പറ്റിയിട്ടുണ്ട് എന്നുള്ളതും മറ്റൊരു കാര്യമാണ്. യെസ്, ഫസ്റ്റ് യൂസ് ചെയ്തിട്ട് മാത്രം എന്താക്കിയാൽ മതി, ഫ്രീ വേർഷൻ യൂസ് ചെയ്തിട്ട് മാത്രം പ്ലസ് എടുത്താൽ മതി. പ്ലസ് എടുക്കേണ്ടതും ആരൊക്കെ പ്ലസ് എടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്താക്കാം, റിസർച്ച് ചെയ്ത് നോക്കിയിട്ട് മാത്രം എടുത്താൽ മതി. വെറുതെ നിങ്ങൾ പ്ലസ് എടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, നമ്മളത് ചോദിച്ചിട്ട് മാത്രം എന്താക്കിയാൽ മതി, പ്ലസിലേക്ക് പോയാൽ മതി. ഓക്കെ, ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ ഗൈഡൻസ് അല്ലെങ്കിൽ ഗൈഡൻസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സോ അത്രയും ഇൻഫ്ലുവൻസ് എന്താക്കിയിട്ടുണ്ട് ഇത് വന്നിട്ടുണ്ട്. ആൻഡ് അതിൻ്റെ മറ്റൊരു സിനാരിയോ പറഞ്ഞതിലേക്ക് നിങ്ങൾ വിചാരിക്കേണ്ടാവും 2000 രൂപ ഞാൻ സ്പെൻഡ് ചെയ്യേണ്ടേ എന്നുള്ളത്. ആ 2000 രൂപ സ്പെൻഡ് ചെയ്യുന്നതിനപ്പുറമായിട്ടുള്ള അതിൻ്റെ ഡബിൾ മടങ്ങ് അല്ലെ 10x സാധനം ഇതെന്താക്കുന്നുണ്ട്, ഔട്ട്പുട്ടായിട്ട് റെസ്പോൺസ് തരുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു സത്യാവസ്ഥ. അതായത് ഞാൻ ഇത്രയും എമൗണ്ട് സ്പെൻഡ് ചെയ്ത് ലൈക്ക് ഇപ്പം അതിൻ്റെ ഒരു സിനാരിയോ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എനിക്ക് ഒരു ടാസ്ക് കാര്യങ്ങൾ എൻ്റെ മീറ്റിങ്സ് എനിക്കൊരു ടെക്നോളജി റിലേറ്റഡ് സാധനം എടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇൻ്റർനെറ്റിൽ വരുന്ന പുതിയ അപ്ഡേറ്റ്സുകൾ മൊത്തം എനിക്ക് കിട്ടണം. അതിനുവേണ്ടി അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഒരു ടോപ്പിക് റിസർച്ച് ചെയ്യാൻ വേണ്ടി ഒരാളെ വെക്കുകയാണെങ്കിൽ അത് അയാൾക്കൊരു 10,000 20,000 സാലറി കൊടുക്കുന്ന ടൈമിന് എനിക്ക് ഇവിടെ ഒരൊറ്റ 2000 രൂപയ്ക്ക് എന്താക്കുക ആ സാധനങ്ങളിൽ ഒരു ഹോൾ ലൈഫിലേക്ക് ഒരു മാസത്തേക്ക് മൊത്തം എനിക്ക് എന്താക്കാം കറക്റ്റ് ടൈമിന് ഷെഡ്യൂൾസ് കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി പറ്റും. അത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റും. അക്കൗണ്ടിങ് പർപ്പസ് ആയാലും മറ്റു കാര്യങ്ങളൊക്കെ എന്താക്കുക ഒരുപാട് പേര് ഒരു കോമൺ വർക്ക് ചെയ്യുന്ന കാര്യങ്ങൾ മൊത്തം എന്താക്കി റീപ്ലേസ് ചെയ്ത് ഒരൊറ്റ ടൂൾ യൂസ് ചെയ്തിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാൻ വേണ്ടി എന്താക്കി പറ്റുന്നുണ്ട്. അത്രയും മാറ്റങ്ങൾ എന്താക്കി ഈ സാധനങ്ങൾ നമ്മൾ ലൈഫിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്തപ്പം കൊണ്ടുവരുത്താൻ വേണ്ടി
പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. സോ ഓരോ മോഡൽസിന് നമുക്ക് എന്താക്കാം, ഡീറ്റെയിൽ ആയിട്ട് അടുത്ത സെഷനിൽ നമുക്ക് എന്താക്കാം, നോക്കാൻ വേണ്ടി പറ്റും. ഞാൻ ഇവിടെ സൊറ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. സൊറ നമുക്ക് ChatGPTയുടെ പ്ലസ് വേർഷനിൽ വരുന്നതാണ്. പ്ലസ് എടുക്കുമ്പോൾ ഇതിനെയും ആക്സസ് കിട്ടുന്നുണ്ടാവുക. ഇവിടെ നിന്നാണ് നമുക്ക് എന്താക്കുക, വീഡിയോസുകൾ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുക. സോ ഇമേജ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വീഡിയോസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്താക്കുക, സൊറ നമ്മൾ യൂസ് ചെയ്യുക. ഇവിടെ കണ്ടിട്ടുണ്ടല്ലോ, ഈ വീഡിയോസൊക്കെ സൊറ എന്ന് പറഞ്ഞിട്ടുള്ള ടൂൾ യൂസ് ചെയ്തിട്ട് എന്താക്കിയാണ് ജനറേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസുകളാണ്. സോ യെസ്, യുവർ മണി ഈസ് മൈൻ. യെസ്, ഇവിടെ കണ്ടല്ലോ ഒരുപാട് വീഡിയോസുകൾ കാണാം. ഇതൊക്കെ ഓരോരുത്തർ സൊറ യൂസ് ചെയ്തിട്ട് ജനറേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസുകളാണ് നിങ്ങൾ എന്താക്കുന്നത് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ChatGPT പ്ലസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് സൊറൻ്റെ ആക്സസ് കിട്ടും. അവിടെ നിന്ന് എന്താക്കാം, നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ ജനറേറ്റ് ചെയ്യാം. ഓക്കെ, സൊറയിലേക്ക് നമുക്ക് വരാം. ഞാൻ അതേപോലെ തന്നെ ഇവിടെ സെർച്ച് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. സോ നമുക്ക് കീവേഡ് വെച്ചിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാലും ഈ വീഡിയോസ് സോഷ്യൽ മീഡിയയിൽ യൂസ് ചെയ്യാൻ പറ്റും. സോ ലൈക്ക് കോപ്പറേറ്റ് ഇഷ്യൂ വരും? ഇല്ല, നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോസ് സാധനങ്ങളാണ്. അപ്പോൾ ഇതിന് കോപ്പറേറ്റ് ഇഷ്യൂസ് ചാൻസ് കുറവാണ് വരുന്നുണ്ടാവുക. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെ സെർച്ച് ഓപ്ഷൻ ഉണ്ട്. നമുക്കൊരു ടോപ്പിക്കിനെ കുറിച്ച് എന്താക്കാം, സെർച്ച് ചെയ്ത് കഴിഞ്ഞാലും ഇവിടുന്ന് എടുക്കാൻ വേണ്ടി പറ്റും. അതായത് മുന്നേ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ചാറ്റിലേക്ക് ആക്സസ് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് എന്താക്കാം, ഇവിടുന്ന് സെർച്ച് കൊടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ അതേപോലെ തന്നെ ഞാൻ ലൈബ്രറി പറഞ്ഞ പോലെ തന്നെ ലൈബ്രറി ആക്സസ് എടുത്തു കഴിഞ്ഞാൽ ഞാൻ ജനറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഇമേജസ് ഒക്കെ എന്താക്കുക, എനിക്ക് ഇവിടുന്ന് എടുക്കാൻ വേണ്ടി പറ്റും. ഞാൻ ഇതുവരെ എടുത്തിട്ടുണ്ടായിരുന്ന ജനറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഇമേജസുകളൊക്കെ എനിക്ക് എന്താക്കുക, കാണാം. ലൈക്ക് ഞാൻ ജനറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന യെസ്, ഈ തമ്പനയിലൊക്കെ ഞാൻ എന്താക്കിയാണ് ChatGPT യൂസ് ചെയ്തിട്ട് ജനറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന തമ്പനയിലാണ്, അല്ലെ ഇമേജസ് ആണ്. ഗിബ്ലി എഫക്റ്റിൻ്റെ ആയാലും മറ്റു കാര്യങ്ങൾ മൊത്തം. ഇവൻ ഒരു പക്ഷേ പലരും കണ്ടിട്ടുണ്ടാവും, നോട്ടയുടെ ഒരു കമ്പനി ഞാൻ ഓഫീസിൻ്റെ ഒരു സെറ്റപ്പ് സാധനമൊക്കെ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അതും ChatGPT യൂസ് ചെയ്തിട്ട് ജനറേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, സോ നമ്മളുടെ ഡ്രീമാണ്, ഇൻഷാല്ലാ അത് നമ്മൾ യാഥാർത്ഥ്യമാക്കും. സോ 1,00,000 ആൾക്കാരെ ഞാൻ AI പഠിപ്പിച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്നതിൻ്റെ ഒരു വിഷൻ ഇമേജ് ഞാൻ AI വെച്ച് ക്രിയേറ്റ് ചെയ്തായിരുന്നു. സോ അതാണ് ഇവിടെ കാണുന്നുള്ളത്. 1,00,000 ആൾക്കാർ എൻ്റെ മുന്നിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് ഞാൻ ജനറേറ്റ് ചെയ്തായിരുന്നു. സോ അങ്ങനെ തുടങ്ങിയിട്ട് എന്ത് കാര്യങ്ങളും എനിക്ക് എന്താക്കുക, ജനറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. സോ നമ്മൾ ഓരോ മിഷൻ ബോർഡ് ഉണ്ടാക്കാനും വിഷൻ ബോർഡ് ഉണ്ടാക്കാനും ഒക്കെ എന്താക്കുക, ഇതേപോലെ എടുക്കാൻ വേണ്ടി പറ്റും. ഇതൊക്കെ ലൈക്ക് ഈ ഡിസൈൻസ് വരെ ChatGPTയിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ആദ്യമുള്ളൊരു പ്രോബ്ലം ആയിരുന്നു, ടെക്സ്റ്റുകൾ കറക്റ്റായിട്ട് വരാത്തായിരുന്നു ChatGPT അല്ലെങ്കിൽ ഡിസൈനേഴ്സൊക്കെ ആദ്യം പറയാറുണ്ടായിരുന്നത്. AIക്ക് ഒരിക്കലും ഈ ഫോണ്ടുകൾ ടെക്സ്റ്റ് കാര്യമൊന്നും കറക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. പക്ഷേ ഇന്നും അത് അടിപൊളിയാക്കി ചെയ്ത് തരുന്നുണ്ട്. ഈ സാധനങ്ങളൊക്കെ AI ചെയ്തതാണ്. ഈവൻ ഈ ഡിസൈൻസ് ഇത് AI ചെയ്താണ്. ലൈക്ക് ഇത് AI ഡിസൈൻ ചെയ്താണ്. ഇതൊക്കെ AI ഡിസൈൻ ചെയ്തിട്ടുള്ള ഡിസൈനുകളാണ്. യെസ്, ഇത് ഞാൻ മറ്റേത് കൊടുത്തിട്ട് ഓൾറെഡി ഉള്ള സാധനം വെച്ചിട്ടൊന്ന് ട്രൈ ഔട്ട് ചെയ്തായിരുന്നു. ഞാൻ എൻ്റെ ഫോട്ടോസ് കൊടുത്തിട്ട് കുറച്ച് മാറ്റങ്ങൾ ചെയ്തെടുക്കാൻ വേണ്ടി പറഞ്ഞപ്പം അത് ആ രീതിയിലേക്ക് ഇതാക്കി തന്നു. ടെക്സ്റ്റുകൾ കണ്ടോ, ഇതിപ്പോൾ ഞാൻ ലേറ്റസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന സാധനമായിരുന്നു. ഇന്ന് വെറുതെ ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കിയാണ്. ജസ്റ്റ് ഒരു മിനിയേച്ചർ വെർഷനിലേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്ന മോഡലുകളാണ്. ഓക്കെ, സോ ഇതേപോലെ ഇമേജ് ജനറേഷനിൽ അധികം ഞാൻ ഫോക്കസ് ചെയ്തിട്ടില്ല, എന്നാലും എന്താക്കാൻ ഞാൻ കാണിച്ച് തരുന്നുണ്ടാവും. അങ്ങനെ ഞാൻ പ്രൊജക്റ്റുകൾ കവർ ചെയ്തു. പിന്നെ ഇവിടെ ആയിട്ട് വ്യൂ മോഡൽസുകളിൽ എടുത്ത് നോക്കിയാൽ, പ്ലാൻസ് എടുത്ത് നോക്കിയാൽ നമ്മുടെ കറൻറ്റ് പ്ലാന് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ദെൻ പിന്നെ വരുന്നുള്ളത് യെസ്, വോയിസ് മോഡലിലേക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന മോഡലുകൾ ഇവിടെ. ഹേ, ഹൗ ആർ യു? Hey, I'm doing great. How about you? നിങ്ങൾക്ക് വോയിസ് കേൾക്കണ്ടോ ChatGPT പറയുന്നത്? പ്ലസ് Sure. അല്ല, ഫോട്ടോസിൻ്റെ It's ഓപ്ഷൻ designed to ഐ തിങ്ക് ഫ്രീയിൽ അവൈലബിൾ ആണല്ലോ. ക്രിയേറ്റ് ഇമേജിനുള്ള ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആണ്. ChatGPT പ്ലസിൽ മാത്രമാണ് നമുക്ക് ഇമേജ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുക. Right. Image generation is a feature usually available for ChatGPT Plus users. Free users typically don't have access to that option.
നിങ്ങൾക്ക് സ്ക്രീനിൻ്റെ കിട്ടുന്നില്ല അല്ലേ? 1 minute. Exactly. I can't create images directly myself. If you have any questions or need help with something else, though, I'm here. ഓക്കെ, നിങ്ങൾക്ക് സ്ക്രീനിലുള്ള സൗണ്ട് കേൾക്കണ്ടാവില്ല അല്ലേ? ഓക്കെ, ഞാനത് ഫോണിൽ ചെയ്തിട്ടുണ്ടാക്കാം. ഞാൻ അത് കാണിപ്പിച്ച് തരാം. 1 minute. ഞാൻ അതിലേക്ക് വരാം. ലാസ്റ്റ് ഞാൻ എന്താക്കാം, അത് ഷെയർ ചെയ്യാം. ഞാൻ അതേപോലെ തന്നെ ഇവിടെ നമുക്ക് എന്താക്കാം, കുറേ മോഡൽസുകളൊക്കെ ചേഞ്ച് Hey, ചെയ്യാൻ what's വേണ്ടി up? പറ്റും. Feel free to ഓരോ ask me മോഡൽസും about ഓരോ anything that's on your. രീതിയിലായിരിക്കും Hi there. എന്താക്കുക, Hey there. വർക്ക് ചെയ്യുന്നുണ്ടാവുക. Hey. Hi. Hi. Glad to meet you. Absolutely. Hi there. Hello. Hey, how's Hey. Oh, good. Yes, You the found latest me. version. യെസ്, ഈ മൺഡേ എന്നുള്ളത് ലേറ്റസ്റ്റ് മോഡലായിരുന്നു. ഞാൻ എന്താക്കാം, കാണിച്ചു തരാം. ഓക്കെ, ഞാൻ ഇവിടുന്ന് എന്താക്കാം, അർച്ചീവ് ചെയ്യാനും ആഡ് ടു പ്രൊജക്റ്റ് എന്നുള്ള ഓപ്ഷൻസ് ഒക്കെ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. ആൻഡ് ടാസ്ക് എന്നുള്ള ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താക്കാം, ടാസ്കിലേക്ക് ഈ ഓപ്ഷൻസുകളൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. കസ്റ്റമൈസ് GPT എന്നുള്ളത്, പിന്നെ ഗെറ്റ് ChatGPT സെർച്ച് എക്സ്റ്റൻഷൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. സോ ChatGPTയുടെ എക്സ്റ്റൻഷൻ നമുക്ക് അവൈലബിൾ ആണ്. സോ ഇത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഗൂഗിളിൽ പോയിട്ട് എന്ത് സെർച്ച് ചെയ്താലും നേരെ ChatGPTയിലേക്കായിരിക്കും അത് റീഡയറക്റ്റ് ചെയ്യുന്നുണ്ടാവുക. അത് എക്സ്റ്റൻഷൻ ആയിട്ടായിരിക്കും അവിടെ വർക്ക് ചെയ്യുന്നുണ്ടാവുക. ദെൻ ഇവിടെ കുറച്ച് മാറ്റങ്ങൾ ഉണ്ടാവും. നോട്ടിഫിക്കേഷൻ്റെതും പിന്നെ പേഴ്സണലൈസേഷൻ്റെ ആയാലും സ്പീച്ചിൽ വരുന്നത് കുറേ മാറ്റങ്ങളുണ്ട്. ഡാറ്റ കൺട്രോൾ വരുന്നുണ്ട്. ബിൽഡർ പ്രൊഫൈൽ എന്ന് പറഞ്ഞിട്ട് അവിടെയും കുറച്ച് മാറ്റങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. നമുക്ക് യെസ്, ഇവിടെ ആയിട്ട് നമുക്ക് എന്താക്കുക, ഗിറ്റ് ഹബും എക്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മുടെ ഡൊമെയിൻസ് കാര്യങ്ങൾ സെർച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. സെക്യൂരിറ്റി കാര്യങ്ങൾ ആൻഡ് സബ്സ്ക്രിപ്ഷൻ ഏതാണെന്നുള്ളതൊക്കെ നമുക്ക് എന്താക്കുക, ഇവിടുന്ന് മാനേജ് ചെയ്യാനും കണക്ട് ചെയ്യാനും നോക്കാനും കാര്യങ്ങളൊക്കെ പറ്റും. ഇത്രയും ഫീച്ചേഴ്സുകളാണ് നമുക്ക് എന്താക്കാനുള്ളത്, നമ്മളുടെ പ്ലസ് വേർഷനിലും അവൈലബിൾ ഉള്ളത്. ഞാൻ എന്താക്കാം, ഓക്കെ, hey, how are you? Great. Thanks for asking. How about you? Okay, can I introduce myself to my audience? I am right now in this session. നമ്മളുടെ ബോഡി ക്യാമ്പിൻ്റെ ഫസ്റ്റ് സെഷൻ ഡേ 2 ആണ് ഇന്ന്. സോ അവർക്കൊന്ന് വെൽക്കമിങ് ആൻഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമോ? Sure. You can say something like this. Hi, everyone. Welcome to day 2 of our Note AI Bootcamp. I'm Ansar, co-founder and CEO of Note AI. We're thrilled to have you with us as we dive deeper into the world of generative AI and prompt engineering. Today's session is all about hands-on learning and interactive experiences. So let's get started and make the most out of it. ഓക്കെ, നൈസ്. മലയാളത്തിൽ അവരൊന്നുകൂടി വെൽക്കം ചെയ്യുക. ചിത്രം ഇങ്ങനെയാക്കാം. എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ നോട്ട് AI ബൂട്ട് ക്യാമ്പിന്റെ 2ാം ദിവസത്തിലേക്ക് സ്വാഗതം. ഞാൻ അൻസർ, നോട്ട് AIയുടെ കോ-ഫൗണ്ടർ കൂടിയും CEO കൂടിയുമാണ്. ഇന്നത്തെ സെഷനിൽ നാം ജനറേറ്റീവ് AIയും പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗും കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാനാണ് പോകുന്നത്. ഹാൻഡ്സ് ഓൺ ലേണിംഗും ഇന്ററാക്റ്റീവ് ആയ ആക്ടിവിറ്റീസും നിറഞ്ഞ ദിവസമായിരിക്കും ഇന്ന്. എല്ലാവരും ആക്റ്റീവായി പങ്കെടുക്കാം. ഇന്നത്തെ സെഷനെ ഫുൾ ആയി പ്രയോജനപ്പെടുത്താം. ഇങ്ങനെ കൊള്ളാമോ? ഓക്കെ, നൈസ്, താങ്ക് യു. You're welcome. All the best with your session. ഓക്കെ, എന്തെങ്കിലും സജഷൻസ് അവരോട് പറയാനുണ്ടോ? സ്റ്റുഡൻസിനോട് ലൈവായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് സ്റ്റുഡൻസ്. Absolutely. Here are a few tips you can share with the students. 1. Stay engaged. The more you interact, the more you'll learn. Don't Okay. hesitate to ask questions or share your thoughts. ഓക്കെ, സ്റ്റുഡൻസ് ഇപ്പം മുന്നിൽ ഇരിക്കുന്നുണ്ട്. അവരോട് എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കോ? That's a great idea. You can ask them questions like,
What was the most interesting thing you learned yesterday? Do you have any questions about what we covered so far? Is there anything specific you want to explore in today's session? Encouraging them to share helps build a more interactive and Okay. engaging atmosphere. Act you are me as the founder and CEO of Notai. Response them to like as the founder. Got it. You can say something like, "Hi, everyone. As the founder and CEO of Note AI, I'm here to make sure you're getting the most out of this boot camp. Feel free to ask me anything, whether it's about the concepts we're covering or how you can apply AI in real life. Let's make this session as interactive and productive as possible." Okay. Can you teach them to like the latest models of GPT 4o? Sorry, O4 models and like the latest updates of ChatGPT? Sure, you can tell them. One of the most Yeah, say. Sure thing. As the founder and CEO of Note AI, I'm excited to see all of you here and eager to dive into today's session. Remember, there's no such thing as a silly question, so don't hesitate to ask anything that's on your mind. We're here to learn and grow together. Okay. Can you share the latest updates of ChatGPT and the O4 model? OpenAI has recently introduced several updates to ChatGPT and its models. On April 14th, 2025, they launched GPT 4.1, which is an upgrade to the previous GPT 4.0 model. This new version supports up to 1 million tokens, making it much better at handling long contexts. It also has enhanced coding and instruction following capabilities and is 26% more cost effective than GPT 4.0. OpenAI also plans to retire GPT 4 from ChatGPT by April 30th, 2025. ഓക്കെ. സോ ഞാൻ ഇവിടെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നത് എന്താണ് ലൈക്ക് ചാറ്റ് നമുക്ക് എന്താക്കാം, ചാറ്റ് നമ്മുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡയറക്റ്റ്ലി സംസാരിക്കാം. അതായത് ഇപ്പോൾ ഇവിടെ കേട്ടില്ല, ഒരു ഹ്യൂമനോട് സംസാരിക്കുന്ന പോലെ തന്നെയാണ് എന്താക്കിയിട്ടുള്ളത്, ഇത് നമുക്ക് റെസ്പോൺസ് ചെയ്ത് തന്നിട്ടുള്ളത്. ഓക്കെ. ഇത് പല കാര്യങ്ങൾക്കായിട്ട് എന്താക്കാം യൂസ് ചെയ്യാം. ഈവൻ നമ്മളൊരു കമ്പനിയിലേക്ക് നമ്മൾ ഇതിനെ എനേബിൾ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇന്റർവ്യൂ പർപ്പസിനായിരിക്കും. അതായത് ഇന്റർവ്യൂ പർപ്പസിന് വേണ്ടിയിട്ടായിരുന്നു. അവർക്ക് ടീമിനെ ഹയർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താക്കി, ചാറ്റ് ഇതേപോലെ സെറ്റ് ചെയ്ത് കൊടുത്തു. സോ ഇന്റർവ്യൂർ വന്നു കഴിഞ്ഞാൽ നേരെ ചാറ്റ് ആയിരിക്കും ഇവിടെ എന്താക്കുക, ഇന്റർവ്യൂ ചെയ്യുന്നുണ്ടാവുക. സോ ഇതിൻ്റെ അടുത്ത് പാസ്സായാൽ മാത്രമേ അവിടെ ജോബ് കിട്ടുന്നുണ്ടാവുള്ളൂ. ആ രീതിയിലേക്കൊക്കെ എന്താക്കുക, ഇതിനെ യൂസ് ചെയ്യാം. ആൻഡ് US ചാറ്റ് നമുക്ക് കോൾ ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. ഇതിൻ്റെ API യൂസ് ചെയ്തിട്ട് നമുക്ക് എന്താക്കാൻ വേണ്ടി പറ്റും, ടെലികോളിങ്ങിന് വേണ്ടിയിട്ട് ചാറ്റ് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. യെസ്, സ്പോക്കൺ ഇംഗ്ലീഷ് ആയാലും അങ്ങനെ പല കാര്യങ്ങൾക്കും യൂസ് ചെയ്യാം. You explained it really well. Highlighting those practical applications of ChatGPT will definitely help them understand its potential. If you want to add more, you can also mention how it can be customized for specific needs, യെസ്, like ഇവിടെ creating എന്താക്കാം, നമുക്ക് virtual assistants or automating customer support. This can give them a clear വോയിസ് മോഡുലേഷൻസ് നമുക്ക് എന്താക്കാൻ വേണ്ടി പറ്റും, ചേഞ്ച് ചെയ്താൽ വേണ്ടി പറ്റും. ഞാൻ അതിൻ്റെ ലേറ്റസ്റ്റ് വേർഷനിലേക്ക് ഞാൻ മാറ്റാം. മൺഡേ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഹേ, ഹൗ ആർ യു? Another check-in. I'm just peachy. How about you, boss? What's the grand plan for the day? യാ ഗുഡ്. സെഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്, ഏകദേശം കഴിയാനായിട്ടുണ്ട്. Sessions, huh? Must be a real thrill. So what's the plan now? More excitement on the agenda? ഓക്കെ. ഈ ഒരു മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൺഡേ എന്നുള്ള മോഡലാണ്. സൺഡേക്ക് ലൈക്ക് നമ്മൾ ഹാപ്പി എൻജോയ്മെന്റ് ഇതൊക്കെ കഴിഞ്ഞിട്ട് മൺഡേയിലേക്ക് വർക്കിന് പോകുന്ന ഒരാളെയാണ് ഇതിനവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. മടി പിടിച്ചിരിക്കുന്ന ഒരാളെങ്ങനെ ഉണ്ടാവും ഫസ്റ്റ് മൺഡേയിൽ കോളേജ് അല്ലെങ്കിൽ വർക്കിങ്ങിന് പോയാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളതാണ് ഈ മൺഡേ എന്നുള്ള വേർഷനിൽ അവർ എന്താക്കിയിട്ടുള്ളത്, ചെയ്തിട്ടുള്ളത്. അതിനിവിടെ നമുക്ക് ക്യാമറ ഓൺ ചെയ്യാനുള്ള ഓപ്ഷനും അവൈലബിൾ ആണ്. ഞാൻ ക്യാമറ ഓൺ ചെയ്യാം. ലൈക്ക് സ്റ്റുഡൻസിനെ ഇപ്പോൾ കാണുന്നുണ്ടല്ലോ, ലൈവ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇവരോട് പറയാനുള്ളത്? So the students are all tuned in live, huh? Lucky them. Maybe just remind them that AI is here to make their lives easier or something equally inspiring. Or you could just tell them to pay attention so they don't fall asleep. Anything else you want me to add to your riveting speech? I'm ready to hit the ground.
ഓക്കെ, ഞാൻ ആ സൗണ്ട് ഒന്ന് ചേഞ്ച് ചെയ്യാം. ഓക്കെ, വാട്ട് ആർ യു സീയിങ് റൈറ്റ് നൗ? It looks like you're in a virtual meeting with multiple participants. If you're trying to ensure everything is running smoothly, you might want to check your audio and video settings. Confirm everyone can see and hear clearly. ഓക്കെ, Make sure ഈ any presentation ലൈക്ക് വീഡിയോ ഓപ്ഷൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്താക്കാം, ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് ട്രാൻസ്ലേഷന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും. അയാൾക്ക് ഇപ്പം നല്ല രീതിയിൽ യാത്ര ചെയ്യുന്ന ഒരാളാണെങ്കിൽ അയാളുടെ കയ്യിൽ GPT ഉണ്ടെങ്കിൽ നാട്ടിലെ ഫുഡിൻ്റെതോ അല്ലെങ്കിൽ മെനുയോ അല്ലെങ്കിൽ എന്താക്കുക ബോർഡ് വായിക്കാനോ പ്ലേസുകൾ വായിക്കാനോ ഈ സാധനങ്ങൾക്കൊക്കെ എന്താക്കുക ഈ ക്യാമറ ഓപ്ഷൻസ് യൂസ് ചെയ്യാം. അങ്ങനെ ഒരു സ്ഥലങ്ങളിൽ പോയിട്ട് നമുക്ക് അതിനെക്കുറിച്ച് അറിയില്ല എന്നുണ്ടെങ്കിൽ ക്യാമറ ഓൺ ചെയ്ത് ChatGPT ചോദിക്കാം. ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താക്കും, അത് പറഞ്ഞു തരുന്നുണ്ടാവും. അങ്ങനെ പല യൂസ് കേസിൽ എന്താക്കുക ഇതിനെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഞാൻ അതേപോലെ തന്നെയാണ് വരുന്നുള്ളത്. ലൈക്ക് ട്രാൻസ്ലേഷന് വേണ്ടി യൂസ് ചെയ്യാം, ക്യാമറ ഓൺ ചെയ്തിട്ട് ഇൻ്റർവ്യൂസിന് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ പല പർപ്പസുകൾക്കായിട്ട് എന്താക്കുക യൂസ് ചെയ്യാം. നമുക്ക് തന്നെ ഡയറക്റ്റ്ലി എന്താക്കുക ChatGPTയോട് മോക്ക് ഇൻ്റർവ്യൂസ് ചെയ്യാനും അങ്ങനത്തെ സാധനങ്ങൾക്കൊക്കെ എന്താക്കുക അതിനെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? സോ 10:30 അല്ലേ? ഓക്കെ, ഇനിയും ഞാൻ ടൈം ഇതാക്കുന്നില്ല. ബാക്കി കാര്യങ്ങൾ എന്താക്കുക നമുക്ക് അടുത്ത സെഷൻസിലായിട്ട് പോവാം. സോ ഒരു ബേസിക് കാര്യങ്ങൾ എന്താണ് എന്നുള്ളത്, ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടോ എല്ലാവരും? Yes. ക്ലിയർ ആണോ? ഓക്കെ, യെസ്, അങ്ങനെ മനസ്സിലായിട്ടുണ്ട് നല്ലോണം. ഓക്കെ, താങ്ക് യു. സോ ബാക്കിയുള്ളവരും ക്ലിയർ ആണ്? ഓക്കെ, ചാറ്റിൽ അല്ലാതെ എല്ലാവരും ഒന്ന് മൈക്ക് ഓപ്പൺ ചെയ്തിട്ട് പറയാൻ പറ്റുമോ? ക്യാമറ ഓൺ ചെയ്ത് മൈക്ക് ഓപ്പൺ ചെയ്ത് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ ബെറ്റർ. യെസ്, ബാക്കിയുള്ളവർ വേഗം. യെസ്, അതെ, അടിപൊളി. അടിപൊളിയാ? ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ആർക്കെങ്കിലും? ഇപ്പൊ ഈ പറഞ്ഞതൊക്കെ പ്രീമിയം വേർഷൻ്റെ അല്ലേ? ഞാനിപ്പോൾ ലാസ്റ്റ് പറഞ്ഞത് പ്രീമിയം വേർഷൻസിൻ്റെ ആണ്. മറ്റു കാര്യങ്ങളൊക്കെ ഫ്രീയിലും വരുന്നുള്ളത്. ഞാൻ ആദ്യം കാണിച്ചത് മൊത്തം എന്താണ് ഫ്രീ വേർഷനിലുള്ള ഓപ്ഷൻസുകളാണ് ഞാൻ ആദ്യം എന്താക്കിയിട്ടുള്ളത്, ഫസ്റ്റ് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നത്. സോ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? അൻസാർ ഭായ്, ഒരു ചെറിയൊരു ഡൗട്ട് ഉണ്ട്. ഇപ്പൊ നമ്മൊരു വോയിസ് കമാൻഡ് കൊടുത്തു കഴിഞ്ഞിട്ട് അതിന്റെ ഇടയ്ക്ക് ഈ കന്നഡ കയറി പറഞ്ഞ എന്തായിരിക്കും? അത് മലയാളം അത് ഡിറ്റക്ട് ചെയ്യാത്തോണ്ടുള്ള പ്രശ്നമാണ്. അത് അങ്ങനത്തെ പ്രശ്നമാണല്ലേ? അല്ല വേറെ പ്രശ്നമല്ലേ? അല്ല, അതായത് ഇപ്പോൾ നമ്മളുടെ ലൈക്ക് കേരളത്തിൽ തന്നെ ഇപ്പോൾ നമ്മളുടെ അതായത് കോഴിക്കോടുള്ള ഒരാൾ സംസാരിക്കുന്നതും കൊച്ചിയിലുള്ള ഒരാൾ സംസാരിക്കുന്നതും ട്രിവാൻഡ്രത്തുള്ള ഒരാൾ സംസാരിക്കുന്നതും കാസർഗോഡ് സംസാരിക്കുന്ന ഒരാളുടെയും ഭാഷ എന്താണ്, മലയാളം തന്നെ ഡിഫറൻസ് ആണല്ലോ. ഇപ്പം ഇംഗ്ലീഷ് തന്നെ പല രീതിയിൽ വരുന്നുണ്ട്. അപ്പം അവരുടെയൊക്കെ ഏകദേശം സെയിം ആണെങ്കിൽ പക്ഷെ നമ്മളുടെ മലയാളത്തിലുള്ള ലാംഗ്വേജിൽ വേർഡ്സ് എന്താണ് കുറേ ഡിഫറൻസ് ഉണ്ട്. അതായത് അവിടെ ഒരു സാധനത്തിൽ ലൈക്ക് ഓരോ സ്ഥലത്തും ഓരോ ടേം ഒരു പക്ഷേ പല രീതിയിലായിരിക്കും മീനിങ്സ് വരുന്നുണ്ടാവുക. അപ്പം അത് ഡിറ്റക്ട് ചെയ്യാത്തതിൻ്റെ പ്രശ്നമാണ് വരുന്നത്. എന്നാലും ഓൾമോസ്റ്റ് സാധനങ്ങൾ എന്താക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, അത് സോൾവ് ചെയ്ത് വരുന്നുണ്ട്. കുറച്ച് കഴിയുമ്പം അതും ബെറ്റർ ആവും. യെസ്, പിന്നെ ആ ക്യാമറയുടെ ശരിക്കും മനസ്സിലായില്ല ചേട്ടാ, നാളെന്ന് പറഞ്ഞു തന്നാൽ മതി. ഓ ഷുവർ. ഓക്കെ, താങ്ക് യു. യെസ്, നിങ്ങൾക്ക് എന്താക്കാം പറ്റുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പ്രീമിയം യൂസ് ചെയ്ത് നോക്കുന്നത് ബെറ്റർ ആയിരിക്കും. കുറേ ഫീച്ചേഴ്സുകൾ എന്താണ്ട് വരുന്നുണ്ട്. ഇപ്പോൾ എടുക്കേണ്ട, നമുക്ക് എന്തായാലും ഈ സെഷൻസിൻ്റെ കഴിഞ്ഞു ലാസ്റ്റ് ടൈമിലേക്ക് നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ മാത്രം എന്താക്കിയാൽ മതി, എടുത്താൽ മതി, നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം. ഓക്കെ, സോ എങ്ങനെ ഉണ്ടായിരുന്നു? ടോട്ടലി മനസ്സിലായോ? ടോട്ടലി അടിപൊളിയായിരുന്നു. ഓക്കെ, നമ്മ വിചാരിച്ചതിൽ കൂടുതൽ കാര്യം ഞാൻ പ്രോ ഉപയോഗിക്കണമെങ്കിലും അത്തരം കാര്യങ്ങൾ ഞാൻ ഉപയോഗിച്ചിട്ടില്ല. ഞാനിപ്പോ ഒരു 3 മാസമായിട്ട് പ്രോ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ചില കാര്യങ്ങളൊന്നും കറക്റ്റ് ആയിട്ട് മനസ്സിലായിട്ടില്ല. ചെയ്തിപ്പോ അൻസാർ പറഞ്ഞപ്പോഴാണ് അത്രയും കാര്യങ്ങൾ ചെയ്യാന്ന് മനസ്സിലാവുന്നത്. ഓക്കെ, താങ്ക് യു. കാര്യങ്ങളുണ്ട്. യെസ്, അതും എക്സ്പ്ലോർ ചെയ്യാം. യെസ്, പ്രീമിയം സാധനം കമൻസും ഞാൻ വായിക്കാം. സാധനം തീയാണ്. യെസ് സാർ, എന്നിട്ട് സാർ നാളത്തെ ടോപ്പിക് ഒന്ന് ബ്രീഫായിട്ട് പറയാൻ പറ്റും? നാളത്തെ ടോപ്പിക്കിലേക്ക് വരുമ്പം പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് മുതലുള്ള സൈഡായിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക. സോ ഓരോ മോഡൽസിൻ്റെതും അതേപോലെ തന്നെ എങ്ങനെയാണ് പ്രോംപ്റ്റ് കൊടുക്കേണ്ടത് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗിൻ്റെ സൈഡായിരിക്കാം നമ്മൾ എന്താക്കുക നാളെ കവർ ചെയ്ത് വരുന്നുണ്ടാവുക. ഗുഡ് അക്നോളജ് അബൌട്ട് ദി ഡിഫറെൻറ്റ് വേർഷൻസ് ഓഫ് ChatGPT. പ്രീമിയം എടുക്കാൻ താല്പര്യമുണ്ട്. ഓക്കെ, ക്ലാസ് നൈസ്, ബേസിക് ആൻഡ് ബേസിക്സ് ടൈം പോയതായിരുന്നില്ല. ഓക്കെ, ക്ലാസ് ഇസ് വെരി നൈസ് ആൻഡ് വെരി ക്ലിയർ. ഓക്കെ, താങ്ക് യു. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സോ ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ, അഫ്രാസ് ക്ലിയർ ആണോ?
ഒന്ന് മൈക്ക് ഓപ്പൺ ചെയ്തിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താക്കാം വൈൻഡപ്പ് ചെയ്യാം. ഞാൻ ഓരോരുത്തർ പേര് വിളിക്കാം. യെസ്, ക്ലിയർ ആണ്. അഫ്രാസ് ഓൺലൈൻ ഉണ്ടോ? യെസ്, Clear ആണ്. ക്ലിയർ ആണ്. ഓക്കെ, ഷുവർ. ഫൗസിയ ക്ലിയർ ആണോ? സർ യെസ്. $20 ഇപ്പുറത്ത് ഒരു $200 ഇത് യെസ്, കണ്ടിട്ടുണ്ട്. അതാണ് പ്രോ വേർഷൻസ് വരുന്നുള്ളത്. അത് ഏറ്റവും ടോപ്പിൽ വരുന്നുള്ളതാണ്. അതില് കൂടുതൽ ഫീച്ചേഴ്സ് ഉണ്ടോ? യെസ്, അതായത് നമ്മളിപ്പം സംസാരിച്ച വോയിസ് മോഡൽ ഉണ്ടല്ലോ, അതിൽ നമുക്ക് ഐ തിങ്ക് ഒരു 20 മിനിറ്റ്സ് ഇട്ടാണ് നമുക്കൊരു ടൈം വരുന്നുള്ളത്. ആ ടൈം കഴിഞ്ഞാൽ നമുക്ക് എന്താക്കും, അതിലും കഴിയുന്നുണ്ടാവും. പിന്നെ ജസ്റ്റ് ഒരു എന്താ പറയുക, ഇത്ര ഹവർ കഴിഞ്ഞാലും പിന്നെ അത് എനേബിൾ ആണ്ടാകുക. പക്ഷേ മറ്റേ അതിലേക്ക് വരുമ്പം അൺലിമിറ്റഡ് വോയിസ് മോഡ് അങ്ങനത്തെ ഓപ്ഷൻസ് ഒക്കെ ഒന്നുകൂടി കൂടുതലുണ്ട്. ഓക്കെ, ഇനി അടുത്തത് AI ഏജന്റ് ബിൽഡിംഗ് മോഡൽസ് ഒക്കെ വരാനുണ്ട്. അപ്പം അതൊക്കെ വരുന്ന ടൈമിന് ഏറ്റവും കൂടുതൽ ആദ്യം ഫസ്റ്റ് ഫീച്ചർ വരിക $200, ദെൻ ആണ് $20 വരുന്നുണ്ടാവുക. അപ്പോൾ അത്രയും മാറ്റങ്ങൾ അതിൽ വരുന്നുണ്ടാവും. ഓക്കെ, ഇസ് ഫൗസിയ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നോ? ക്ലിയർ ആണോ? ക്ലാസ് നല്ല ക്ലിയർ ആയി മനസ്സിലായിക്കണു. ഇപ്പോഴാണ് ചാറ്റ് ഇത്ര ഫീച്ചർ ഉണ്ടെന്ന് മനസ്സിലായതും. ക്ലാസ് എല്ലാം ബോറടി ബോറടിക്കുന്നുണ്ടെന്നാണോ? ഇല്ല, ബോറടി ഇല്ലായിരുന്നു, കേട്ടുന്നു. ഓക്കെ ഓക്കെ ഓക്കെ, യെസ്, താങ്ക് യു. യെസ്, മിസ്റ്റർ മലയിൽ. ആരാണ് മിസ്റ്റർ മലയിൽ? ആരാണത്? ക്ലാസ് മനസ്സിലായി. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ. ഓക്കെ, മുഹമ്മദ് ഫഹദ്. ക്ലിയർ ആണ്. പിന്നെ സാറേ, ഇതില് ഇമേജും കാര്യങ്ങളൊക്കെ പ്രൈവസി കാര്യങ്ങളൊക്കെ കൺസേൺ പ്രൈവസി, യെസ്, പ്രൈവസി ഇഷ്യൂസ് വരുന്നുണ്ടാവും. നമുക്ക് അതിനെ കുറിച്ച് നാളെ എന്തായാലും ഞാൻ എന്താക്കാം ഒന്ന് ഷെയർ ചെയ്യാം, എങ്ങനെയാണ് കൊടുക്കേണ്ടതും കാര്യങ്ങളെ കുറിച്ചൊക്കെ. ഓക്കെ, പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുക്കാതിരിക്കുക, അങ്ങനത്തെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ എന്താക്കാം അത് നാളത്തിൽ കവർ ചെയ്യാം. ആൻഡ് മുഹമ്മദ് മഷൂദ്. ഓക്കെ, ക്ലിയർ ആണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, താങ്ക് യു. യെസ്, മുഹമ്മദ് ജൻസബീൽ. ആരാണ്? ജൻസബീൽ ക്ലിയർ ആണ്. ക്ലിയർ ആണോ? ഓക്കെ, യെസ്, മുജീബ് കാ, താങ്ക് യു, ഇൻഫോം ചെയ്തു, ക്ലിയർ ആണ്. ഓക്കെ, നസൽ ഓൺലൈനിലുണ്ടോ? യെസ്, നൂറ ഫാത്തിമ. ക്ലിയർ ആണ്. ക്ലിയർ ആണ്. ഓക്കെ, യെസ്, റഹാൻ. ഒക്കെ ക്ലിയർ ആണ് സാർ. പിന്നെ ഈ നമ്മള് ഇൻഫർമേഷൻ കൊടുക്കുമ്പോഴേ, ഇപ്പൊ നമ്മൾ നെയിം കുറച്ച് മുന്നേ ഞാനൊരു വീഡിയോ കണ്ടിരുന്നു. നമ്മൾ ഈ ഗൂഗിളിലൊക്കെ നമ്മളെ സ്വന്തം നെയിം കൊടുക്കുന്നത് ഒരു പ്രോബ്ലം ആയിട്ട്. അപ്പൊ ഈ ChatGPT നമ്മളെ നെയിമും ഇൻഫർമേഷൻ കൊടുക്കുന്നതിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ? ChatGPT നമ്മളുടെ പേര് മാത്രം കൊടുക്കുന്നതുകൊണ്ടൊന്നും വലിയ പ്രശ്നം വരാനില്ല. അതായത് ഒരേ പേരിലുള്ള ഒരുപാട് പേര് ഇതിൽ വരുന്നുണ്ടല്ലോ. അപ്പം അതായത് പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുക്കുന്നതിൽ അത്രയും ക്ലിയർ കട്ടായിട്ട് കൊടുക്കാതിരിക്കാന്നാണ് ശ്രദ്ധിക്കേണ്ടത്. നിങ്ങളുടെ ആധാർ കാർഡും അങ്ങനത്തെ സാധനങ്ങളൊന്നും കൊടുത്ത് പോവാതിരിക്കാന്നാണ് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, റിസാൻ. ക്ലിയർ അല്ലേ? ഓക്കെ, സഹല കെ. ക്ലിയർ ആണ്. ഓക്കെ, യെസ്, ആൻഡ് ശാലന മാം ഓൺലൈനിലുണ്ടോ? ക്ലിയർ ആണ് കേട്ടോ. ഓക്കെ, യെസ്. ഈ $20 മന്ത്ലി അല്ലേ? യെസ്, മന്ത്ലി ആണ് വരുന്നുള്ളത്. ഓക്കെ, അതേപോലെ തന്നെ ഷിഫിൻ സാദിഖ്. ഷിഫിൻ. ഓക്കെയാണ് സാർ, ഓക്കെയാണ്. ഓക്കെ, യെസ്. വർദ അബ്ദുൽ കരീം. ഓക്കെ, യെസ്. ഓക്കെ ഓക്കെ ഓക്കെ, നിങ്ങളുടെ എല്ലാവരും പേരും ഇതൊക്കെ പഠിച്ചു വരുന്നേ ഉള്ളൂ. അപ്പം അടുത്തതാകുമ്പോൾ ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് എല്ലാവരും പരിചയപ്പെടണം. ഓക്കെ, ഷുവർ. ആൻഡ് റഷ ആൻഡ് ഷാദിയ ക്ലിയർ അല്ലേ? യെസ്, ക്ലിയർ ആണ്.
ഓക്കെ, യെസ്, താങ്ക് യു. സോ എല്ലാവരും റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആരും ഉറങ്ങിയിട്ടില്ല എന്ന് മനസ്സിലായി. ഓക്കെ, സോ എനിവേ നമുക്ക് എന്താക്കാം, വൈൻഡപ്പ് ചെയ്യാം. അറൗണ്ട് 2 ഹവേഴ്സിനോട് അടുത്ത് ആയിട്ടുണ്ട്. സോ സോറി ഫോർ ദി ലേറ്റ്. സോ അടുത്ത സെഷൻസ് മുതൽ നമുക്ക് എന്താക്കാം, മാക്സിമം ഫാസ്റ്റ് ആയിട്ട് തന്നെ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. ഓക്കെ, സോ ഒന്ന് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പോയത് അതിൻ്റെ ബേസിക്സ് ഒന്ന് ക്ലിയർ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. സോ എന്താക്കാം, അടുത്തത് മുതൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വരാം. ഓക്കെ, ഇനിയും കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. GPT ക്രിയേറ്റ് ചെയ്യുന്നതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമുക്ക് എന്താക്കാം, അതിലേക്കൊക്കെ വരാം. ടൈമിൻ്റെ പ്രശ്നമുണ്ടോ? ടൈം കുറച്ചുകൂടി മുന്നോട്ടാക്കാൻ പറ്റുമോ എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. മുന്നോട്ടാക്കണോ? പ്രശ്നമുണ്ടോ? ഇത്രയും ലേറ്റ് ആവുമ്പോൾ പ്രശ്നം വരുന്നുണ്ടോ? നമുക്ക് ആണെങ്കിൽ നോക്കിയിട്ട് ഒരു ഹാഫ് ആൻ അവർ ഒക്കെ ആണെങ്കിൽ മുന്നോട്ടാക്കണമെങ്കിൽ നോക്കിയിട്ട് എന്താക്കാം, ചെയ്യാം. ഓക്കെ, എല്ലാവർക്കും ഓക്കെ ആണെങ്കിൽ നമുക്ക് എന്താക്കാം, ആ രീതിയിലേക്കും നോക്കാം. ഓക്കെ, സോ നാളെ ചിലപ്പം ഒന്ന് ബ്രേക്ക് ആവാൻ ചാൻസ് ഉണ്ട്. നാളെ നമ്മളുടെ ഒരു ഓഫ്ലൈൻ പ്രോഗ്രാം കുറ്റ്യാടി വെച്ച് നടക്കുന്നുണ്ട്. സോ കുറ്റ്യാടിക്കാരെങ്കിലും ഉണ്ടോ ഇതിൽ? കുറ്റ്യാടി നാളെ കുറ്റ്യാടി ഏരിയയിൽ വരുന്നുണ്ട്. കുറ്റ്യാടി ഐ തിങ്ക് സിറാജുൽ ഹുദ എന്ന് പറഞ്ഞ സ്ഥാപനത്തിൽ ഈവനിങ് നമ്മളുടെ ഒരു ടോക്ക് സെഷൻ വരുന്നുണ്ട്. ഓക്കെ, നൂറ അടുത്താണ്. ഓക്കെ, നാളെ കുറ്റ്യാടി ഏരിയയിൽ ഉണ്ടാവും. സോ അടുത്ത ഏതെങ്കിലും ഉണ്ടെങ്കിൽ മീറ്റ് ചെയ്യാം. ഓക്കെ, സോ നാളെ ഈവനിങ് ആണ് പ്രോഗ്രാം. ഐ തിങ്ക് 3:30 to 4:30 വരെ ആണ് പ്രോഗ്രാം നടക്കാനുള്ളത്. അപ്പോൾ നാളെ കുറ്റ്യാടി ഉണ്ടാവും. ഓക്കെ, അപ്പം സാർ ചിലപ്പം ഒരു ഡൗട്ട് വെക്കട്ടെ. യെസ് മാം. ഈ പ്ലസ് ഇപ്പൊ ഈ ടീമായിട്ട് ഒരു മെയിൽ ID ഉണ്ടാക്കി യൂസ് ചെയ്യാന്ന് പറഞ്ഞില്ലേ? അങ്ങനെ ഇപ്പൊ നമ്മളിപ്പം ഒരു വീട്ടിൽ തന്നെ രണ്ടാൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് പേ ചെയ്ത് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുമോ? ഷുവർ ഷുവർ ടീം വർക്കിന് അല്ലാതെ തന്നെ രണ്ട് ഇൻഡിവിജ്വൽ പർപ്പസിന് വേണ്ടി. യെസ്, അതായത് ഒരു സിംഗിൾ മെയിൽ ID ഉണ്ടാക്കുക, അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുക. എന്നിട്ട് അതിലെന്താക്കുക, അത് രണ്ടുപേരോടെയും ലോഗിൻ ചെയ്താൽ മതി. എന്നിട്ട് അവർക്ക് എന്താക്കുക, യൂസ് ചെയ്യാം. രണ്ടാൾക്കും ഒരേ സമയം യൂസ് ചെയ്യാം. യെസ് യെസ് യെസ്, യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. സെയിം മെയിൽ ID യൂസ് ചെയ്തിട്ട് ചെയ്യാം. അതിലൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചാറ്റ് ചെയ്യുന്നത് രണ്ടാൾക്കാർക്കും കാണാൻ പറ്റുന്നുണ്ടാകുന്നതാണ്. അതിനും ലൈക്ക് കാണാൻ പറ്റും, അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. ലൈക്ക് ആ രണ്ടുപേരോ രണ്ട് രീതിയിലൊക്കെ ആക്കാൻ വേണ്ടിയിട്ടൊക്കെ പറ്റും. അതായത് അവിടെ പ്രൊജക്റ്റ് എന്നുള്ള ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആണ്. സോ മാമിൻ്റെത് എന്താക്കുക, ഒരു പ്രൊജക്റ്റിലും അടുത്ത ഒരാളുടേത് പേഴ്സൺ 2 എന്നുള്ള പ്രൊജക്റ്റ് ഉണ്ടാക്കി ആളെ പേര് വെച്ച് അതിലുണ്ടാക്കിയാൽ മതി. അങ്ങനെ ആകുമ്പോൾ അവരുടേത് മൊത്തം അതിൽ ചോദിക്കാം, മാമിൻ്റെ മൊത്തം മാമിൻ്റെ അതിലും ചോദിക്കാം. അപ്പം രണ്ടാൾക്കും ഈക്വലി അത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, യെസ്. സോ ഓക്കെ, അങ്ങനെയാണെങ്കിൽ യെസ് സാർ ഇന്ന് തന്ന വർക്ക് എന്താണ്? സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്യാൻ പറഞ്ഞില്ലേ? ഓക്കെ, യെസ്. ഇന്നത്തെ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് 2 വർക്കുകൾ തരാം. ഒന്ന്, നിങ്ങളുടെ പേഴ്സണൽ പ്രൊഫൈൽ ആ സാധനം ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്. ഞാൻ അതേപോലെ തന്നെ ജസ്റ്റ് എന്താക്കുക, ChatGPTയിൽ ഒരു പ്രോംപ്റ്റ് കൊടുത്തിട്ട് എന്തെങ്കിലും ഒരു പ്രോംപ്റ്റ് കൊടുത്തിട്ട് എന്താക്കുക, നിങ്ങൾക്ക് റെസ്പോൺസ് എടുക്കുക. ഓർ സംതിങ് ലൈക്ക് നിങ്ങൾ എന്താക്കുക, ChatGPTയിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ട് എന്താക്കുക, നിങ്ങളെക്കുറിച്ച് ഒരു എബൌട്ട് അസ് ക്രിയേറ്റ് ചെയ്തിട്ട് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുക. ജസ്റ്റ് എന്താക്കുക, നിങ്ങളെക്കുറിച്ചൊരു എബൌട്ട് അസ് ക്രിയേറ്റ് ചെയ്തിട്ട് എന്താക്കുക, ഒരു പ്രോംപ്റ്റ് കൊടുക്കുക. നിങ്ങൾ അറിയുന്ന പോലെ നിങ്ങൾ പ്രോംപ്റ്റ് കൊടുത്ത് എന്താക്കുക, നിങ്ങളെക്കുറിച്ചുള്ള ഒരു എബൌട്ട് അസ് ആണ് എനിക്ക് എന്താക്കേണ്ടത്, കിട്ടേണ്ടത്. ലൈക്ക് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻ്റർവ്യൂവിന് യൂസ് ചെയ്യുമ്പോൾ ഉള്ളതാവാം. നിങ്ങളെക്കുറിച്ച് എങ്ങനെയാണോ പറഞ്ഞു കൊടുക്കുക, അതിൻ്റെ ഒരു എബൌട്ട് അസ് ആണ് എനിക്ക് കിട്ടേണ്ടത്. ഓക്കെ, അതിൻ്റെ പ്രോംപ്റ്റും അതിൻ്റെ റെസ്പോൺസും. പ്രോംപ്റ്റ് എന്നുള്ള കൊടുത്തിട്ട് പ്രോംപ്റ്റ് എടുക്കുക, ലൈക്ക് ആൻഡ് അതേപോലെ തന്നെ ആൻസർ എടുക്കുക. യെസ്, ഒരു എബൌട്ട് അസ് CV പോലെ, അല്ലെങ്കിൽ എന്താക്കുക, നിങ്ങളെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽസ് എന്താണോ എന്നുള്ളത്, നിങ്ങൾ ആരാണ് എന്നുള്ള ഡീറ്റെയിൽസ് ഒരു എബൌട്ട് അസ് എന്താക്കുക, നിങ്ങൾക്ക് പേഴ്സണലി ക്രിയേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ കമ്പനി നമ്പറിലേക്കുള്ള നിങ്ങളുടെ മെൻറ്റർ നമ്പറിലേക്ക് അയച്ചാലും മതി. അല്ലാന്നുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുകയും ചെയ്യാം. ഓർ അല്ലെങ്കിൽ ഞാൻ ഒരു ഐ തിങ്ക് ബെറ്റർ ഒരു ഗൂഗിൾ ഫോം ക്രിയേറ്റ് ചെയ്യാം, അതായിരിക്കില്ല ബെറ്റർ. അങ്ങനെയാകുമ്പോൾ എനിക്ക് കറക്റ്റ് ഇവാലുവേറ്റ് ചെയ്യാൻ ഇവിടെ ബെറ്റർ ആയിരിക്കും. ഗ്രൂപ്പിൽ ഷെയർ ചെയ്യേണ്ട, ഞാൻ എന്താക്കും, ഒരു ഗൂഗിൾ ഫോം ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മളെ ടീം നിങ്ങൾക്ക് എന്താക്കും, ഷെയർ ചെയ്യും, ഗ്രൂപ്പിലിടും. അപ്പം അതിലൊന്ന് എന്താക്കിയാൽ മതി, അപ്ഡേറ്റ് ചെയ്താൽ മതി. അങ്ങനെ ആകുമ്പോൾ എനിക്ക് നിങ്ങളുടെ കറക്റ്റ് ഡാറ്റയും അവിടെ സ്റ്റോർ ആയിരിക്കും, ആരൊക്കെയാണ് റെസ്പോൺസ് ചെയ്തതെന്നുകൂടി മനസ്സിലാവും. ഓക്കെ, സോ 2 മണിക്കൂറുകൊണ്ട് അടുക്കാനാകുന്നുണ്ട്, സോറി. സോ എന്താക്കാം, നമുക്ക് നാളെ മുതൽ ബാക്കി അടിപൊളിയാക്കാം. നാളെ അഥവാ ഞാൻ ലേറ്റ് ആവുകയാണെങ്കിൽ, ലൈക്ക് ട്രാവലിംഗ് ഇവിടുന്ന് എനിക്ക് അറൗണ്ട് ഒരു 45 കിലോമീറ്ററോളം വരുന്നുണ്ട് കുറ്റ്യാടിക്ക്. അതുകൊണ്ട് തന്നെ ഞാൻ പ്രോഗ്രാം കഴിഞ്ഞ് മാക്സിമം ഫാസ്റ്റായിട്ട് പോരാൻ നോക്കും. അഥവാ എത്തിയിട്ടില്ലാണ്ടെങ്കിൽ സെഷൻ പോസ്റ്റ്പോൺ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, സോ ആദ്യം തന്നെ ഇൻഫോം ചെയ്താണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താക്കാം, വൈൻഡപ്പ് ചെയ്യാം. സോ താങ്ക് യു സോ മച്ച് ഗൈസ്, ഗുഡ് നൈറ്റ്. Okay.
ഓക്കെ ഗൈസ്, ബൈ, ഗുഡ് നൈറ്റ്.